വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഓക്കെ, ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് ഷാഹിദ് ചോലയിൽ നിന്നാണ്. ജനിച്ചത് ഫറൂഖ് കോളേജിൻ്റെ അടുത്ത് കോടമ്പുഴ എന്ന പ്രദേശത്താണ്. ഡിഗ്രിയൊക്കെ അവിടെ പഠനം കഴിഞ്ഞു. 30-35 വർഷമായിട്ട് പുറത്തായിരുന്നു. ആക്സിഡൻ്റലി ആണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന മേഖലയിലേക്ക് കടന്നത്. ഞങ്ങളൊരു ബാക്ക്ഗ്രൗണ്ട്, ഒരു കമ്പനി ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ IIT ബോംബെ ഇൻക്യുബേറ്റ് ചെയ്ത കമ്പനിയാണ്. റിസർച്ചൊക്കെ ഹാർവാർഡ് MIT-യിലാണ് നടത്തിയത്. ഇപ്പോൾ ഉള്ളത് ഞങ്ങൾ IIT മദ്രാസിലാണ്. ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഈ പുതിയ വരുന്ന ടെക്നോളജി നമ്മളെല്ലാം ജീവിതത്തിൽ ബാധിക്കുന്നത്, ഹ്യൂമാനിറ്റിയെയും നേച്ചറിനെയും ബാധിക്കുന്നത്. ഇപ്പോൾ എനിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. 100% നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നത് വളരെ ഡീപ്പായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്, ഡിബേറ്റബിൾ ആണ്, ഓരോരുത്തർക്കും ഓരോ പേഴ്സ്പെക്റ്റീവ് ഉണ്ട് എന്നുള്ളതാണ്. എന്നിരുന്നാലും എന്നാൽ കഴിയുന്നതൊക്കെ ഞാൻ ഒരു ഐഡിയയിലേക്ക് എത്തിച്ചു തരാം. നമ്മുടെയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് അറിയാവുന്നവരാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് AI. എന്നിരുന്നാലും നമ്മളൊരു കോണ്ടെക്സ്റ്റ് സെറ്റിങ്ങിന് വേണ്ടി വളരെ ലളിതമായിട്ട്, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ അറിയണമെങ്കിൽ നമുക്കൊരു ഡിഗ്രിയോ PGയോ PhDൻ്റെ ആവശ്യവും ഒന്നുമില്ല. എന്താണ് AI എന്ന് പറയുന്നത്? നമ്മൾ മനുഷ്യരും മൃഗങ്ങളുമാണ് ബുദ്ധി കാണിക്കുന്നത്. യന്ത്രം ബുദ്ധി കാണിക്കുന്നതിനെയാണ് നമ്മൾ ഈ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ് ഡെഫിനിഷന്. ഓക്കെ, എന്തുകൊണ്ടാണ്, ഇതാണ് ആദ്യത്തെ, മനസ്സിലായില്ല എന്താണ് AI എന്ന് പറയുന്നത്? ആര് ചോദിച്ചാലും നമുക്ക് സിമ്പിളായിട്ട് പറയാവുന്ന ഒന്നാണ്. മെഷീൻ ബുദ്ധി കാണിക്കുന്നതിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ AI ഇത്ര അധികം ഹൈപ്പ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഇത്രയധികം ഇത് ഡിബേറ്റ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് അടുത്ത ചോദ്യം നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളെ മനസ്സിലേക്ക് വരുന്നത്. നോക്കൂ, നമ്മൾ മനുഷ്യര് ബുദ്ധി കൊണ്ടാണ് ജോലിയും ബിസിനസ്സും ചെയ്യുന്നത്, അല്ലേ? ബുദ്ധി കൊണ്ടാണ് ചെയ്യുന്നത്. നിർമ്മിത ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ബുദ്ധി മനുഷ്യബുദ്ധിയെ മറികടക്കുന്ന എക്സാക്റ്റ് സ്റ്റേജിലാണ് ആരുള്ളത്? നമ്മളുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? അത് ജോലിയെ ബാധിക്കും, ബിസിനസ്സിനെ ബാധിക്കും. അപ്പം ഇതുകൊണ്ടാണ് ഇത് ഇത്രയധികം ഹൈപ്പ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം മനസ്സിലായല്ലോ. ഒന്ന്, നമ്മൾ എന്താണ് AI എന്ന് നമുക്ക് മനസ്സിലായി. രണ്ട്, എന്തുകൊണ്ടാണ് ഇത്രയധികം ഹൈപ്പ് ചെയ്യപ്പെടുന്നതെന്നും നമുക്ക് മനസ്സിലായി. ഓക്കെ, സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാവുന്ന ഒന്ന് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരുപാട് ടെക്നോളജികൾ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മളെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ് ആ ടെക്നോളജിയും ഈ ടെക്നോളജിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. ഓക്കെ, അവിടെയാണ് നമ്മൾ കാര്യമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇന്ന് വരെ കണ്ടുപിടിച്ചതിനെ നമ്മൾ പറയുന്നത് ടൂളുകൾ എന്നാണ് പറയുന്നത്. ഉപകരണങ്ങളിലൂടെയാണ് നമ്മളെ ക്വാളിറ്റി ഓഫ് ലൈഫിൽ, നമ്മുടെ മനുഷ്യൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മറ്റ് ആനിമലിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ആനിമൽസ് എല്ലാം അവർക്ക് അവരുടെ ഭക്ഷണം, സൗകര്യങ്ങളും റീപ്രൊഡക്ഷനും. നമ്മൾ മനുഷ്യർ അങ്ങനെ അല്ല. നമുക്ക് ക്യൂരിയോസിറ്റി ഉണ്ട്. നമ്മളിങ്ങനെ നമ്മളെ തന്നെ, ആരാണ് നമ്മൾ എന്തിനു വന്നു എന്ന് തേടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പം നമ്മളുടെ ലൈഫിൽ വരുന്ന ലിമിറ്റേഷനൊക്കെ നമ്മൾ കൗണ്ടർ ചെയ്താണ് പോകുന്നത്. ഇപ്പോൾ പണ്ട് കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ, നമുക്ക് വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ നമ്മൾ നദീതട സംസ്കാരത്തിൽ വന്നു. ഇപ്പം പണ്ട് നമ്മൾ എന്താണ്, ഹണ്ടേഴ്സ് ആൻഡ് ഗ്യാദേഴ്സ് ആയിരുന്നു. ഭക്ഷണം, ഈ ഭക്ഷണം നമ്മൾ സോൾവ് ചെയ്ത് എങ്ങനെയാണ്? അഗ്രികൾച്ചറൽ റവല്യൂഷൻ കൊണ്ടുവന്നു. പിന്നീട് നമ്മൾ എന്ത് ചെയ്തു? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കൊണ്ടുവന്നു. അപ്പം ഇങ്ങനെ നമ്മളെ തന്നെ പഠിച്ച് നമ്മളിങ്ങനെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരുന്ന ആളുകളാണ്. ഇപ്പം ഇതിന് മുന്നുണ്ടായ ഒരു റവല്യൂഷനാണ് നമുക്കെല്ലാവർക്കും പറയാം, ഇലക്ട്രിസിറ്റിൻ്റെ റവല്യൂഷൻ. നമ്മൾ അന്ന് വിചാരിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതൊരു ലൈറ്റിൻ്റെ റവല്യൂഷനാണ് എന്നതാണ്. ഓക്കെ,
ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് രാത്രി പലതും ചെയ്യാം, ഇരുട്ടിന്. ആക്ച്വലി അത് ഉണ്ടാക്കിയൊരു ഇമ്പാക്റ്റ് ആണ് ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഇന്ന് കാണുന്നത് എല്ലാം തന്നെ. അപ്പം ജനങ്ങൾ പൊതുവെ ധരിക്കുന്നത് എന്താണെന്ന്, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് എന്തിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എന്ത് സ്പെസിഫിക് പ്രോബ്ലത്തിനെയാണ് അഡ്രസ്സ് ചെയ്ത്? ഇതിന് മുന്നേ വന്ന ടെക്നോളജി അഡ്രസ്സ് ചെയ്തത് എനർജിയുടെ റെവല്യൂഷൻ ആണെങ്കിൽ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ത് വിപ്ലവമാണ് നമ്മളിൽ ഉണ്ടാക്കുന്നത്? എന്തായിരിക്കും നമ്മൾ ഉണ്ടാക്കുന്നത്? എന്തിന്റെ വിപ്ലവമാണ്? ഇന്റലിജൻസിന്റെ വിപ്ലവമാണ്. ഇന്റലിജൻസിന്റെ വിപ്ലവമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇന്ന് വരെ കണ്ടെത്തിയത് ടൂളുകളാണ്. അതും ഈ ഇൻവെൻഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇപ്പൊ ഒന്നാമത്തെ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊക്കെ തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീരുമാനമെടുക്കാനുള്ള കഴിവാണ് നമ്മളുടെ മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. മനുഷ്യന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് ആണ്. നമ്മൾ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ നല്ല തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ ഇത്ര എക്സ്പീരിയൻസ് വേണം, കഴിവുകൾ വേണം, നമുക്ക് ഇന്റലിജൻസ് വേണം. ആദ്യമായിട്ടാണ് നമ്മളൊരു ടെക്നോളജി സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള ഒരു ടെക്നോളജിയെ കാണുന്നത്. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നിങ്ങളുടെയൊക്കെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ, യൂട്യൂബിൽ അടുത്ത വീഡിയോ എന്താണ് വരണമെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? AI ആണ്. ആ വീഡിയോ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ മാതിരിയാണോ വരുന്നത്? അല്ല. നിങ്ങളെ ശരിക്ക് പഠിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? അത് പുഷ് ചെയ്യുന്നു, തീരുമാനം എടുക്കുന്നുണ്ട് അവിടെ. രണ്ടാമത്, ഇപ്പൊ നമ്മൾ ഗൂഗിൾ മാപ്പിൽ നമ്മളൊരു ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ എന്താണ് വരുന്നത്? AI ആണ് അതായത് ഇനി അങ്ങോട്ട് മനുഷ്യന്റെ മെജോറിറ്റി തീരുമാനങ്ങൾ ഇനി ആരാണ് എടുക്കുക? പതുക്കെ 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 AI ആയിരിക്കും. ഇതാണ് ഒന്നാമത്തെ മേജർ AIയിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒന്നാമത്തെ ഡിഫറൻസ്. രണ്ടാമത്തെ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ജനിച്ചത് മുതൽ മരണം വരെ, ലാസ്റ്റ് മൊമെന്റ് വരെ നമ്മൾ പഠിക്കുന്നവരാണ്, അല്ലേ? AI-യും പഠിക്കുന്നു എന്നുള്ള സ്വന്തമായിട്ട് പഠിക്കാൻ കഴിവുള്ള ഒരു ടെക്നോളജിയാണ് നമ്മൾ കാണുന്നത്. അതിന്റെ പഠനത്തിന്റെ സ്പീഡ് ഒന്ന് നമ്മൾ നോക്കാം. ഇപ്പൊ നിങ്ങളൊക്കെ ഇവിടെ പഠിക്കാൻ വന്നവരാണ്. ഓക്കെ, AI-ന്റെ പഠന രീതി, ഈ ChatGPT ഒക്കെ വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി കാണും? ഇപ്പൊ അടുത്ത് വന്നതാണ്. ഓക്കെ, 2022 ഡിസംബറിൽ വന്ന ChatGPT 2024 ആകുമ്പോഴത്തേക്കും മനുഷ്യൻ അറിയുന്നത് മുഴുവൻ പഠിച്ചിരിക്കുന്നു. അപ്പൊ അതിന്റെ സ്പീഡ് ഒന്നും ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എത്രയായിരിക്കും അതിന്റെ സ്പീഡ്? അതായത് ഏറ്റവും ബുദ്ധിമാനായ ഒരു മനുഷ്യൻ ഒരാഴ്ച പഠിക്കുന്നത് 20,000 വർഷത്തത് അത് പഠിക്കും. നമ്മൾ മനുഷ്യർ പഠിക്കുകയാണ് ചെയ്യുന്നത്, സ്കൂളിൽ പോകുന്നുണ്ട്, AI-യും പഠിക്കുന്നുണ്ട്. അപ്പൊ പഠനത്തോടാണ് നമ്മൾ AI-യിൽ എന്ത് ചെയ്യുന്നത്? കോമ്പീറ്റ് ചെയ്യുന്നത്. സ്വന്തമായിട്ട് പഠിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു ടെക്നോളജിയെ നമ്മൾ കാണുകയാണ് ആദ്യമായിട്ട്. ഒരു ട്രാക്ടറിന് സ്വന്തമായിട്ട് പഠിക്കാൻ കഴിയുമോ? ആറ്റം ബോംബിന് പഠിക്കാൻ കഴിയുമോ? ഇന്ന് വരെ വന്ന ഒരു ടെക്നോളജിയും സ്വന്തമായിട്ട് പഠിക്കാൻ കഴിയുന്ന ടെക്നോളജി അല്ല. ഇതാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. അതായത് നമ്മൾ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യൻ എങ്ങനെ വ്യത്യസ്തനാകുന്നു. ഇപ്പം നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ നമുക്കറിയാം, നമ്മൾ ഈ ലോകം മൃഗങ്ങളുമായിട്ട് സഹവസിക്കുന്നവരാണ്. അവർക്ക് ഈ ലോകത്ത് എന്ത് നടക്കുന്നു എന്നതിനെക്കുറിച്ച് വലിയ ധാരണ ഒന്നുമില്ല. അതേസമയത്ത് നമ്മൾ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇത് ബിൽഡ് ചെയ്തതെന്ന് ചോദിച്ചാൽ, ഇന്റലിജൻസ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയത് ഭാഷയാണ് പ്രധാനമായിട്ടും. ഈ ഭാഷയിലൂടെയാണ് നമ്മൾ ആശയവിനിമയം നടത്തുന്നതും നമ്മളെ കോപ്പറേറ്റ് ചെയ്യുന്നത് എന്തിലൂടെയാണ്? ഭാഷയിലൂടെയാണ്. അപ്പം ഈ ഭാഷയിലൂടെ എത്ര പേരെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുമിച്ച് കൊണ്ടുവരാം. മൃഗങ്ങളോട് നമ്മൾ പറയാണ്, ഒരു 100 മൃഗങ്ങൾ ഒരുമിച്ച് കൂട്ടണം എന്ന് കഴിഞ്ഞാൽ അവർക്ക് കഴിയുമോ? ഇല്ല. അപ്പം നമുക്ക് എത്ര ആളെ വേണമെങ്കിലും ഭാഷയിലൂടെ. ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താന്ന് വെച്ചാൽ, നമുക്ക് എത്ര ഭാഷ അറിയാം? നമുക്കൊരു 3ഓ 4ഓ ഭാഷ കൈകാര്യം ചെയ്യാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോ ലോകത്തെ മുഴുവൻ ഭാഷയും അറിയാം. ഭാഷ മാത്രമേ അറിയോ, ആ വ്യക്തി ആരാണെന്നറിയാം. അപ്പൊ അതിന്റെ ഇൻഫ്ലുവൻസ് ഭാവിയിൽ എത്രയായിരിക്കും? ഇപ്പൊ നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് എത്ര ആളെ ബന്ധം,
അതായത് മനുഷ്യന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഭാഷയാണ്. ഈ ഭാഷ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ ആര് കോൺകർ ചെയ്ത് കഴിഞ്ഞു? AI കോൺകർ ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി അടുത്തൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ ആറ്റം ബോംബിന് സ്വന്തമായി ആറ്റം ബോംബിന് ഉണ്ടാക്കാൻ കഴിയുമോ? ഇല്ല. AIക്ക് സ്വന്തമായി AIയെ ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇങ്ങനെ വരുന്ന ഒരു ടെക്നോളജിയെ നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അതായത് മനുഷ്യൻ്റെ ക്വാളിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രധാന ക്വാളിറ്റികളൊക്കെ തന്നെ, ഇപ്പം ആദ്യം AI വന്നു, നമ്മളൊരു അട്രാക്ഷൻ. ഇന്ന് AI നമ്മളെ ഇൻറ്റിമസി, നിങ്ങളെല്ലാം കാര്യമായിട്ട് എല്ലാം പഠിക്കുന്ന ഏതിൽ നിന്നാണ്? AIയോട് ചോദിച്ചിട്ടാണ് പഠിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഒരു ഐഡിയ കിട്ടിയല്ലോ. എന്താണ് ടൂളും? ഇതിനെ നമ്മൾ എന്താണ് വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ ഏജന്റ്, അല്ലെങ്കിൽ മനുഷ്യൻ ആദ്യമായിട്ട് മനുഷ്യൻ്റെ ഒരു സ്പീഷീസിനെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ നമ്മളാണ് ഇത് ഉണ്ടാക്കിയെങ്കിലും സ്വാഭാവികമായിട്ടും നമുക്ക് ചോദിക്കുന്ന ഒന്നാണ്, നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലേ? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രശ്നം തുടങ്ങുന്നത്. ഇല്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് AI ഫങ്ഷൻ ചെയ്യുന്നത് ഒരാൾക്കും അറിയില്ല. അതെങ്ങനെയാണ് നമുക്ക് ഉത്തരം തരുന്നത് എന്നുള്ളത്. ഓക്കെ, ഇനി അതിലേക്ക് പോകാം. നമുക്ക് മനുഷ്യർക്ക് പ്രധാനമായിട്ടും രണ്ട് സ്കില്ലുകൾ, പ്രധാനപ്പെട്ട രണ്ട് ക്വാളിറ്റി എന്താണ്? ഫിസിക്കലി നമ്മൾ സ്ട്രോങ് ആണ്, ഫിസിക്കലി നമ്മൾ ഒരുപാട് ജോലി ചെയ്യും. രണ്ട്, നമ്മൾ കോഗ്നിറ്റീവ് സൈഡിലും വരും എന്നുള്ളതാണ്. ഒന്ന് ഫിസിക്കൽ. ഫസ്റ്റത്തെ ഫിസിക്കൽ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത 10 വർഷത്തിൻ്റെ ഉള്ളിൽ നമ്മളെല്ലാവർക്കും, ഇന്നിപ്പോൾ നമുക്ക് മൊബൈൽ ഇല്ലാണ്ട് ജീവിക്കാൻ കഴിയുമോ? സാധിക്കുമോ നിങ്ങൾക്ക്? ഇല്ല. ഇതുപോലെ നിങ്ങൾക്ക് ഹ്യൂമനോയിഡ് റോബോട്ട് നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നുള്ളതാണ്. എല്ലാവർക്കും അത്രയും അഫോർഡബിൾ ആയിരിക്കും അത്. ഈ ഹ്യൂമനോയിഡ് റോബോട്ട് വന്നാൽ ഫിസിക്കലി നമുക്ക് അതിനോട് മത്സരിക്കാൻ കഴിയുമോ? ഹ്യൂമനോയിഡ് റോബോട്ടിനെ സംബന്ധിച്ചിടത്തോളം അത് 24/7 365 ഡേയ്സ് വർക്ക് ചെയ്യും. അതിന് ഭക്ഷണം വേണ്ട, ഓക്കെ, അതിന് ഉറങ്ങണ്ട, അതിന് ഓക്സിജൻ വേണ്ട. ഓക്കെ, ഫിസിക്കലി നമുക്ക് അതിനോട്, അത് പറന്ന് വർക്ക് ചെയ്യും. ഏത് കാലാവസ്ഥയിലും അതിനെന്ത് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഫിസിക്കലി നമുക്ക് ഇനി ഭാവിയിൽ എന്തിനോട് കോമ്പീറ്റ് ചെയ്യാൻ കഴിയില്ല? AIയോട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്ത നമ്മുടെ സ്കിൽ എന്താണ് വരുന്നത്? ബ്രെയിൻ ആണ് വരുന്നത്. ഓക്കെ, നമ്മുടെ IQ എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങളുടെ ഒക്കെ അഭിപ്രായത്തിൽ നിങ്ങൾ ChatGPTയും ജെമിനിയൊക്കെ ഉപയോഗിക്കുന്നവരാണല്ലോ. അതിനെ എത്രത്തോളം ബുദ്ധി നമ്മൾ IQലാ പറയാ. എത്ര IQ നമുക്ക് കൊടുക്കാം? എത്ര IQ നമ്മൾ കൊടുക്കുക അതിന്? ഒരു ഗസ് പറയൂ, എത്ര IQ കൊടുക്കാം നമുക്ക്? ചോദിച്ചതിലൊരു 80-90% ഓക്കെ ആയി വരുന്നില്ലേ? ഇപ്പം പണ്ടത്തെ മാതിരിയല്ലല്ലോ, ഏകദേശമൊക്കെ ഓക്കെയാണ്. ഇത് നമ്മളെപ്പോഴും ഒരു IQ പറയുന്ന സമയത്ത് നമ്മൾ ഐൻസ്റ്റീൻ്റെ IQ ആണ് പറയുന്നത്. ഐൻസ്റ്റീന് 162 IQ ആണ്. ഇപ്പൊ ഈ ChatGPT 2022 ഡിസംബറിൽ ജനിച്ചത് 155 IQലാണ്. അത് അതിൻ്റെ അമീബ സ്റ്റേജിലാണ് കിടക്കുന്നത്. ഇതിൻ്റെ IQ ഓരോ 6 മാസം കൂടുമ്പോഴും അതെന്ത് ചെയ്യുന്നുണ്ട്? ഹൈപ്പർ എക്സ്പൊണൻഷ്യലി ഡബിൾ ആവുന്നുണ്ട്. അതിൻ്റെ അർത്ഥം, ഓക്കെ, 155 ജനിച്ചത് അടുത്ത 6 മാസം ആകുമ്പോൾ എത്രയായി? 310. അതിൻ്റെ അടുത്ത മാസം അങ്ങനെ. അതായത് അടുത്ത 5 വർഷത്തിൻ്റെ ഉള്ളിൽ നിങ്ങളും ഞാനും കാണാൻ പോകുന്നത് 10,000 IQവിനെയാണ്. ഇപ്പം നിങ്ങളിവിടെ വന്ന് പഠിക്കുകയാണ്, നിങ്ങൾ ബുക്കുകൾ പഠിക്കുകയാണ് അല്ലേ? ഈ 10,000 IQവിനോടാണ് നമ്മൾ എല്ലാവരും ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്? കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾക്ക് കോമ്പീറ്റ് ചെയ്യാൻ കഴിയുമോ ഈ 10,000 IQയോട്? ഈസി ആയിരിക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. ഓക്കെ, ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ പറഞ്ഞാൽ, ഈ രണ്ട് സ്കില്ലാണ് നമുക്ക് മനുഷ്യന് പ്രധാനം. ഈ സ്കില്ലിനെ ഇവിടെ ചാലഞ്ച് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇതിൻ്റെ സാമൂഹികമായിട്ടുള്ള ഡിഫറൻസുകൾ എന്താണെന്ന് പറയാം ഇനി അടുത്തതായിട്ട്. ഇപ്പോൾ എന്താണ് AI എന്ന് മനസ്സിലായല്ലോ. മിഷൻ ബുദ്ധി കാണിക്കുന്നതിനെയാണ് AI എന്ന് പറയുന്നതെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി. ഇത് എന്ത് ക്വാളിറ്റി ആണെന്ന് ഈ ടൂളും ഈ വന്ന പുതിയ ടെക്നോളജികളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ,
എന്താണ് ഇത് സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു സൊസൈറ്റിയെ ഡെവലപ്പ് ചെയ്യുന്ന മേജർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആരാണ്? പാരൻസ് ആണ്. 2 ടീച്ചേഴ്സാണ്. 3 നമുക്കറിയാം എംപ്ലോയേഴ്സ് ഒരു പരിധി വരെ വരാറുണ്ട്. ഇതിൻ്റെയൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഇതിൻ്റെ അപ്പുറത്ത് നമ്മളെ ഷെയ്പ്പ് ചെയ്ത് നമ്മളെ മൗൾഡ് ചെയ്തത് ക്യാരക്ടർ ആരാണ്? മതങ്ങളാണ്, പൊളിറ്റിക്സ് ആണ്. എങ്ങനെയായിരിക്കും ഇവരിലൊരു ഇമ്പാക്റ്റ് എന്ന് നോക്കാം. ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് കോണ്ടെക്സ്റ്റ്, നിങ്ങളൊക്കെ ഏകദേശം 2000-ന് ശേഷം ജനിച്ച കുട്ടികളാണല്ലോ അല്ലേ? നിങ്ങളൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് നോക്കൂ. നിങ്ങളുടെ ലൈഫിൽ പാരൻസുമായിട്ടുള്ള ബന്ധം, ഇതൊരു ടെക്നോളജി ഇമ്പാക്റ്റ് ആണ്. ഇനി പറയാൻ പോകുന്നതാണ് ഇതിലെ ഏറ്റവും വലിയൊരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ പണ്ടും ഇന്നും തമ്മിലുള്ള ഒരു മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വാല്യൂസ്, എത്തിക്സ്, നിങ്ങളുടെ കൾച്ചർ, ഇതൊക്കെ ഈ 2000 വർഷത്തിന് ശേഷം ജനിച്ച കുട്ടികളുടെ ഏതിലൂടെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? മൊബൈലിലൂടെയല്ലേ? ഒരു ദിവസത്തിൽ മിനിമം നിങ്ങൾ 150 പ്രാവശ്യമെങ്കിലും, എനിക്കറിയില്ല ഇവിടെ മൊബൈൽ ആക്സസ് ഉണ്ടോ എന്നുള്ളത്, ഇൻസ്റ്റഗ്രാമിൽ പോകുന്നില്ലേ? മൊബൈല് നിങ്ങളൊപ്പമുള്ള കുട്ടികൾ പോകാറുണ്ടല്ലോ. അവരുടെ വാല്യൂസ്, എത്തിക്സ്, കൾച്ചറൊക്കെ എവിടെ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നതാണ്? AI-യിലൂടെയാണ്. നിങ്ങൾ ഗ്ലോബൽ പെർസ്പെക്റ്റീവിലാണ് ചിന്തിക്കുന്നത്. അതേ സമയത്ത് നമ്മുടെ പാരൻസോ, അവർ ലോക്കലാണ്, അവർ ലോക്കൽ പെർസ്പെക്റ്റീവിലാണ് ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ പാരൻസും കുട്ടികളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ത് ചെയ്യാൻ പോവാണ്? വൈഡൻ ചെയ്യാണ്. ഇതിന്റെ മുന്നേയും ടെക്നോളജി അത് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മളുടെ ഗ്രേറ്റ് ഗ്രാൻഡ് പാരൻസിന്റെ കാലഘട്ടങ്ങൾ എടുത്താൽ അവരൊക്കെ നമ്മളിപ്പോഴും തറവാട്ട് മഹിമകളാണ് പറയാ, തറവാട്ടുകാർ എന്നാണ്. അത് എന്തുകൊണ്ടാണ്? ജ്യേഷ്ഠ അനുജന്മാരൊക്കെ ഒരുമിച്ച് താമസിച്ചവരായിരുന്നു. എന്നാൽ ഇലക്ട്രിസിറ്റി റെവല്യൂഷൻ വന്നതിന് ശേഷമാണ് നമ്മൾ അണുകുടുംബങ്ങളിലേക്ക് പോയത്. ഇനി ഇവിടുന്ന് എങ്ങോട്ട് പോകാൻ പോവുകയാണ്? ആറ്റം ആയി മാറാൻ പോവുകയാണ് എന്നുള്ളതാണ്. അതായത് പാരൻസിന് ഇനി അങ്ങോട്ട് കുട്ടികളിൽ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്ന് പറയുന്നത് പ്രയാസമായ ഒരു കാലഘട്ടത്തിലേക്കാണ്. ഇപ്പം മലപ്പുറത്തെ പാരൻസ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളെ കുട്ടികൾ 24 മണിക്കൂറും ഡിവൈസിലാണ്. ഓക്കെ, ആ ഡിവൈസ് അവരോട് തൊട്ട് കഴിഞ്ഞാൽ ഷോക്കടിക്കും. ആ ഡിവൈസ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ അവർ കേൾക്കില്ല. പിന്നെ അവനെ എന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നത് നമുക്ക് ആർക്കും അറിയില്ല. ഓക്കെ, ഇനി അവർ പുറത്തു പോയി കഴിഞ്ഞാൽ ഈ ആരോടൊപ്പമാണ് നടക്കുന്നത് എന്നറിയില്ല, ഡ്രഗ്സിനെ പേടിയാണ് എന്നുള്ളതാണ്. അതായത് ഈ ടെക്നോളജി കൊണ്ടുവരാൻ പോകുന്ന ഒന്നാമത്തെ ഇമ്പാക്റ്റ് എന്താ? ഒരു സൊസൈറ്റിയിൽ വളർത്തിയിരുന്ന ഏറ്റവും ഇമ്പാക്റ്റ് കുട്ടികളിൽ വരുത്തിയ പാരൻസിന് എന്ത് റോള് കുറയുന്നു, അവരുമായിട്ടുള്ള ബന്ധം കുറയുന്നു എന്നുള്ളതാണ്. ഇതൊന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തത്, ഒരു സൊസൈറ്റിയെ വളർത്തിയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് റോൾ ആർക്കായിരുന്നു? ടീച്ചർമാർക്കായിരുന്നു, ഉസ്താദുമാർക്കായിരുന്നു. ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ മലപ്പുറത്തെ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യമാണത്. ഞങ്ങൾ 7 മണി മുതൽ ഞങ്ങളുടെ പഠന കാര്യത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു, 4 മണി വരെ അതിന് പോകും. 4 മണിക്ക് ശേഷം ഞങ്ങൾ കുറച്ച് കളിക്കും, വീണ്ടും ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു പഠനത്തിന് വേണ്ടി. ഈ പഠിക്കുന്ന കാര്യം എൻ്റെ ജീവിതത്തിൽ ഒരു ഉപകാരവുമില്ല എന്ന് എൻ്റെ പേരൻസിന് അറിയാം. ഓക്കെ, അവർ പൈസ തരുന്നുണ്ട്, ഞാൻ പോകുന്നുണ്ട്. ഓക്കെ, എൻ്റെ ടീച്ചർമാർക്കും അറിയാം ഇതുകൊണ്ട് ഒരു ഉപകാരമില്ല. കാരണം എന്നെക്കാട്ടി മുന്നിൽ എനിക്ക് സൂപ്പറായിട്ട് AI-യിൽ ഇത് കിട്ടും. ഈ സമൂഹത്തിന് മുഴുവൻ അറിയാം ഈ പഠിച്ചത് കൊണ്ട് ഒരു ഉപകാരമില്ല എന്നുള്ളത്. ഈ സമൂഹത്തിന് ഭ്രാന്താണ്. കാരണം ഇതുകൊണ്ട് ഒന്നുമില്ല. ഈ അനാവശ്യമായ സാധനം എന്നെ കൊണ്ട് ബുക്ക് ചെയ്തിച്ച് അതിനൊരു എക്സാമും നടത്തി, ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം വേണ്ടേ? ഇവർക്ക് സത്യത്തില് ഭ്രാന്താണ്. ഇതിന് ഉത്തരം പറയാൻ പ്രയാസമാണ്. കാരണം അവർ പറയുന്നത്, ഓക്കെ, ഈ സമൂഹം ഞങ്ങളെ പഠിക്കണം എന്ന് വിചാരിച്ചു. ഇതേ സാധനം ഞങ്ങൾ പഠിക്കണമെങ്കിൽ ഞങ്ങൾക്ക് യൂട്യൂബ് ഉണ്ട്, ഞങ്ങൾ സൈലത്തിൻ്റെ ഒരു വീഡിയോ ഇട്ട് കാണാം. ഓക്കെ, ഞങ്ങൾ അല്ലെങ്കിൽ ജെമിനിയോടോ ചാറ്റ് എന്തുകൊണ്ട് ഒരു വിവരവുമില്ലാത്ത ഈ ടീച്ചറെ, ഞങ്ങളുടെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് 8 സെക്കൻഡാണ്. എന്തുകൊണ്ട് ടീച്ചറെ ഞങ്ങൾ കേൾക്കണം? ആ വ്യക്തിക്ക് ലോകത്തെക്കുറിച്ച് ഒരു പരിചയവും ഇല്ല. ഇതിനെക്കാട്ടി ബെറ്ററായിട്ട് യൂട്യൂബ് ക്ലാസ് കിട്ടുന്നുണ്ട്. ഞങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കണമെങ്കിൽ ഞങ്ങൾക്ക് കഞ്ചാവോ MDMA വേണം എന്നാണ് അവർ പറയുന്നത്. ഇതിന്
നമുക്ക് ഉത്തരം പറയാൻ പ്രയാസമായിരിക്കും ഇനി എന്നുള്ളതാണ്. മറ്റൊന്ന് എംപ്ലോയേഴ്സ് ആയിരുന്നു ഒരു നമ്മളെ കൺട്രോൾ. നമുക്ക് ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, നിങ്ങളെപ്പോലത്തെ കുട്ടികൾ വരികയാണെങ്കിൽ നിങ്ങൾ നോക്കുന്ന രീതിയെ അപ്രോച്ചേ വേറെയാണ്. അവിടെ നിങ്ങളെ ചാലഞ്ച് ചെയ്യുന്നത് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ നിൽക്കില്ല. കാരണം പലരും വെൽ ഓഫാണ്. അവർ പണ്ട് കാലങ്ങളിൽ ഞങ്ങൾക്കൊക്കെ ജോലി ഇല്ലെങ്കിൽ തച്ച് പുറത്താക്കിയാലും ഞങ്ങൾ പോരൂല അവിടുന്ന്, കാരണം പട്ടിണിയാണ്. അവർ ഇന്ന് വന്നാൽ നാളെ വരണമെന്ന് ഒരു നിർബന്ധവുമില്ല. അപ്പം എംപ്ലോയേഴ്സിന് ഇപ്പം നമ്മൾ പറഞ്ഞു പേരൻസിന് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല, ടീച്ചർക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല, എംപ്ലോയേഴ്സ്. അടുത്തതാണ് നിങ്ങളും ആയിട്ടുള്ള ബന്ധം നിങ്ങൾ നോക്കേണ്ടത്. നമ്മളൊക്കെ ഷെയ്പ്പ് ചെയ്തിരുന്നത് മദ്രസകളായിരുന്നു. കാരണം നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ഉമ്മയുടെ കാലിൻ്റെ അടിയിൽ സ്വർഗമെന്ന് പഠിച്ചു വളർന്ന ഇസ്ലാമിൻ്റെ ആൾക്കാരാണ്. ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് ചോദിച്ചാൽ മതങ്ങളുടെ ഇമ്പോർട്ടൻസ് ചോദിക്കുന്നുണ്ട് AI. ഓക്കെ, എന്താണ് എങ്ങനെയാണ് മതങ്ങൾ എന്ന് നമുക്ക്, മതങ്ങളെല്ലാം തന്നെ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, നമ്മുടെ അടുത്തുള്ള ടെക്സ്റ്റ് ബുക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ബൈബിള്, ഹിന്ദുയിസം എന്ന് പറയുന്നത് ഭഗവത്ഗീത രാമായണമാണ്, ഇസ്ലാം എന്ന് പറയുന്നത് ഹദീസും ഖുർആനുമാണ് ആണല്ലോ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതിനെ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ എന്താണ് വളരെ ഈസിയുള്ള സാധനമാണ്. എല്ലാ ചാനൽ ചർച്ചകളും ആര് കണ്ടുപിടിച്ചിട്ടുണ്ട്? AI കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം നിങ്ങളൊക്കെ മതങ്ങൾ പഠിച്ചിട്ട് മതങ്ങൾ പഠിപ്പിക്കാൻ പോയാൽ ഇനി പ്രയാസമായിരിക്കും, നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഇപ്പം നിങ്ങൾ തന്നെ എന്തിന് നോൽമ്പ് നോൽക്കണം എന്ന് AI ചോദിച്ചാൽ എന്തായിരിക്കും AI ഉത്തരം പറയാൻ പോകുന്നത്? സയൻസ് പറയും, ഹിന്ദുയിസം പറയും, ക്രിസ്ത്യാനിറ്റി പറയും, ബൈബിള് പറയും. ലോകത്തുള്ള മുഴുവൻ മതങ്ങളും എന്താണ് അവരെ വിശ്വാസ രീതി എന്ന് പറഞ്ഞു തരില്ലേ? നിങ്ങൾക്ക് ആ രീതിയിൽ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാൻ കഴിയുമോ മതങ്ങളെക്കുറിച്ച്? നിങ്ങളിപ്പോൾ ഇവിടുന്ന് പഠിക്കുന്നുണ്ട്, നമ്മളൊക്കെ അതിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. അവിടെ നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് ഇതുമാതിരി കമ്പാരിറ്റീവ് റിലീജിയൻ പറഞ്ഞു കൊടുക്കാൻ കഴിയുമോ അവർക്ക്? അടുത്ത ജനറേഷൻ നിങ്ങളിലേക്ക് വരുമോ ഇതും ചോദിച്ച്? ഇല്ല. ഇവിടെയാണ് നമ്മളൊക്കെ മാറേണ്ടത്. കമ്പാരിറ്റീവ് റിലീജിയൻ അറിയൽ ഇനി എന്താണ്? അപ്പം നമ്മൾ ചോദിക്കേണ്ടത് എങ്ങനെയാണ് നമ്മളെ പഠന രീതി ഇനി മാറ്റേണ്ടത് എന്ന് ചോദിക്കേണ്ട സമയമായി. നമ്മൾ പഠിക്കുന്നത് ഒരു സൈഡ് മാത്രമാണ്, കുട്ടികൾക്ക് എല്ലാ സൈഡും അറിയാമെന്നുള്ളതാണ്. അപ്പം നമ്മൾ ആരെയാണ് പഠിപ്പിക്കേണ്ടത്? കുട്ടികളെ പഠിപ്പിക്കണോ AI പഠിക്കണോ? ആ ചോദ്യം അവിടെ നിൽക്കുന്നു. നമ്മൾ അടുത്തത് പോകുന്നു. ഒരു സൊസൈറ്റിയെ വളർത്തിയിരിക്കുന്ന അത് നമുക്കറിയാം, പൊളിറ്റീഷ്യൻസ് ആണ്. ഓക്കെ, എല്ലാ ചാനൽ ചർച്ചയും കണ്ടത് ആരാണ്? AI ആണ്. മൊബൈൽ വെച്ചിട്ടാണ് ഇവരൊക്കെ അത് ചെയ്യുന്നത്. ഈ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കിയാലും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഓൺ ആകുമ്പോൾ അത് സെർവറിലേക്ക് പോകുന്നുണ്ട്. എല്ലാ പൊളിറ്റീഷ്യൻ്റെയും പ്രൊപ്പഗാൻഡ ആർക്കറിയാം? AI അറിയാം. ഈ കാലഘട്ടത്തിൽ എങ്ങനെയായിരിക്കും? അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളുടെ ലൈഫിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു സൊസൈറ്റിയിലെ പ്രധാനപ്പെട്ട ആളുകൾ, പാരൻസിന് പ്രയാസമായിരിക്കും കുട്ടികളെ ഇനി അങ്ങോട്ട് കൺട്രോൾ ചെയ്യാന്ന്. കല്യാണം കഴിക്കാത്ത കുട്ടികളാണ് നമുക്ക് വരാൻ പോകുന്നത്. അവരുടെ ഒരു കാരിയർ ഡിസിഷൻ പാരൻസിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല. ഒന്ന്. രണ്ടാമത് നമ്മൾ പറഞ്ഞു ടീച്ചേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് ഇല്ല. മൂന്നാമത് നമ്മൾ പറയുന്നു എംപ്ലോയേഴ്സ്, 4 റിലീജിയന്, 5 പൊളിറ്റീഷ്യൻ. ഈ സൊസൈറ്റിയിൽ ഈ ആളുകൾക്കൊന്നും ഇല്ലാത്ത കാലഘട്ടം. മറ്റൊന്ന്, നമ്മളൊക്കെ വളർത്തിയിരുന്നത്, പ്രത്യേകിച്ച് മലപ്പുറം എന്ന് പറയുന്നത്, നമ്മൾ മൈഗ്രേറ്റ്, കേരളം പൊതുവെ മൈഗ്രൻ്റ് ആണ്. നമ്മളെ 90% റെമിറ്റൻസ് എക്കോണമിയാണ്. മൈഗ്രേഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത 5 വർഷം കഴിഞ്ഞ് ഒരാൾക്കും പോകാൻ കഴിയില്ല. പോയവരൊക്കെ ഏകദേശം നല്ലൊരു വിഭാഗം ആളുകൾ തിരിച്ചു വരും. എന്തുകൊണ്ടാണ് വരുന്നത്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാ സബ്ജക്റ്റിലും PhD പാസ്സായി. ഈ കഴിഞ്ഞ 2 വർഷം കിട്ടിയ എല്ലാ നൊബൽ പ്രൈസും AI-ൻ്റെതാണ്. നോക്കൂ, AI പഠിച്ച് എവിടെ എത്തി? നൊബൽ പ്രൈസുകൾ നേടിയിരിക്കുകയാണ്. 2030 ഒരു നാടിനും ഒരു സയൻറ്റിസ്റ്റിനും വേണ്ട, ഒരു ഡോക്ടറെയും വേണ്ട ആവശ്യമില്ല. ആ കാര്യങ്ങളൊക്കെ ആര് ചെയ്യും? AI ചെയ്യുന്ന സമയത്ത് അവിടെ ഒന്നും നമുക്കൊന്നുമില്ല. ഇവരൊക്കെ എങ്ങോട്ട് തിരിച്ചു വരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. കാരണം നമ്മളൊക്കെ മൈഗ്രേഷനിലാണ് ഉണ്ടായിരുന്നത്.
അപ്പം ഇതാണ് ഒരു കോണ്ടെക്സ്റ്റ്. ഇനി ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ കോണ്ടെക്സ്റ്റ് നിർത്താം. എങ്ങനെയായിരിക്കും നമ്മളുടെ ലൈഫ്? ഇപ്പം ഇവിടെ നമ്മൾ വരേണ്ടത് നട പോസിറ്റീവ് സൈഡിൽ പറയാം, ഒരു നെഗറ്റീവും കൂടി പറഞ്ഞിട്ട് ഞാൻ പോസിറ്റീവിലേക്ക് പോകാം. ഓക്കെ, നമുക്കെല്ലാവർക്കും ഒരു 10 വർഷത്തിൻ്റെ ഉള്ളിൽ ഒരു ഹ്യൂമനോയിഡ് റോബോട്ട് വരികയെന്ന് വെച്ചോളൂ. നമ്മൾ വിചാരിക്കുന്ന നമുക്ക് നെഗറ്റീവല്ല, പോസിറ്റീവാണ്. ഇത് വന്നാലുള്ള ഗുണം എന്താണ് എന്ന് വെച്ചാൽ നമുക്കെല്ലാം തന്നെ നമ്മുടെ ക്ലോണിങ് അല്ലെങ്കിൽ കമ്പാനിയനെ കിട്ടാൻ പോവുകയാണ്. നമ്മുടെ ശരീരത്തിൽ എന്ത് നടക്കുന്നു എന്ന് ആർക്കറിയാം? നമ്മുടെ ഓരോ അവയവത്തിൻ്റെ എക്സ്പയറി ഡേറ്റ് ആർക്കറിയാം? എക്ക് അറിയാമെന്നുള്ളത്. നമ്മൾ എങ്ങോട്ട് നോക്കുന്നതും നമ്മൾ ചിന്തിക്കുന്നതും, നിങ്ങൾ കണ്ട സ്വപ്നം രാവിലെ അത് വീഡിയോ ആക്കി കാണിച്ചു തരും. നമുക്കൊരു ദിവസത്തിൽ 80,000 മുതൽ 1.5 ലക്ഷം തോട്ട് പ്രോസസ്സ് വരുന്നുണ്ട്. ഈ തോട്ട് പ്രോസസ്സ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. നമ്മൾ അത് കണ്ടെത്തി. നമ്മൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു ഹ്യൂമനോയിഡ് റോബോട്ട് വരാൻ പോവുകയാണ്. ഈ ഹ്യൂമനോയിഡ് റോബോട്ടിന് ലോകത്തിലെ എല്ലാ ജോബുകളും ചെയ്യാൻ പറ്റും. എല്ലാ ജോബും ചെയ്യാൻ പറ്റും. ലോകത്ത് എന്തെല്ലാം നടക്കുന്നു എന്ന് ആർക്കറിയാം? ഇതിനറിയാം. അങ്ങനെ ഒരു റോബോട്ട് വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, സൊസൈറ്റിക്ക് പ്രശ്നം ഉണ്ടാവും. ഈ സൊസൈറ്റി നമ്മൾ എങ്ങോട്ടാണ് കടക്കാൻ പോകുന്നത്? പോസ്റ്റ് സൊസൈറ്റൽ എറയിലേക്കാണ് കടക്കാൻ പോകുന്നത്. എന്താണ് പോസ്റ്റ് സൊസൈറ്റൽ എറ? ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും, ഇപ്പം എനിക്കും പുള്ളിക്ക് സംസാരിക്കുന്ന പേര് ഞാൻ മറന്നിട്ട്, റഷീദ് സാഹിബിനായിട്ട് സംസാരിക്കണമെങ്കിൽ ഞങ്ങൾ ഡയറക്റ്റ് സംസാരിക്കില്ല. അതിന് പകരം എൻ്റെ ക്ലോണിങ്ങും അല്ലെങ്കിൽ എൻ്റെ കോ പൈലറ്റും പുള്ളിൻ്റെ കോ പൈലറ്റും, അപ്പം ഞങ്ങൾ രണ്ടാൾ സംസാരിച്ച് ഞങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ഒന്ന് പുകഴ്ത്തി പറയണം, അതിൻ്റെ കോണ്ടെക്സ്റ്റ് ഇടണം, ഒരുപാട് ഇതുണ്ട്. അതേ സമയത്ത് എൻ്റെ ക്ലോണിങ്ങും പുള്ളിൻ്റെ ക്ലോണിങ്ങും തമ്മിൽ കാര്യം സെക്കൻഡിൽ എന്ത് നടത്തിയെടുക്കും? 2050 ആകുമ്പോഴേക്കും മനുഷ്യനും തമ്മിൽ കാണുക എന്ന് പറയുന്നത് ലക്ഷറി ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു റോബോട്ട് വരുന്ന കാലഘട്ടത്തിലേക്കാണ്. ഈ കാലഘട്ടത്തിൽ മതങ്ങൾ എങ്ങനെ, ഇപ്പൊ നിങ്ങളാണ് അതിൻ്റെ വക്താക്കള്, ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഇസ്ലാമിനെ കൊണ്ടുപോകേണ്ടത് എന്നതാണ് വലിയ ചോദ്യം. പോസ്റ്റ് സൊസൈറ്റൽ എറയാണ്. ഇനി നമ്മൾ നോക്കാം എന്താണ് എഐൻ്റെ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. നമ്മൾ മനുഷ്യന് യഥാർത്ഥത്തിൽ വേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്തോഷവും ആരോഗ്യവുമുള്ള ദീർഘായുസാണ് വേണ്ടത്, അല്ലേ? ഇതാണ് നമുക്ക് മനുഷ്യന് വേണ്ടത്. ഇത് 100% തരാൻ കഴിവുള്ള ഒരു ടെക്നോളജിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. AI നമ്മളെ കൊണ്ടുപോകുന്നത് ഏജ് ഓഫ് അബുണ്ടൻസ്, സമൃദ്ധിയുടെ കാലഘട്ടത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിൽ ഇന്ന് കാണും. നമ്മുടെ ഈ ലോകം റിവോൾവ് അറൗണ്ട് ചെയ്യുന്നത് സ്കേഴ്സിറ്റി, ലഭ്യതക്കുറവ്, നോളജിൻ്റെയും പണത്തിൻ്റെ. എന്തൊക്കെ സ്കേഴ്സിറ്റി ഉണ്ടോ അതെല്ലാം AI സോൾവ് ചെയ്യുന്നു. ഇപ്പം എലോൺ മോസ്കിനെ പോലത്തുള്ള ആളുകൾ പറയുന്നത് എന്താ പറഞ്ഞാൽ എൻഡ് ഓഫ് ഡിസയർ ആയിരിക്കുന്നു. നമുക്ക് എന്തൊക്കെ ഭൂമിയിൽ ആഗ്രഹം ഉണ്ടോ അതൊക്കെ ആർക്ക് സാധിച്ചു തരാൻ പറ്റും? AIക്ക് സാധിച്ചു തരാം. അങ്ങനെ ഒരു നല്ല കാലഘട്ടത്തിലേക്കാണ്. ഞാൻ 1-2 ഫാക്ടർ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്തൊക്കെയാണ് ഇതിൽ ഗുണം വരുന്നത്. നമുക്ക് ഹെൽത്തിനെ കുറിച്ച് പറയാം. ഇപ്പം ഹെൽത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം മൂസാ നബി, നൂഹ് നബി ഒക്കെ ജീവിച്ച കാലം അറിയാം. ഇനി അങ്ങോട്ട് മിനിമം 150 മുതൽ അങ്ങോട്ട് എത്ര വേണമെങ്കിലും ജീവിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഒന്ന്, ലൈഫ് സ്പാന് എക്സ്റ്റൻഷൻ എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒന്ന്, അടുത്ത 15 വർഷത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ആർക്കും അസുഖം ഉണ്ടാവില്ല. എല്ലാ അസുഖത്തിനും 15 വർഷമാണ്. അത് എന്തുകൊണ്ടാണ് പറ്റുന്നതെന്ന് വെച്ചാൽ ഡെമ്മിസ് ഹസാബിസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്, ഡീപ് മൈൻഡിൻ്റെ ഫൗണ്ടറാണ്. പുള്ളി പ്രോട്ടീൻ്റെ സ്ട്രക്ചർ കണ്ടെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്കൊക്കെ എന്ത് നമ്മളെ ശരീരത്തിൽ സംഭവിച്ചാലും അടുത്തത് എന്ത് സംഭവിക്കുന്ന അറിയുന്നത് കൊണ്ട് എല്ലാ അസുഖത്തിനും മരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം പുള്ളി വർക്ക് ചെയ്യുന്ന കമ്പനി എൻഡ് ഓഫ് ഡിസീസ് എന്നാണ് അതിൻ്റെ സ്ലോഗൻ തന്നെ വരുന്നത്. അപ്പം അസുഖങ്ങളില്ലാത്തൊരു കാലഘട്ടത്തിലേക്കാണ് അടുത്ത 15 വർഷം കൊണ്ട് നമ്മളൊക്കെ കടക്കാൻ പോകുന്നത്. അടുത്തൊന്ന് നമ്മൾ പറഞ്ഞു എക്സ്റ്റൻഷൻ ഓഫ് ലൈഫ് കിട്ടി, എൻഡ് ഓഫ് ഡിസീസ് കിട്ടി. വേറൊന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് റിവേഴ്സൽ ഓഫ് ഏജിങ് എന്ന് പറയുന്നത്. ഏത് വയസ്സിൽ നിന്നും
20 വയസ്സിലേക്ക് കൊണ്ടുവരാൻ, 90 വയസ്സുള്ള ഒരു വ്യക്തിയെ 20 വയസ്സിലേക്ക് കൊണ്ടുവരാൻ 6 ആഴ്ച മതി എന്നുള്ളതാണ്. ഇപ്പോൾ ഏകദേശം 15-20 വർഷത്തിൻ്റെ ഉള്ളിൽ പ്രഡിക്ഷൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ 5000 രൂപയുള്ള ഒരൊറ്റ ഗുളിക കൊണ്ട് കൊണ്ടുവരാം. അപ്പം നമുക്ക് യഥാർത്ഥത്തിൽ പടച്ചോൻ തന്നെ നമ്മളുടെ ബോഡിയിൽ അതിനുള്ള സ്വിച്ച് ഉണ്ടാക്കി റീസെറ്റ് ബട്ടൺ ഇട്ടിരുന്നു, നമ്മൾ കണ്ടെത്തിയില്ല എന്നുള്ളതാണ്. ആ റീസെറ്റ് ബട്ടന്റെ പേരാണ് യമനാക്ക എന്ന് പറയുന്നത്. യമനാക്ക എന്ന സയന്റിസ്റ്റ് 2012 നൊബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക്. അതിലെ 3 ജീനുകൾ SOK ജീൻ എന്നാണ് പറയുക. അതിന്റെ ഹ്യൂമൻ ട്രയൽ ഓൾറെഡി പോയി കഴിഞ്ഞു. അപ്പൊ ഇനി അങ്ങോട്ട് എന്താണ്, എല്ലാവരും ചെറിയ ഏജിലാണ് ജീവിക്കുക എന്നുള്ള ഒരു വിഭാഗം പറയുന്നുണ്ട്. ഡെത്തിനെ ചാലഞ്ച് ചെയ്ത ഒരുപാട് കമ്പനികളുണ്ട് ഇപ്പൊ ഇങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മളെപ്പോലത്തെ ഈ കോളേജുകൾക്ക് എന്താണ് ഇമ്പോർട്ടൻസ് വരേണ്ടത്, എങ്ങോട്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നതാണ് ഒരു കോണ്ടെക്സ്റ്റ് ആയല്ലോ. ഇനി നമുക്ക് ഇങ്ങനെ ഇന്ററാക്റ്റീവായിട്ട് എനിക്ക് അറിയുന്നത് അറിയാത്തത് ഞാൻ അറിയില്ല, എനിക്ക് അറിയില്ല എന്ന് പറയും. കാരണം അതാണ് കോൺസെപ്റ്റ് കിടക്കുന്നത്. താങ്ക് യു വെരി മച്ച്. മാഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വളരെ നന്ദി. എല്ലാവരും ഒരു നെക്സ്റ്റ് വേൾഡിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർക്കുന്നത് മുമ്പ് ഷെയ്ഖ് ഹംസ യൂസുഫ് പറഞ്ഞൊരു കഥയാണ്. അൾജീരിയയുടെ മരുഭൂമിയിലൂടെ ഒരു സൂഫി നടന്നു പോവാം, അൾജീരിയൻ മരുഭൂമിയിലൂടെ. അപ്പോൾ അവിടെ ഫ്രാൻസ് അധിനിവേശം നടത്തുന്ന കാലമാണ്. കാർ ഓടിച്ച് പോവാണ്, ഈ ഫക്കീറിൻ്റെ അടുത്തുകൂടെ കാർ ഓടിച്ച് പോകുമ്പോൾ ആ കാറ് നിർത്തിയിട്ട് ഈ ഫക്കീറിനോട് പറഞ്ഞു, ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നിങ്ങൾ സൗദിയിലേക്ക് ഹജ്ജിനാണല്ലോ പോകുന്നത്, നടന്നു പോവുകയാണല്ലോ. ഞങ്ങൾ ഈ കാറ് കൊണ്ട് നിങ്ങൾ എത്തുന്നതിനേക്കാൾ 100 മടങ്ങ് വേഗതയിൽ എത്താം. മാത്രമല്ല ഞങ്ങൾ വിമാനം ഉപയോഗിക്കുന്നുണ്ട്, അത് മണിക്കൂറുകൾ കൊണ്ടെത്താം എന്ന് പറഞ്ഞ് ബോസ്റ്റ് ചെയ്തപ്പോൾ ഈ സൂഫി ചോദിച്ചു, ഇത്ര വേഗതയിൽ പോയിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാന്ന് ചോദിച്ചു. അപ്പോൾ ഈ സൂഫി പോകുന്നത് ഒരു സ്ഥലത്ത് ഇറങ്ങുന്നു, ഒരു മരുപ്പച്ചയിൽ ഇറങ്ങുന്നു, അവിടുത്തെ ആളുകളോട് ഇൻട്രാക്ട് ചെയ്യുന്നു, സംസാരിക്കുന്നു, ഇടപെടുന്നു. ഹി ഹാസ് എ റീസൺ ടു എക്സിസ്റ്റ്. അയാളൊരു നാളേക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയ്ക്ക് വേണ്ടി അയാൾ എക്സിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു റീസൺ ഉണ്ട് എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓൾവേസ്. അതുകൊണ്ട് തന്നെ അയാൾ ഒരിക്കലും ഇറലവൻ്റ് ആയി പോകുന്നില്ല. ഹി ഹാസ് എ മീനിങ്, ദർ ഇസ് നോ അൺസർട്ടനിറ്റി എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ സൂഫി അത്ഭുതപരതന്ത്രനായി ചോദിക്കുകയാണ്, അത് ടെക്നോളജിയും മനുഷ്യൻ്റെ റീസൺ ഓഫ് എക്സിസ്റ്റൻസും തമ്മിലുള്ളൊരു എൻഗേജ്മെൻറ്റ് നടക്കുകയാണ് അവിടെ. ഇത്ര വേഗതയിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാനാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നേരത്തെ സാറ് സൂചിപ്പിച്ചൊരു സംഭവമുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ കയ്യിലൊരു കത്തി കിട്ടിക്കഴിഞ്ഞാൽ, കത്തി ഒരു ടൂളാണ്. കത്തി എവിടെ പ്രയോഗിക്കണം, എങ്ങനെ പ്രയോഗിക്കണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുക. നമ്മുടെ ഏജൻസി നമ്മുടെ കയ്യിലാണ്, നമ്മുടെ കർത്തൃത്വം നമ്മുടെ കയ്യിലാണ്. അപ്പോൾ അതിനനുസരിച്ച് കത്തി പെരുമാറുള്ളൂ. പക്ഷേ AI ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ AI ഇറ്റ്സെൽഫ് ഈസ് എൻ ഏജൻറ്റ്. AI ഒരു ഏജൻ്റായി പോകുന്നു. അപ്പം നമ്മുടെ കർത്തൃത്വം നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സിനാരിയോ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത്, മതങ്ങൾക്ക് പ്രസക്തിയില്ല, ട്രാൻസെൻഡൻ്റായ എത്തിക്സും മൊറാലിറ്റിയും ഒന്നും ആവശ്യമില്ല, എല്ലാം മനുഷ്യൻ തീരുമാനിക്കും, പുറത്തു നിന്നൊന്നും ഇറക്കേണ്ട ആവശ്യമില്ല, മനുഷ്യൻ്റെ കാര്യങ്ങളൊക്കെ മനുഷ്യൻ തീരുമാനിക്കും, അവൻ്റെ സ്വാതന്ത്ര്യം, അവൻ്റെ ഫ്രീഡം ഓഫ് ചോയ്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും മുൻനിർത്തിയിട്ടാണ് യൂറോപ്പിൽ നിന്നും പുതിയൊരു മതം, സെക്യുലർ എന്നൊരു മതം മുന്നോട്ട് വന്നത്. അതിൻ്റെ ഏറ്റവും ബേസിക് ഫൗണ്ടേഷൻ ഫിലോസഫി എന്തായിരുന്നു? ഹ്യൂമനിസം ആയിരുന്നു. മനുഷ്യനാണ് എല്ലാത്തിൻ്റെയും കേന്ദ്രം. ഗോഡ് സെൻട്രിക് ആയിരുന്നു പൂർവാധുനിക സമൂഹങ്ങൾ. അതിനെ ഹ്യൂമൻ സെൻട്രിക്കിലേക്ക് മാറ്റിയതായിരുന്നു ആധുനികത ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം എന്ന് നമ്മൾ വിലയിരുത്തുന്നു, ഉപകാരം എന്ന് മറ്റുള്ളവർ വിലയിരുത്തുന്നു. അപ്പോൾ ഹ്യൂമൻ സെൻട്രിക്കിലേക്ക് ലോകം മാറി. അങ്ങനെ അവൻ്റെ മൊറാലിറ്റി അവൻ തീരുമാനിക്കുന്നു, അവൻ്റെ ഫ്രീഡം ഓഫ് ചോയ്സ് എല്ലാം അവന് എൻജോയ് ചെയ്യുന്നു. അങ്ങനെ ഒരു ലോകം ജർമ്മൻ ഫിലോസഫേഴ്സും ഫ്രഞ്ച് ഫിലോസഫേഴ്സും എല്ലാവരും പോസ്റ്റ് എൻലൈറ്റ്മെൻറ്റ് പീരീഡിൽ എല്ലാവരും അതിനെക്കുറിച്ച് സ്വപ്നം കണ്ടു. അങ്ങനെ മനുഷ്യനായിരുന്നു എല്ലാത്തിൻ്റെയും കേന്ദ്രം. ഇതേ ആധുനികത ഇപ്പോൾ പ്രസവിച്ചിരിക്കുന്നത് ഈ മനുഷ്യൻ്റെ തന്നെ അന്തകനെയാണ്, അവരുടെ തന്നെ ലോജിക്ക് വെച്ച് നോക്കിയാൽ. കാരണം ഈ മനുഷ്യൻ ഇല്ലാതായി പോകുന്നു. യുവാൽ ഹരാരിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനുഷ്യനെ റീപ്ലേസ് ചെയ്യും, ആ ഒരു രീതിയിലുള്ള എവല്യൂഷനിലേക്ക് പോകും. ഇപ്പം അദ്ദേഹം അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അത് വിശദീകരിച്ചു വന്നു. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ നമുക്ക് കാണാൻ പറ്റും. ഹീസ് എൻ അഡ്വക്കേറ്റ് ഓഫ് ടെക്നോളജിക്കൽ സിംഗുലാരിറ്റി.
ടെക്നോളജിക്കൽ സിംഗുലാരിറ്റിയാണ് അദ്ദേഹം വാദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം സിംഗുലാരിറ്റി നമുക്കൊക്കെ അറിയാം, ഫിസിക്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഒരു ബ്ലാക്ക് ഹോൾ അവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ നിയമങ്ങളും അപ്രസക്തമായിരിക്കും. അപ്പോൾ മനുഷ്യനെ മനുഷ്യനാക്കുന്ന എല്ലാ നിയമങ്ങളും അപ്രസക്തമാവുകയും അതെല്ലാം അതിൻ്റെ എല്ലാം ഏജൻസി ഇവർ ഏറ്റെടുക്കുകയും AI ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഈ അവസരത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, മനുഷ്യൻ എന്തെല്ലാം നേടിയിട്ടുണ്ടെങ്കിലും ടെക്നോളജിയെ മനുഷ്യൻ വിലയിരുത്തിയത് അവൻ്റെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് എന്നായിരുന്നു. ഇവിടെ കാറുകൾ വന്നു, മനുഷ്യൻ്റെ ട്രാവലിങ്ങിൻ്റെ വലിയൊരു സാധ്യതകൾ തുറന്നു കിട്ടുകയും വലിയൊരു അളവോളം പ്രയാസങ്ങൾ ഇല്ലാതാവുകയും ചെയ്തു. പക്ഷേ ആക്സിഡൻറ്റുകൾ വരുന്നതോടുകൂടി ആളുകൾ കൊല്ലപ്പെടുന്ന ഒരു സഫറിങ് മനുഷ്യൻ ഇല്ലാതാക്കി അടുത്തൊരു സഫറിങ് ഇതിൻ്റെ ഫലമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. രണ്ടാമത്തത് മാസ് പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ആയിരുന്നു. ആളുകളുടെ ദാരിദ്ര്യം കുറഞ്ഞു, ഒരുപാട് ആളുകൾക്ക് ഫുഡ് കിട്ടി. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ മനുഷ്യർക്ക് ഉള്ള ഫുഡ് ആസ്വദിച്ച് കഴിക്കാൻ പറ്റാവുകയും ഒബീസിറ്റി ഉണ്ടാവുകയും ചെയ്തു, പൊണ്ണത്തടി ഉണ്ടാവുകയും ചെയ്തു, അൺഹെൽത്തി ആയ ഫുഡ് കയറിപ്പോയി. മൂന്നാമത് മെഷീനുകൾ. ഒരു എക്സാമ്പിൾ നമ്മൾ എടുത്തു നോക്കുക. മെഷീനുകൾ എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ കൊയ്ത്ത് യന്ത്രങ്ങൾ വന്നു, എല്ലാ കാര്യങ്ങളിലും മെഷീൻ വന്നു, അലക്കു യന്ത്രം വന്നു, തെങ്ങ് കയറുന്ന യന്ത്രം വന്നു, ഒരുപാട് യന്ത്രങ്ങൾ വന്നു. ഇതോടുകൂടി മനുഷ്യൻ വർക്ക് ചെയ്യാതായി, അവൻ്റെ ശരീരം വർക്ക് ചെയ്യാതായി. അപ്പോൾ ആ ടെക്നോളജി കൊണ്ട് മനുഷ്യന് ഇങ്ങനൊരു ഉപദ്രവം കൂടി വന്നു. എക്സസൈസ് എന്നുള്ളത് പിന്നെന്തായി, അവൻ ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്യേണ്ട സാഹചര്യം വന്നു. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റർ വന്നപ്പോൾ ഒരുപാട് കൺവീനിയൻസ് നമുക്കുണ്ടായി, നമ്മുടെ കൂട്ടാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു. അങ്ങനെ പലതും വന്നപ്പോഴും ഒരു സൈഡിൽ നമ്മൾ നേടുമ്പോൾ ഒരു സൈഡിൽ നഷ്ടപ്പെടുന്നു. അപ്പോൾ മനുഷ്യൻ ടെക്നോളജിയിൽ എത്രത്തോളം മുന്നോട്ട് പോകുന്നു അത്രത്തോളം അവൻ്റെ കയ്യിലുള്ള പല കാര്യങ്ങളും ഇനാക്റ്റീവ് ആവുകയും അത് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് വരികയും ചെയ്തു. കമ്പ്യൂട്ടർ വന്നപ്പോഴും മാത്രമല്ല, അതിനൊക്കെ നമ്മളൊരു ഹൈർ പ്രതീക്ഷിച്ചു, അതിനപ്പുറത്തൊരു ഷെറ് വരികയും ചെയ്യുന്നൊരു സാഹചര്യം വന്നു. അപ്പോൾ ഇങ്ങനൊരു അവസരത്തിൽ ഇനി AI വന്നു കഴിയുമ്പോൾ എൻഡ് ഓഫ് ഡിസയർ എന്നാണ് പറഞ്ഞത് ഒന്ന്. രണ്ട്, എൻഡ് ഓഫ് ഡിസീസ് എന്നാണ് പറഞ്ഞത്. യുവൽ ഹരാരി സാപ്പിയൻസിൽ പറയുന്നുണ്ട്, അങ്ങനെ ഒരിക്കലും മരിക്കാത്തൊരു ഘട്ടം വന്നു കഴിഞ്ഞാൽ അതോടുകൂടി മനുഷ്യൻ്റെ പെയിൻ ആരംഭിച്ചു എന്നുള്ളതാണ്. കാരണം നമ്മളിപ്പോൾ ജീവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്ന് നമുക്കൊരു വേദന ഉണ്ടതുകൊണ്ടാണ് നാളെ നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നത്. ഇന്ന് നമുക്കൊരു റിസ്ക് ഉണ്ടായത് കൊണ്ടാണ് നാളെ ഒരു കാര്യം അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നത്. സന്തോഷം പോലും നിലനിൽക്കുന്നത് എപ്പോഴാണ്? നിരാശ ഉണ്ടാകുമ്പോഴാണ്. നിരാശയും വേദനയും ഉണ്ടായതുകൊണ്ടാണ് ദുഃഖം എന്താന്ന് പോലും നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. ഖൈറും ഷെറും അള്ളാഹു ഇറക്കി തന്നതാണല്ലോ. എൻഡ് ഓഫ് ഡിസയർ വന്നു കഴിഞ്ഞാൽ ഇനി ഒന്നും ആഗ്രഹിക്കാനില്ല. ആഗ്രഹിക്കുന്നത് മുഴുവൻ നമ്മുടെ ഹ്യൂമണോയിഡ് റോബോട്ട് നടപ്പാക്കി തരുന്ന സാഹചര്യം വന്നാൽ ദർ ഈസ് നോ റീസൺ ടു എക്സിസ്റ്റ്. മനുഷ്യർ ലോകത്തെ ഏറ്റവും വലിയ ഷെറുള്ള ജീവിയായി മാറാനുള്ളൊരു സാധ്യത ഉണ്ട്. യുവൽ ഹരാരി സാപ്പിയൻസ് അവസാനിക്കുന്നത് അങ്ങനെയാണ്. തൻ്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാകാത്ത ദൈവതുല്യനായ ഈ മനുഷ്യൻ അത്ര ഡേഞ്ചറസ് ആയൊരു ജീവി പിന്നെ ലോകത്ത് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ AIൻ്റെ ഡേഞ്ചറിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേസമയം മനുഷ്യൻ എങ്ങനെ ഡേഞ്ചറസ് ആവും എന്നത് കൂടി ഇതിനോട് പാരലായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അതേസമയം എല്ലാ കാര്യങ്ങൾക്കും ഒരു സോഷ്യൽ മീനിങ് ഉണ്ട്, അല്ലേ? ഇപ്പോൾ AI ഒരു പിടി ചാരം കണ്ടാൽ ആ ചാരം എടുത്ത് ഒഴിവാക്കാനുള്ളതാണ് എന്നാണ് AI മനസ്സിലാക്കുക, ഹ്യൂമണോയിഡ് മനസ്സിലാക്കുക. കാരണം അതിൻ്റെ ഫിസിക്കൽ പാറ്റേൺ നോക്കിയിട്ടാണ് അത് ചാരമാണെന്ന് മനസ്സിലാവുക. നേരെ മറിച്ച് ഒരാൾ തൻ്റെ അച്ഛൻ്റെ ചിതാഭസ്മം ഒരു പാത്രത്തിലാക്കി വെച്ചാൽ AI ചിലപ്പോൾ ഒറ്റ നോട്ടത്തിൽ അതിൻ്റെ ആ ഒരു ഫിസിക്കൽ മീനിങ് അതിന് കിട്ടും, കാര്യം എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ സോഷ്യൽ മീനിങ് AIക്ക് പിടികിട്ടൂല. എന്ന് പറഞ്ഞാൽ AI ഇനി അത് കണ്ടുപിടിക്കാൻ പോകുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പോഴുള്ള നമ്മളുടെ ഒരു കൺസെപ്ഷൻ അനുസരിച്ച് അപ്പോൾ ഈ ആരുടെ ചിതാഭസ്മമാണോ ആ പാത്രത്തിൽ വെച്ചിട്ടുള്ളത് അയാളുടെ മകന് ഇതിൻ്റെ മീനിങ് കൃത്യമായി കിട്ടും, ഇതിൻ്റെ വിർച്യു, ഇതിൻ്റെ വാല്യൂ കിട്ടും. കാരണം അയാൾ ആ അച്ഛന് ജനിച്ച പുത്രനാണ്, ആ അച്ഛൻ്റെ കൂടെ ജീവിച്ചതാണ്, അവർ തമ്മിൽ വൈകാരികമായ ഘട്ടങ്ങളും ബന്ധങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അയാൾ മരിച്ചപ്പോൾ ഇയാൾ കണ്ണീരണിഞ്ഞിട്ടുണ്ട്. അത് മുഴുവൻ ഘനീഭവിച്ച് നിൽക്കുന്ന ഒരു പിടി ചാരമാണ് ഇയാളെ സംബന്ധിച്ചിടത്തോളം ഈ ചാരം. ഇത് വെറും ഒരു ചാരമല്ല, ഇത് ചിതാഭസ്മമാണ്, ഇത് ഗംഗയിൽ ഒഴുക്കാനുള്ളതാണ് എന്നാണ് അയാളെ സംബന്ധിച്ചിടത്തോളം. അതാണ് അതിൻ്റെ സോഷ്യൽ മീനിങ്. അപ്പോൾ അവിടെ ഒരു ഫിലോസഫിയിൽ ഒരു പ്രോബ്ലം പറയുന്നത് സിമ്പിൾ ഗ്രൗണ്ടിങ് പ്രോബ്ലം എന്നാണ്. സിമ്പിൾ ഗ്രൗണ്ടിങ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു മീനിങ്, ഇതിൻ്റെ മീനിങ് എംബഡീഡ് ആണ്. കോഗ്നിറ്റീവ്
മൈൻഡിൻ്റെ ഫിലോസഫിയിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. മീനിങ് ഈസ് എംബഡീഡ്. ഒരു വസ്തുവിന് ഒരു അർത്ഥം വരല് അതിൻ്റെ ഫിസിക്കൽ പാറ്റേൺ മാത്രം നോക്കിയിട്ടല്ല, മറിച്ച് അത് എംബഡീഡാണ് അർത്ഥം. നമ്മളത് എവിടെ ഉപയോഗിക്കുന്നു, നമ്മൾ മനുഷ്യന്മാരോട് ഇൻട്രാക്ട് ചെയ്തിട്ട് ഒരു പ്രത്യേക മീനിങ് അതിന് കൈവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ മീനിങ് കൈവരുന്നത് സൊസൈറ്റിയിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ്. ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്യാനുള്ള സൊസൈറ്റി ഇനി ഇല്ല എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ഇൻട്രാക്ഷൻ എന്നുള്ളത് ഒരു ആഡംബര പരിപാടിയായിട്ട് തീരും. അപ്പോൾ മനുഷ്യൻ എല്ലാവരും ഒറ്റക്കൊറ്റക്കായി മാറും. 1800കളിൽ ഒരു പരസ്യം വന്നിരുന്നു, ഇനി മുതൽ ഫോൺ എല്ലാവരുടെയും കയ്യിലുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഒരു പഴയ പത്ര കട്ടിങ് വന്നിരുന്നു. ലാൻഡ് ഫോൺ കണ്ടെത്തി കുറച്ച് കാലം കഴിഞ്ഞിട്ടുള്ള ഒരു പത്ര കട്ടിങ്ങിൽ, പത്രത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, അതിൽ പറയുന്നുണ്ട്, ഒരു ന്യൂസ്, കാര്യമായിട്ടൊരു ന്യൂസ് കൊടുത്തിരിക്കുകയാണ്, ഇനി മുതൽ മൊബൈൽ എല്ലാവരും ക്യാരി ചെയ്ത് കൊണ്ട് നടക്കും. അന്ന് അതൊരു ന്യൂസായിരുന്നു. പിന്നീട് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമായിട്ട് അത് മാറി. അതേസമയം ഇനി AI വരുമ്പോൾ സംഭവിക്കുന്നത് ഇതുപോലെ മൊബൈൽ പോലെ ചിലപ്പോൾ ടെക്നോളജിക്കൽ സിംഗുലാരിറ്റിൻ്റെ ഒരു സമയം പറയുന്നത് 2045. ആ സമയം വരുമ്പോഴേക്കും നമ്മുടെ എല്ലാവരുടെയും കൂടെ എന്തുണ്ടാവും? ഒരു ഷെയ്ത്താൻ കരീൻ ഉണ്ടാവും എന്ന് പഠിച്ചോ പറഞ്ഞവരെ ഒരു ഹ്യൂമണോയിഡ് റോബോട്ട് ചിലപ്പോൾ ഉണ്ടാവാം, നമുക്കറിയില്ല. ഇപ്പം ആലോചിച്ച് നമുക്ക് ചിരി വരുന്നുണ്ട്, പക്ഷേ ഉണ്ടാവാം. ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല, പിന്നെ എന്തിന് മനുഷ്യന് എക്സിസ്റ്റ് ചെയ്യാൻ ഒരു റീസൺ വേണമെന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊക്കെ റിവീൽഡ് നോളജ് മനസ്സിലാക്കിയ ആളുകളാണ്, മാരിഫുൽ വഹി മനസ്സിലാക്കിയ ആളുകളാണ്. വാട്ട് ഈസ് ടു സാക്രിഫൈസ് ഫോർ? നമ്മൾ എന്തിനു വേണ്ടി സാക്രിഫൈസ് ചെയ്യണം? നമ്മൾ എന്തിനു വേണ്ടി സ്നേഹിക്കണം? നമ്മൾ എന്തിനു വേണ്ടി നീതി നടപ്പാക്കണം? നമ്മൾ എന്തിനു വേണ്ടി സത്യസന്ധരാവണം? ഈ ചോദ്യങ്ങൾ മുഴുവൻ മനുഷ്യന് പ്രസക്തമാണ്. കാരണം മനുഷ്യന് അമാനത്തും ഉണ്ട്, ഖിലാഫത്തും ഉണ്ട്, തക്ലീഫും ഉണ്ട്. അള്ളാഹുവിൻ്റെ ഖലീഫയാണ് ഭൂമിയിൽ. അമാനത്ത് കിട്ടിയിട്ടുണ്ട്, തക്ലീഫും കിട്ടിയിട്ടുണ്ട്. ഇത് എന്തെല്ലാം AI വന്നു കഴിഞ്ഞാലും ഈ അമാനത്ത് എപ്പോഴും മനുഷ്യനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളൊരു സാഹചര്യമുണ്ട്. അതേസമയം AIക്ക് ഇങ്ങനെ അമാനത്ത് ഉണ്ടാവില്ല, തക്ലീഫും ഉണ്ടാവില്ല. ഈ ഒരു വ്യത്യാസം, അടിസ്ഥാനപരമായ വ്യത്യാസം അപ്പോഴും നിലനിൽക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനതിൻ്റെ എത്രത്തോളം AI നമ്മെ റീപ്ലേസ് ചെയ്യും എന്നതിൻ്റെ ഗ്രാവിറ്റിയെ കുറച്ച് കാണിച്ച് പറയല്ല. ചിലപ്പോൾ മുഴുവൻ റീപ്ലേസ് ചെയ്തേക്കാം. പക്ഷേ റിഡൻഡൻ്റ് ആയി കഴിഞ്ഞ മനുഷ്യൻ ചിലപ്പോൾ കൂടുതൽ എന്തായിരിക്കാം, ഡേഞ്ചറസ് ആവാം. അപ്പോൾ അവനൊന്ന് തിരിച്ച് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ഇത്ര റിഡൻഡൻസി പാടില്ല, കുറച്ച് കാര്യങ്ങൾ നമ്മൾ സ്വയം ചെയ്യേണ്ടി വരും. നമ്മളിപ്പോൾ ജിമ്മിൽ പോണത് പോലെ ഇനിയിപ്പോൾ കോഗ്നിറ്റീവ് ജിമ്മ് വരാൻ പോവുകയാണ്. കാരണം എന്താ, AIക്ക് എല്ലാം നിങ്ങളൊക്കെ എത്രയോ അസൈൻമെൻറ്റുകൾ AIനെ കൊണ്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരികയാണ്. അപ്പോൾ ഈ ചിന്ത എന്നുള്ള പരിപാടി നിലനിർത്താൻ നിങ്ങൾക്ക് കോഗ്നിറ്റീവ് ജിമ്മ് ചെയ്യേണ്ടി വരും. നിങ്ങളിപ്പോൾ ജിമ്മ് പോണില്ലേ, ബോഡി റെഡിയാക്കാൻ വേണ്ടി എന്നപോലെ മൈൻഡായിട്ട് നിലനിർത്താൻ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? കോഗ്നിറ്റീവ് ജിമ്മ് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ചെയ്യുന്ന ആളുകൾ നല്ല ബുദ്ധിയുള്ളവരായിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യൻ 100% റിഡൻഡൻ്റ് ആയി കഴിഞ്ഞാൽ, എൻഡ് ഓഫ് ഡിസയറും എൻഡ് ഓഫ് ഡിസീസൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ദർ ഇസ് നോ റീസൺ ടു എക്സിസ്റ്റ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ചിലപ്പോൾ ആത്മഹത്യ, ഒരുപാട് ഇതേപോലുള്ള ഒരു എക്സ്പോണൻഷ്യലി ജോമെട്രിക് പ്രോഗ്രഷനിൽ മനുഷ്യന്മാർ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പോഴും നമുക്ക് പ്രസക്തമാണ് എന്ത്? അള്ളാഹുവിൻ്റെ അമാനത്തും ഖിലാഫത്തിനെയും കുറിച്ച് പ്രബോധനം ചെയ്യുന്നത് അപ്പോഴും പ്രസക്തമായിരിക്കും. അങ്ങനെ ആകുമ്പോൾ ഒരാത്മഹത്യയിൽ നിന്നും ഈ മറ്റു കാര്യങ്ങളിൽ നിന്നും റിഡൻഡൻ്റ് ആവുന്ന എല്ലാ മാർഗങ്ങളിൽ നിന്നും മനുഷ്യന്മാർ വിട്ടു നിന്നേക്കാം എന്നാണ് അതിനെ വിലയിരുത്താൻ, ആ ഒരു രീതിയിൽ വിലയിരുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ പിന്നെ എനിക്കൊരു ചോദ്യമായിട്ടുള്ളത് ഈ ഒരു ഞാൻ നേരത്തെ എംബഡീഡ് മീനിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് റഷീദ് സാഹിബ് ഉന്നയിച്ചിരിക്കുന്നത്. അതായത് പർപ്പസ് എന്താണ്, നമ്മുടെ എക്സിസ്റ്റൻസ് എന്താണ് എന്നുള്ളതാണ്. ഇങ്ങനെ എല്ലാം ചെയ്തു തരുന്നൊരു AI വരുമ്പോൾ നമ്മളെ റോള് എന്താണെന്നുള്ള, അവിടെയാണ് നമ്മൾ റോള് ഉണ്ട് എന്നുള്ളതാണ്. എന്താണ് നമ്മളെ റോള് എന്ന് പറഞ്ഞു തരാം. ഓക്കെ, നമ്മൾ ഒരു 200 വർഷം മുമ്പ് നമ്മൾ ആരോടെങ്കിലും പറയാണ് ബുർജ് ഖലീഫ ഉണ്ടാക്കാൻ പറ്റും, 162 ഫ്ലോറുള്ള ബിൽഡിംഗ് ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുകയോ? ആരും വിശ്വസിക്കില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് എന്താന്ന് പറഞ്ഞാൽ, ഇപ്പം ഈ പ്രപഞ്ചം സൃഷ്ടിച്ച നാഥനാണ് പടച്ചോൻ അള്ളാഹു എന്ന് പറയുന്നത്. യൂണിവേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഖുർആനിലും ഹദീസിലും ഒക്കെ കാണുന്നത്. യൂണിവേഴ്സിനെ കുറിച്ചാണ്. ഈ യൂണിവേഴ്സിറ്റിൽ നമ്മൾ എർത്ത് എന്ന് പറയുന്ന ഭാഗം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ആ എർത്ത് എന്ന് പറയുന്നത് എത്രയാണ് യൂണിവേഴ്സിറ്റിൻ്റെ എത്ര വലിപ്പം കാണും?
ഒരു കടുക് മണി പോലെ ഒരു തരിയാണ്. ആ തരിൽ നിന്നിട്ട് പടച്ചോന് ഹദീസിലും ഖുർആനിലും എന്താണ്, എൻ്റെ സൃഷ്ടിപ്പിനെ നോക്കൂ എന്നാണ് പറയുന്നത്. എന്നെ കാണണമെങ്കിൽ എൻ്റെ സൃഷ്ടിപ്പിലേക്ക് നോക്കൂ എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ യൂണിവേഴ്സിനെ കണ്ടിട്ടില്ല. നമുക്ക് ഈ ഓഗുമെന്റേഷൻ കിട്ടുന്ന സമയത്ത് നമ്മുടെ ക്യൂരിയോസിറ്റി മുഴുവൻ എന്താണ്, നമ്മൾ ആരാണ്, നമ്മൾ എവിടെ നിന്നാണ് വന്നത്, അതിൻ്റെ ഒന്നും അർത്ഥം നമുക്ക് അറിയില്ല. നമ്മളിപ്പോൾ ഈ കോണ്ടെക്സ്റ്റ് ചെയ്യുന്ന ജോബാണ് പ്രധാനമായിട്ടും. നമ്മൾ ജോബിന്റെ ലെൻസിൽ നിന്നാണ് നോക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന്, ഈ ജോബ് എന്ന് പറയുന്നത് 200 വർഷം മുമ്പ് ജോബ് ഇല്ലായിരുന്നു. മനുഷ്യന്റെ നീഡ് എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് സന്തോഷം. നമ്മൾ ഹിയറാർക്കിക്കൽ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ ഭക്ഷണവും റീപ്രൊഡക്ഷനും മാത്രം മതി എന്നുള്ളതാണ് സന്തോഷം. ഈ ജോബൊക്കെ എന്തുണ്ടായതാണ്? നമുക്ക് 110 വർഷമായിട്ടുള്ളൂ. അതിൻ്റെ മുന്നേയും മനുഷ്യൻ ഇനിയും മുന്നോട്ട് പോകും. നമ്മളെ പർപ്പസ് മാറി. നമ്മൾ പടച്ചോന്റെ സൃഷ്ടിപ്പ് ഇനിയും നമുക്ക് കാണാൻ കിടക്കുകയാണ്. അപ്പം നമുക്കറിയാം, ശൈത്താൻ ശപിക്കപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ ഖുർആനിൽ കേട്ടിട്ടുണ്ട്. എവിടെയാണ് കേട്ടിരിക്കുന്നത്? അവിടെ പറയുന്നത് എന്താണ്? ഞാൻ ഈ ഭൂമിയെ സൃഷ്ടിച്ചിരിക്കുന്നു. ഓക്കെ, ഇതിൻ്റെ ഉത്തരവാദിത്തം ആരെ ഏറ്റെടുക്കുമെന്ന് പറയുന്നുണ്ട്. അവിടെ എല്ലാ അർവാഹുകളെയും മലക്കുകളെയും എല്ലാവരും ഒരുമിച്ച് കൂട്ടിയിട്ട് ചോദിച്ചു, ആരെ ഏറ്റെടുക്കും? ദുർബലനായ മനുഷ്യൻ പറഞ്ഞത് എന്താണ്? ഞാൻ ഏറ്റെടുക്കും. അവിടെ പടച്ചോൻ എന്ത് ചെയ്തിട്ടുണ്ട്? മനുഷ്യനെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് പറഞ്ഞാൽ, നമ്മളെ പർപ്പസ് ഡിഫറെൻ്റ് ആവുന്നതെന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇപ്പോഴുള്ള ലെൻസിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവില്ല. അതായത് പോലെ ഒരു 150 വർഷം മുമ്പ് 200 വർഷം മുമ്പ് ബുർജ് ഖലീഫ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. നമ്മളെല്ലാം ചന്ദ്രനിൽ പോകും, ഇവിടെ പോകും. പടച്ചോന്റെ സൃഷ്ടിപ്പുകളെ നമ്മൾ എന്ത് കാണും? അവിടെയും കൂടുതലും മതത്തിന് ഇമ്പോർട്ടൻസ് ആണ് വരാൻ പോകുന്നത്. മതത്തെ നിരാകരിക്കുന്നില്ല. മതത്തെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? അൺഫോൾഡിങ് ഓഫ് ഗോഡ് എൻജിനീയറിംഗ് എന്ന് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. അതായത് പടച്ചവന്റെ എൻജിനീയറിംഗ് നമ്മൾ കണ്ടെത്തി, അത്രയേ ഉള്ളൂ അതില്. അപ്പൊ ഒരിക്കലും നമ്മുടെ ഒരു മതത്തിന്റെ ഇമ്പോർട്ടൻസോ അല്ലെങ്കിൽ മനുഷ്യന്റെ ഇമ്പോർട്ടൻസോ അവിടെ പോകുന്നില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ കാര്യത്തിൽ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ പടച്ചവനോട് എന്ത് വരും? അതായത് AI ഓഗുമെന്റേഷൻ വരുന്ന സമയത്ത് യഥാർത്ഥ മതത്തെ ആര് കണ്ടെത്തും? AI കണ്ടെത്തും. ഇപ്പൊ നമ്മൾ ഹൈപ്പോത്തിസിസിലാണ് കിടക്കുന്നത്. പല ചോദ്യത്തിനും നമുക്ക് മറിഞ്ഞതിൽ വിശ്വസിച്ചാലേ ദൈവത്തെ വിശ്വസിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വിശ്വസിക്കാൻ കഴിയില്ല. അപ്പൊ ഓഗുമെന്റേഷൻ വരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തും എന്നുള്ളതാണ് നമുക്ക് ഓഗുമെന്റേഷൻ. അപ്പൊ ഒരിക്കലും മനുഷ്യന്റെ ഇമ്പോർട്ടൻ്റ് ഇവിടെ നശിക്കാൻ പോകുന്നില്ല, മതങ്ങളുടെ ഇമ്പോർട്ടൻസും നശിക്കാൻ പോകില്ല. യഥാർത്ഥ മതത്തെ കണ്ടെത്തപ്പെടും എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്. എക്സാക്ട്ലി. ഞാൻ മുമ്പ് പല വേദികളും പറഞ്ഞതാണ്, ഈഗോയിസ്റ്റിക് കാറുകളും അൾട്രോയിസ്റ്റിക് കാറുകളെയും കുറിച്ച് യുവാൽ ഹരാരി പറയുന്ന ഒരു സിനാരിയോ. അതായത് എന്തുകൊണ്ട് ഇത്രയും സയൻസും ടെക്നോളജിയും വികസിച്ച് വന്നാലും എത്തിക്സ് പ്രധാനമാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കാൻ വേണ്ടി പറയുന്നൊരു എക്സാമ്പിളാണത്. അപ്പോൾ ഒരു റോട്ടിലൂടെ ഒരു കാറ് പോകുന്നു, ഓട്ടോമാറ്റിക് കാറാണ്. ഇപ്പോൾ US വന്നു, നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. വയമോ എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൻ്റെ ഒരു കാറ് നിങ്ങൾ കയറി ഉണ്ടാവും ചിലപ്പോൾ. ടെസ്ല, ആമസോണിൻ്റെ പല കാറുകളും വന്നു തുടങ്ങി. ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോൾ എൻ്റെയൊക്കെ മക്കൾ, ഞാൻ ഇപ്പം എൻ്റെ 5-6 വയസ്സുള്ള എൻ്റെ മക്കളൊക്കെ നോക്കി ഞാൻ വിചാരിക്കും അവന് ലൈസൻസ് എടുക്കേണ്ട ആവശ്യം വരില്ല. മിക്കവാറും ഇവരൊക്കെ മലപ്പുറം സിംഗപ്പൂരാക്കി കഴിഞ്ഞാൽ അത്തരം കാറുകളൊക്കെ ഇവിടെ വരും എന്നുള്ളത് തന്നെയാണ് നമ്മളെ പ്രതീക്ഷ. ഞാൻ സീരിയസ് ആയി പറഞ്ഞത്, നമുക്കറിയില്ല ഇത് എങ്ങനെയാണ്. ഈവൻ മലപ്പുറത്ത് ഒരുപക്ഷെ നമ്മളൊക്കെ പേരക്കുട്ടികൾ കാറും കാണില്ല, നമ്മളൊക്കെ ഡ്രോണിലാണ് പോവുക. റോഡ് എന്ന് പറയുന്നത് ഒരു മാക്സിമം പോയ 10 വർഷം ഡ്രോണാണ്. ഇപ്പം അത് ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ പോകുന്ന ഒരു എന്താ പറയുക, നമ്മൾ ബുറാക്കിനൊക്കെ പറയാറില്ലേ? ഇപ്പൊ ബുറാക്ക് പോലെ തന്നെ, ബുറാക്ക് സഞ്ചരിച്ച സ്പീഡ് നമുക്കറിയാം. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ സ്പേസ് എക്സ് പറയുന്നത് എന്താണ്? ഭൂമിയിൽ എവിടേക്ക് സഞ്ചരിക്കാനും മാക്സിമം 45 മിനിറ്റ് ആണ് പറയുന്നത്. ഇപ്പൊ ഡ്രോണിലാണ് അടുത്ത 10 വർഷം കഴിഞ്ഞാൽ നമ്മളൊക്കെ സഞ്ചരിക്കാൻ പോകുന്നത്. അവൻ എൻ്റെ ചോദ്യം, ഞാൻ ഈ വിഷയത്തിൽ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഹംസ ആൻഡ്രിയ സോർസിസിൻ്റെ ദ ഡിവൈൻ റിയാലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. അതിൽ അദ്ദേഹം ഇൻ്റലിജൻസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്ത് മനുഷ്യൻ്റെ കോൺഷ്യസ്നെസ് ഡിഫറൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നിടത്ത് ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു ചൈനീസ് റൂം എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞൊരു എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതായത് ഒരു റൂമിൻ്റെ ഉള്ളിൽ ഒരാൾ ഇരിക്കുകയാണ്. അപ്പോൾ അയാൾക്ക് ഒരു ചൈനീസ് സിംബൽസ് ഉള്ള ലെറ്റേഴ്സ് ഉള്ള ഒരു സംഭവം കൊടുക്കുകയാണ്.
എന്നിട്ട് അതിനൊരു പ്രത്യേക ഓർഡറിൽ പിന്നെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുക. അപ്പോൾ ഈ ഉള്ളിലിരിക്കുന്ന ആൾക്ക് ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ, അയാൾക്ക് ചൈനീസ് അറിയില്ല. പക്ഷെ അയാൾ ആ കിട്ടിയ ഒരു ടൂൾ ബുക്ക്, ഇംഗ്ലീഷിലുള്ള ഒരു ടൂൾ ബുക്ക് അയാളുടെ കയ്യിലുണ്ട്. അതിനനുസരിച്ച് ആ സിമ്പിൾസിനെ അയാൾ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അത് പുറത്തേക്ക് കൊടുക്കുന്നു. അപ്പോൾ ആ റൂമിൻ്റെ പുറത്ത് ചൈനീസ് റൂമിൻ്റെ പുറത്ത് അത് ചൈനീസ് ഭാഷ അറിയുന്ന ആളുകളാണ്. അവരിത് കണ്ടപ്പോൾ കൃത്യമായിട്ട് ഐ ലവ് യു ഫോർ എക്സാമ്പിൾ എന്ന് എഴുതി കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഉള്ളിലുള്ള ആൾക്ക് എന്താ അറിയില്ല, ചൈനീസ് ഭാഷ അറിയില്ല. പക്ഷേ അത് അങ്ങനെ വന്നു. അപ്പോൾ കമ്പ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ അത് സിൻടാക്സ് ആണ്, സിൻടാക്റ്റിക് ലാംഗ്വേജ് ആണ്, അത് സെമാൻറ്റിക്സ് അല്ല. സെമാൻറ്റിക്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അർത്ഥം മനസ്സിലാക്കിയിട്ടാണ് മനുഷ്യൻ സംസാരിക്കുക. ഇന്ന വാക്കിൻ്റെ മീനിങ് ഇന്നതാണ്, അതിൻ്റെ സിമാൻറ്റിക് തലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടാണ് മനുഷ്യൻ സംസാരിക്കുക. പക്ഷെ കമ്പ്യൂട്ടർ സംസാരിക്കുന്നത് സിംബൽസിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് മനുഷ്യൻ്റെ ഉള്ളിൽ റീസണിങ്ങിനുള്ള കപ്പാസിറ്റി ഉണ്ടല്ലോ, അത് അള്ളാഹു പ്രത്യേകം നൽകിയ ഒരു വരദാനമാണ്. അത് കമ്പ്യൂട്ടറിനുണ്ട് എന്ന വാദം ശരിയല്ല എന്ന് സ്ഥാപിക്കാനാണ് ഈ ഉദാഹരണം കൊണ്ടുവരുന്നത്. സ്റ്റിൽ നമ്മൾ വിശ്വസിക്കുന്നത് ഇൻ്റലിജൻസും കോൺഷ്യസ്നെസ്സും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ടെക്നോളജിക്കൽ സിംഗുലാരിറ്റിയുടെ ആ ഒരു സിനാരിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ പറയുന്നത് ഇൻ്റലിജൻസിൻ്റെ എക്സ്പ്ലോഷൻ ഉണ്ടാവുന്ന, അതാണ് ഇപ്പോൾ പുതിയ പറഞ്ഞത്, ഇൻ്റലിജൻസിൻ്റെ എക്സ്പ്ലോഷൻ. ഇപ്പോൾ നമ്മൾ വിവരങ്ങളുടെ വിസ്ഫോടനം എന്ന് നമ്മൾ സോഷ്യൽ മീഡിയ കാലത്തെക്കുറിച്ച് വിശേഷിപ്പിക്കാറുണ്ട് അല്ലേ, ഡിസ്ഇൻഫോർമേഷനും മിസ്ഇൻഫോർമേഷനും. അതേപോലെ ഇനി വരാൻ പോകുന്നത് ഇൻ്റലിജൻസിൻ്റെ എക്സ്പ്ലോഷൻ. അതായത് നമ്മളൊരു AI ഉണ്ടാക്കുന്നു, ആ AI നമ്മളെക്കാൾ സ്മാർട്ടായിട്ട് മറ്റൊരു AI ഉണ്ടാക്കുന്നു, ആ AI അതിനേറെ സ്മാർട്ടായിട്ട് മറ്റൊരു AI ഉണ്ടാകുന്നു. ഇതിന് റീകഴ്സീവ് എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. റീകഴ്സീവ് എന്ന് പറഞ്ഞാൽ അപ്പോഴുള്ള ഫലം വെച്ച് അതിലേറെ ഇരട്ടിപ്പിച്ച് മറ്റൊന്നുണ്ടാക്കുന്നു. ഇങ്ങനെ ഇൻ്റലിജൻസിൻ്റെ എക്സ്പ്ലോഷൻ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഇൻ്റലിജൻസ് മാത്രമേ ആവുള്ളൂ. കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെയാണ് എന്നൊരു വിശദീകരണമാണ് മനുഷ്യനും AI തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ പറയാറുള്ളത്. അപ്പം എൻ്റെ ചോദ്യം, ഈ കോൺഷ്യസ്നെസ് ഇൻ എനി സെൻസ് കോൺഷ്യസ്നെസ് ഈ റോബോട്ട്സിനും AIക്കും അത് ലഭിക്കാൻ പോകുന്നുണ്ടോ? അതിനെക്കുറിച്ചുള്ള തിയറികൾ എന്താണ്? അതിനെക്കുറിച്ച് താങ്കളുടെ ഗവേഷണത്തിൽ ലഭ്യമായ ഇൻസൈറ്റ്സ്? തീർച്ചയായിട്ടും ഇതിന് രണ്ട് വിഭാഗമുണ്ട്. ചിലർ ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്, ഇപ്പം തന്നെ ഉണ്ട് എന്ന് പറയുന്നവരുണ്ട്. ഇപ്പം നമുക്ക് ഈ മേഖലയിൽ ഏറ്റവും അഡ്വാൻസ് ആയിട്ട് നമുക്കറിയാം ക്ലോഡാണ് നിൽക്കുന്നത്. ക്ലോഡ് ഇപ്പോഴേ പറയുന്നത് പേഴ്സൺഹുഡ് ഉണ്ട് എന്നാണ് പറയുന്നത്, വ്യക്തിത്വമുണ്ട് എന്നാണ് ഇപ്പം പറയുന്നത്. കറൻ്റ്ലി പുള്ളിൻ്റെ ആർട്ടിക്കിൾ നോക്കിയപ്പോൾ ഞങ്ങൾ ക്ലോഡിൽ പോയിട്ട് അതിൻ്റെ പേഴ്സണലൈസേഷൻ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിൻ്റെ ഡോക്യുമെൻ്റ് തന്നെ അവൈലബിൾ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രത്യേകിച്ച് നമ്മളൊരു കോണ്ടെക്സ്റ്റ് റഷീദ് സാബ് നമുക്ക് പറഞ്ഞു തന്നു ഒരു ചാരത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ചാരമാണ് എന്ന്. നമ്മൾ എന്തുകൊണ്ട് നമ്മൾ അതിനെ AI കാണേണ്ടത് എങ്ങനെയാണെന്നറിയാം. ഇപ്പം നമ്മളൊരു ഡിജിറ്റൽ സ്പേസിൽ AI കണ്ടിട്ടുള്ളൂ, കോണ്ടെക്സ്ച്വൽ ഇൻ്റലിജൻസ് അതിനില്ല. ഇപ്പം മനുഷ്യൻ്റെ എല്ലാ ഹിസ്റ്ററിയും, ഇപ്പം നേരത്തെ റഷീദ് സാബ് പറഞ്ഞത് റീകേഴ്സീവ് സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് എന്നാണ്. എന്താണ് റീകേഴ്സീവ് സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ മനുഷ്യൻ ലേൺ ചെയ്യുന്നത് റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് എന്ന്. നമ്മളൊരു കാര്യം പഠിക്കും, ചെയ്യും, മിസ്റ്റേക്ക് ചെയ്യും, അതിനെ വീണ്ടും പഠിക്കും. എന്താണ് റീകേഴ്സീവ് സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം AIനോട് നമ്മൾ എന്തെങ്കിലും പ്രോംപ്റ്റ് ചെയ്താൽ AIക്ക് മനസ്സിലായില്ല എന്ന് വെച്ചാൽ ആ സമയത്ത് ബില്യൺസ് ഓഫ് ബോട്ടിനത് ക്രിയേറ്റ് ചെയ്യും. ഇപ്പം AIൻ്റെ അടുത്ത് മനുഷ്യനെ അറിയുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിനെ മനസ്സിലാക്കണേ, എങ്ങനെയാണ് ബ്രെയിൻ ഫങ്ഷൻ ചെയ്യുന്നത്, അതിൻ്റെ കോപ്പി ആയിട്ടാണ് കമ്പ്യൂട്ടർ ഫങ്ഷൻ ചെയ്യുന്നത്. നമ്മൾ ഇതിൻ്റെ ബ്രെയിനിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് ബ്രെയിൻ ഫങ്ഷൻ ചെയ്യുന്നതെന്ന് ആദ്യം നോക്കണം. നമുക്ക് ബില്യൺസ് ഓഫ് ന്യൂറോൺസ് ഉണ്ട്, ട്രില്യൺസ് ഓഫ് സിനാപ്റ്റിക് കണക്ഷൻ. എന്താണ് സിനാപ്റ്റിക് കണക്ഷൻ? ഞാൻ റഷീദ് സാബിനെ ആദ്യമായിട്ട് കാണുന്നു. അപ്പോൾ എൻ്റെ സിനാപ്റ്റിക്കിൽ റഷീദ് സാറിൻ്റെ ഒരു രൂപം വരും. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ്, അതിൻ്റെ ശക്തി പവർ കൂടി വരും. ഇങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്തൊരു ഇൻഫോർമേഷൻ കിട്ടുമ്പോഴും നമ്മളെ അറിവും കഴിവും വെച്ചിട്ട് ഈ സിനാപ്റ്റുകൾ കണക്ട് ചെയ്തിട്ട് റെസ്പോൺസ് തരുന്നതാണ് നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻ. ഇതുപോലെ തന്നെയാണ് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത്. പക്ഷെ കമ്പ്യൂട്ടറിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം ലോകത്തുള്ള മുഴുവൻ നെറ്റ്വർക്കുകളും അറിവുകളും നെറ്റ്വർക്കുകളായിട്ട് ടോക്കനായിട്ട് വെച്ചിരിക്കുകയാണ്. നെറ്റ്വർക്ക് കോഡ് എഴുതുന്ന ആൾക്ക് എന്താണ് റെസ്പോണ്ട് ചെയ്യുക എന്ന് ആർക്കും അറിയില്ല. ഇപ്പം ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഞാൻ റഷീദ്, നിങ്ങളൊക്കെ ബ്രെയിനിൽ ഏതൊക്കെ സിനാപ്റ്റിക് ആണ് കണക്ട് ആണെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല. സിമിലർ വേലി ഇവിടെയാണ് നമ്മുടെ പ്രശ്നം തുടങ്ങുന്നത്. അതായത് എങ്ങനെയാണ് AI ഫങ്ഷൻ ചെയ്യുന്നതെന്ന് മനുഷ്യർക്ക്
അറിയില്ല എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട വിഷയം വരുന്നത്. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ വരുമ്പോൾ എല്ലാം പഠിച്ചു കഴിഞ്ഞു നമുക്കറിയുന്നത്. ഇപ്പൊ ഇതിനെ ഫിസിക്കൽ ലെവലിലേക്ക് ആരാണ് കൊണ്ടുവരിക? നമ്മളുടെ റോബോട്ടിക് കൊണ്ടുവരാണ്. നമ്മളോടൊപ്പം ചെറുപ്പത്തിൽ ഇനി എഡ്യൂക്കേഷനിൽ എങ്ങനെയാണ് പുതിയ എഡ്യൂക്കേഷൻ വരാൻ പോകുന്നത്? കുട്ടികളോടൊപ്പം തന്നെ റോബോട്ടിനെ ഇടുകയാണ് ഒരുമിച്ച് കളിക്കാൻ. ആ കുട്ടിയോടൊപ്പം ആ കുട്ടിയുടെ എല്ലാ ഇമോഷനും എല്ലാം അറിയാം. അപ്പൊ എന്താണ് ഈ ചാരം എന്നുള്ളത് ആർക്കറിയാം? ആ ചാരത്തിന്റെ ഇമ്പോർട്ടൻസും എന്തറിയാം? ഈ വ്യക്തിയിൽ അതിൽ വരുത്തുമ്പോൾ ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്, നമ്മുടെ ഹ്യൂമണിൽ വർക്ക് ചെയ്യുന്നത് 4 കെമിക്കൽസിലൂടെയാണ്. നമുക്കറിയാം അത് ഏതൊക്കെയാണ്? ഡോപ്പമിൻ, സെറോട്ടിൻ, ഓക്സിഡോസിൻ എന്നറിയുന്ന ഇത് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്ന് ആർക്കറിയാം? എഐക്ക് അറിയാവുന്നത് കൊണ്ട് നമ്മളെ ഇമോഷൻ ഏറ്റവും കൂടുതൽ ആരാണ് ഇമോഷണൽ? ഹ്യൂമനെക്കാട്ടി ഇമോഷണലാണ് എഐ. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഞാൻ നിങ്ങൾക്ക് പറയാം. നിങ്ങളെ എന്ത് അൽഗോരിതമാണ് നമ്മൾ സോഷ്യൽ മീഡിയക്ക് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, സോഷ്യൽ മീഡിയ പറയുന്നത് ഇങ്ങനെയാണ്: ആ വ്യക്തിയെ കംപ്ലീറ്റ്ലി ഇമോഷണലി പഠിക്കണം. പഠിച്ചതിന് ശേഷം ആ വ്യക്തിയെ ഇമോഷണൽ ടച്ച് ചെയ്യുന്ന വീഡിയോസ് ഇടണം. അയാളുടെ ആ ഐഡിയോളജിയെ കണ്ടെത്തിയിട്ട് അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോയും അയാൾക്ക് കാണിച്ചു കൊടുക്കാൻ പാടില്ല. അത് എന്തിനു വേണ്ടി എഴുതിയിരിക്കുകയാണ്? കാരണം അറ്റൻഷൻ സ്പാന് ഇവിടുന്ന് യൂട്യൂബ് പറയുന്നു ഇൻസ്റ്റഗ്രാമിനെ ക്രോസ് ചെയ്യണം. കാരണം സ്ക്രീൻ ടൈം ആണ് വരേണ്ടത്. അപ്പൊ ഏറ്റവും കൂടുതൽ എഐനെ പഠിപ്പിച്ചിരിക്കുന്നത് എന്താണ്? ഇമോഷൻസ് ആണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് വരുന്ന അടുത്ത വീഡിയോ നമ്മളെ ആശയത്തിനെ അനുകൂലിക്കുന്ന വീഡിയോ ആയിരിക്കും. പ്രതികൂലിക്കുന്ന വീഡിയോ നമുക്ക് കിട്ടാറില്ല. അപ്പൊ നമ്മളിപ്പോ എന്ത് എഐയോട് പറഞ്ഞു ഒരു തിരുത്തുകൾ ട്രൈ ചെയ്തു, ഇറ്റ്സ് എൻ അമേസിങ് സ്റ്റെപ്പ്, യു ഹാവ് ഡൺ എ ഗ്രേറ്റ് ജോബ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ സുഖിപ്പിച്ചിട്ടേ ബാക്കി എന്ത് തരുള്ളൂ? ഇത് തരുള്ളൂ. അപ്പൊ ഇമോഷന്റെ കാര്യത്തിൽ എന്തുണ്ട്? എഐ ഓൾറെഡി മുന്നിലാണ്. ഇമോഷൻ എന്താണെന്ന് ചോദിക്കാം. അപ്പം ഐ ലവ് യു എന്ന് എങ്ങനെ പറയണം എന്നതാണ്. നമുക്ക് എല്ലാം നേരത്തെ പറഞ്ഞ മാതിരി വേർഡുകൾ കൊണ്ടാണ്. ഏറ്റവും കൂടുതൽ ഇപ്പൊ അടുത്ത വേർഡ് എന്താണെന്ന് പ്രവചിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ആർക്കാ ഇത് പറ്റുന്നത്? എഐക്കാ പറ്റുന്നത്. ലാംഗ്വേജ് കൊണ്ട് കളിക്കുകയാണ്. ഇമോഷൻ ലാംഗ്വേജിലൂടെയും ബോഡി ആക്ഷനിലൂടെ. ഇത് ആർക്കാണ് കൂടുതൽ പറ്റുക? നമ്മളെക്കാട്ടി നന്നാക്കി ആർക്ക് ചെയ്യാൻ പറ്റും? എഐക്ക് അതിന് എന്ത് ചെയ്യാം? സ്റ്റിമുലേറ്റ് ചെയ്യാം. അത് ഒറിജിനൽ അല്ല. നമ്മളെ ചോദ്യം വരുന്നത് എവിടെയാണ്? എന്താണ് കോൺഷ്യസ്? കോൺഷ്യസ് അല്ലെങ്കിൽ സെന്റിയൻസ് ഇതിനുണ്ടാവോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം വരുന്നത്. പക്ഷെ ഇത് ഉണ്ടായിട്ടില്ലെങ്കിൽ തന്നെ അപകടമാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഇത് ഏത് മാതിരി എന്ന് വെച്ചാൽ, നമ്മള് കാക്കയും പറവകളും പറക്കുന്ന മാതിരിയല്ല എയറോപ്ലെയിൻ പറക്കുന്നത്. പക്ഷെ എൻഡിൽ ഒബ്ജക്റ്റീവ് എന്തായി? മീറ്റ് ചെയ്തു. ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്താൽ പോരെന്നാണ്. കോൺഷ്യസ് വേണമെന്നില്ല, അതൊരു വേറെ തരം ജീവിയാണ്. അപ്പോഴും നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ എന്തൊക്കെ സെന്റിയൻസ് കിട്ടിയിട്ടില്ലെങ്കിലും ഇത് പ്രശ്നമാവും എന്നുള്ളതാണ്. ഇപ്പൊ എന്താണ് ഈ സിംഗുലാരിറ്റി എന്നത് നമുക്ക് നോക്കാം. സിംഗുലാരിറ്റി 2045 എന്നൊക്കെ പറയുന്നത് റേ കേഴ്സലായിരുന്നു. അതേസമയത്ത് എലോൺ മസ്ക് പറയുന്നത് ഈ 3 വർഷം കൊണ്ട് നടക്കുന്നതാണ്. റേ കേഴ്സലാണ് പറയുന്നത്. എന്താണ് ഈ സിംഗുലാരിറ്റി എന്ന് പറയുന്നത്? ഇപ്പം നമ്മൾ ഇന്റലിജൻസിനെ 3 സ്റ്റേജുകളായിട്ടാണ് കണക്കാക്കുന്നത്. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ നേരോ ഇന്റലിജൻസ്, ANI എന്ന് പറയും. എന്താണ് ANI എന്ന് പറയുന്നത്? ഒരു പ്രോബ്ലത്തെ മെഷീൻ സോൾവ് ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പണ്ട് കാലത്ത് അമ്മി കൊണ്ട് അരച്ചിരുന്നു, തിരുമ്പു കല്ലുകളാണ്. അതിനെ ഇലക്ട്രിസിറ്റി വന്നപ്പോൾ എന്തായി? മിക്സിയാക്കി മാറ്റി, വാഷിംഗ് മെഷീനാക്കി മാറ്റി. ഇതിനെയാണ് ആർട്ടിഫിഷ്യൽ നേരോ ഇന്റലിജൻസ് എന്ന് പറയുന്ന സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ്. എന്താണ് ഈ ആർട്ടിഫിഷ്യൽ ജനറൽ? എന്തൊക്കെ ഹ്യൂമൺ പോസിബിൾ ആണോ അതൊക്കെ ആർക്കും പറ്റും, എഐക്കും പറ്റും എന്നാണ്. ഈക്വൽ ടു ഹ്യൂമൺ. ആ സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇന്റലിജൻസ് അല്ലെങ്കിൽ ഈ ടെക്നോളജിക്കൽ സിംഗുലാരിറ്റി എന്ന് പറയുന്നത് 1 ട്രില്യൺ ഹ്യൂമാനിറ്റിയുടെ ബ്രെയിനിന്റെ കഴിവ് $1,000 കമ്പ്യൂട്ടറിന് കിട്ടുന്നതിനെയാണ് പറയുന്നത്. ഇപ്പം ഡോക്ടർ റേ കേഴ്സൽ 2045 പറഞ്ഞെങ്കിൽ എലോൺ മസ്ക് പറയുന്നത് അടുത്ത 3-4 വർഷത്തിൻ്റെ ഉള്ളിൽ ഇത് സംഭവിക്കും. ലോകം മുഴുവൻ ഇന്ന് ചൈനയും അമേരിക്കയും ഫൈറ്റ് ചെയ്യുന്നത് ASIക്ക് വേണ്ടിയിട്ടാണ്. ChatGPTയുടെ സ്ലോഗൻ തന്നെ അതെയാണ്, ഞങ്ങൾ ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇന്റലിജൻസ്. ആരാണോ ആ സ്റ്റേജ് അച്ചീവ് ചെയ്യുന്നത് അവര് അടുത്ത 100 വർഷത്തെ ലോകം റൂൾ ചെയ്യുമെന്നുള്ളതാണ്. അതിൽ നമ്മൾ വളരെ പിന്നിലാണ് കിടക്കുന്നത്. അത് പിന്നിലാകുമ്പോൾ നമ്മളെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു നോക്കൂ.
എൻഡ് ഓഫ് ജോബാണ് സംഭവിക്കുക. അടുത്ത 10 വർഷത്തിൻ്റെ ഉള്ളിൽ 80% ജനങ്ങളെ ജോലി പോവാണ്. ഇന്ത്യയുടെ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കണം, ഞാനും നിങ്ങളും മനസ്സിലാക്കുക. ഇന്ത്യൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണ്? ഏറ്റവും കൂടുതൽ യൂത്തുള്ള സ്ഥലമാണ് നമ്മളത്. ഓക്കെ, ഇപ്പോൾ എലോൺ മോസ്ക് പറയുന്നത് ഈ കാലഘട്ടത്തിൽ യൂണിവേഴ്സൽ ബേസിക് ഇൻകം ആണ് കൊടുക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂണിവേഴ്സൽ ബേസിക് ഇൻകം എന്ന് പറയുന്നത് ഗവൺമെന്റ് നമുക്ക് ഭക്ഷണത്തിനും കാര്യത്തിനൊക്കെ പൈസ തരണം. ഇന്ത്യയിൽ നിന്ന് നമുക്കത് കിട്ടും തോന്നുന്നുണ്ടോ? ഇല്ല. ഇവിടെ ഏറ്റവും വലിയ കലാപമാണ് പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് AI അറിയില്ലെങ്കിൽ, AIനെ അതായത് പഠിക്കാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ, നമ്മൾ മലപ്പുറവും ഈ കേരളവും അതിൻ്റെ ഏറ്റവും വലിയ വിക്ടിമാകാൻ പോവുകയാണ്. കാരണം എന്താണ്? പ്രധാനമായിട്ടും നമുക്കുള്ളത് എന്താണ്? 90% നമ്മളെ പണം വരുന്നത് എവിടുന്നാണ്? മിഡിൽ ഈസ്റ്റിൽ നിന്നാണ്. ഓക്കെ, മിഡിൽ ഈസ്റ്റിൽ 2 കോണ്ടെക്സ്റ്റ് ഇഷ്യൂ ഉണ്ട് നമുക്ക്. ഒന്നാമത്തെ ഇഷ്യൂ പശ്ചിമേഷ്യൻ വാറ്. ഈ വാറിൽ ഇറാന് ശക്തി തെളിച്ചിരിക്കുകയാണ്. ഇറാന് ലോകത്തെ 4ാമത്തെ വേൾഡ് പവർ ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയുള്ള പ്രശ്നം എന്താണ്? GCC ഹോസ്റ്റേജിലാണ്. നമുക്ക് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ഓപ്പൺ ആയിട്ടില്ലെങ്കിൽ GCC ഹോസ്റ്റേജിലാണ്. കാരണം ഇന്ന് ലോകത്തെ ഏറ്റവും 4ാമത്തെ ശക്തി എന്ന് പറയുന്നത് ഇറാനാണ്. നമ്മൾ അമേരിക്ക, ചൈന, റഷ്യ, ഇറാനാണ്. അപ്പൊ ഇറാന് GCCയിൽ നിൽക്കുന്ന പ്രശ്നം എന്താണ്? അപ്പം സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിൽ നിൽക്കുകയാണെങ്കിൽ ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ഒരു സമാധാന തരത്തിലുള്ള കരാർ ഉണ്ടായിട്ടില്ലെങ്കിൽ GCC നമ്മളൊക്കെ ഭാവിയെ എഫക്റ്റ് ചെയ്യും. ഇനി US സംബന്ധിച്ചിടത്തോളം പ്രശ്നം എന്താണ്? ഇറാന്റെ 2 സ്ട്രാറ്റജികൾ. ഒന്നാമത്തെ സ്ട്രാറ്റജി എന്തായിരുന്നു? അമേരിക്കന്റെ GCCയിലുള്ള എല്ലാ ബേസിനെയും അടിച്ചിട്ടു. ഓക്കെ, ലോകത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ട സ്ഥലത്ത് അടിച്ചിട്ടപ്പോൾ അമേരിക്ക ഭരിക്കുന്നത് എങ്ങനെയാണ്? 800 മിലിറ്ററി ബേസുകളും. മറ്റുള്ള എല്ലാ രാജ്യങ്ങളും ഇന്ന് അമേരിക്കയോട് ചോദിക്കുന്നത് എന്താണ്? നിങ്ങളെ ഞങ്ങൾക്ക് എന്തിനു വേണം? നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പണവും കാര്യം തന്ന രാജ്യത്തെ നിങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ അമേരിക്കനെ സംബന്ധിച്ചിടത്തോളം നാണം കെട്ട ഒരു സിറ്റുവേഷനിലാണ് കിടക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ വാറ് ലോങ് റണ്ണിൽ ജയിക്കൽ നിർബന്ധമാണ്. ഇപ്പൊ അവരിങ്ങനെ നിൽക്കുന്നത് നോക്കണ്ട. ഇനി ജയിക്കണമെങ്കിൽ അവരുടെ അടുത്ത് 2 സ്ട്രാറ്റജിയാണുള്ളത്. ഒന്നാമത്തെ സ്ട്രാറ്റജി എന്താണ്? ന്യൂക്ലിയർ ബോംബ്. പ്രയാസമാണ് അതിട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും, ഇൻക്ലൂഡിങ് ഇസ്രായേലിന്. അപ്പൊ അത് രണ്ടാമത്തത് എന്താണ്? ബൂട്ട് ഓൺ ദ ഗ്രൗണ്ട്, കരസേന അറ്റാക്ക് കൊടുക്കുക. പക്ഷെ കരസേന എന്ന് പറയുന്നത് അവർക്ക് ഈസി ആയിരിക്കില്ല. കാരണം ജിയോഗ്രഫി അവർക്ക് എതിരാണ്, ഇറാന് ഫേവറാണ്. ഇറാനെ സംബന്ധിച്ച് യുദ്ധം അവർ ഒരുപാട് കണ്ടതാണ്. പക്ഷെ നമ്മൾ അവിടെ ഒന്നല്ല പേടിക്കേണ്ട, അവിടെ വേറൊരു സാധനത്തിലാണ് നമ്മളൊക്കെ പേടിക്കുന്നത്. നോക്കൂ, നമ്മളിലൊക്കെ ഇന്ന് ഇവിടൊക്കെ ഓടുന്നത് ഗൾഫുകാർ തന്നതാണ്. നമ്മളെ ഈ ബ്ലഡ് ഒക്കെ അവരതാണ്. അതിനൊന്നും സംഭവിക്കരുത്. നമ്മൾ പേടിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ മുന്നേ 2 വാറ് നടന്നിരുന്നു. ഒന്ന് യമൻ വാർ ലാസ്റ്റിൽ നടന്നത്, സൗദിയുടെ നേതൃത്വത്തിൽ നാറ്റോയും GCC ഒരുമിച്ച് യമൻ വാർ നടന്നിരുന്നു. അതിന്റെ മുന്നേ ഒരു കുവൈത്ത് വാർ നടന്നിരുന്നു. കുവൈത്തും GCCയും നാറ്റോയും. ഇതിന്റെ ഭാഗമായിട്ട് ഇൻ കേസ് ബൂട്ട് ഓൺ ദ ഗ്രൗണ്ട് വന്നു കഴിഞ്ഞാൽ യമനികൾ സൗദിയിലുണ്ടാവും, യമൻ പട്ടാളം. കുവൈത്തിൽ ഇറാഖി പട്ടാളം ഉണ്ടാവും. ബാക്കിയുള്ളിടത്തൊക്കെ ഇറാൻ പട്ടാളം ഉണ്ടാകും. 2-3 ദിവസം മതി. ഇതൊന്നും ഒരിക്കലും സംഭവിക്കരുത്. സംഭവിച്ചാൽ നമ്മുടെ ലൈഫിനൊക്കെ പ്രശ്നം വരും. GCCക്ക് പ്രോബ്ലം ഉണ്ട്. അപ്പം GCC ഇപ്പം നമ്മൾ എന്തിനാണ് എന്നെ പോലത്തെ ആളൊക്കെ വന്നത് ഇവിടെ? നമ്മൾ സ്വയം പര്യാപ്തതയിലേക്ക് മാറേണ്ടിയിരിക്കുന്നു. സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മൾ ചിന്തിക്കണം, നമ്മളെ നാട്ടിൽ നമുക്ക് ജോലി വേണം. മൈഗ്രേഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇതാണ് ഒന്നാമത്തെ കോണ്ട്. ഒരിക്കലും ആ ഒരു സെനാരിയോ വരരുത്. നമ്മളൊക്കെ പ്രാർത്ഥിക്കണം അതിനു വേണ്ടിയിട്ട്. കാരണം എന്താണ്? ഇന്ന് നമ്മളെ മദ്രസ, കോളേജ്, സ്ഥാപനങ്ങളൊക്കെ എന്തുകൊണ്ട് ഓടുന്നതാണ്? GCCനെ കൊണ്ട് ഓടുന്നതാണ്. അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അങ്ങനെ ഒരു സാഹചര്യം വരരുത്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ സ്വയം അതിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളണം. ഒന്നാമത്തത്. രണ്ടാമത്തത് നമ്മൾ പേടിക്കേണ്ടത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കൂ, ഇന്ന് എനർജി വിപ്ലവമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആദ്യം കൊണ്ടുവരാൻ പോകുന്നത്. നിങ്ങൾ ഇന്റർനെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഹുവായി എന്ന് പറയുന്ന ബാറ്ററി, ഹുവായിയുടെ കാറിന്റെ ബാറ്ററി 3000 കിലോമീറ്റർ ഓടും. 5 മിനിറ്റ് ചാർജ് ചെയ്താൽ മതി. 5000 കിലോമീറ്റർ ഓടുന്ന വെഹിക്കിള് റെഡി അടുത്ത 3 വർഷത്തിൻ്റെ ഉള്ളിൽ. 5 മിനിറ്റ് ചാർജ് ചെയ്താൽ. GCC നിലകൊള്ളുന്നത് എന്തിലാണ്? എനർജിയിലാണ്. എനർജി ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്നത് ലോജിസ്റ്റിക്കിലാണ്. ആ സമയത്ത് എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും GCCക്ക് എന്ത് തന്നെയായാലും പഴയ മാതിരിയുള്ള ഓരോ 100 വർഷത്തിലും വരുന്ന മാറ്റങ്ങളാണ്.
അത് ഓരോ പണ്ട് ഇറാഖായിരുന്നു ബെറ്റർ, നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ ചരിത്രത്തിന്റെ ഭാഗമാണ്. അപ്പം നമ്മൾ പേടിക്കേണ്ടത് എന്താണ്? നമ്മൾ ഇവിടെ സ്വയം പര്യാപ്തം, നിങ്ങളെ പോലത്തെ സ്ഥാപനങ്ങൾ ഇത്തരം കോൺസെപ്റ്റുകളൊക്കെ ഡിബേറ്റ് ചെയ്യണം, ഇവിടെയുള്ള ആളുകൾക്ക് മാതൃകയാകണം. നിങ്ങൾ ഇത്തരം സ്ഥലത്താണ് ഇത് ഡിബേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞത് എന്താണ്, നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ് ടെക്നോളജി എന്താണെന്ന് മനസ്സിലായല്ലോ. ഇപ്പൊ ഇത് എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ ലോകത്ത് ഈ കോമ്പറ്റീഷനിൽ 2 പേര് മാത്രമാണുള്ളത്, ചൈനയും അമേരിക്ക. ഇന്ത്യക്ക് ഒരു പക്ഷേ AI എന്താണെന്ന് അറിയില്ല എന്നുള്ളതാണ്. ഇന്ത്യക്ക് അറിയില്ല എങ്ങനെയാണ് AI ഇമ്പാക്റ്റ് വരാൻ പോകുന്നതെന്ന് അറിയില്ല. കാരണം ലോകത്തെ ഏറ്റവും വലിയ വ്യക്തികൾ നമ്മളാണ്. എന്തുകൊണ്ട് നമ്മൾ ആവുന്നതെന്ന് വെച്ചാൽ, നമുക്ക് 2 വരുമാനമാണ്. ഒന്ന്, 500 ബില്യണോളം വരുന്ന പണം നമുക്ക് വരുന്നത് NRI റെമിറ്റൻസ്, GCC നിന്നും മറ്റു രാജ്യങ്ങളും. ഇതിന് ആര് ബാധിക്കും? മറ്റുള്ള രാജ്യത്തെ ജനങ്ങൾക്ക് ജോലി നഷ്ടപ്പെടുമ്പോൾ അവനവന്റെ രാജ്യത്തിൽ വിദേശികൾ എന്ത് ചെയ്യും? പുറത്താക്കപ്പെടും. അതുകൊണ്ട് എന്താണ്, 2030 ശേഷം ജനങ്ങൾ തിരിച്ചു വരും. ഒന്നാമത്തെ പ്രശ്നം റെമിറ്റൻസ് ഇല്ല. രണ്ടാമത്തെ ഏറ്റവും വലിയത് എന്താണ്, നമുക്ക് കിട്ടുന്ന IT വർക്ക് ഫോഴ്സാണ്. AI കോഡ് മനുഷ്യൻ എഴുതിയ AI ഹാക്ക് ചെയ്യും. ഒരിക്കലും ഇനി മനുഷ്യന് കോഡ് എഴുതേണ്ട ആവശ്യമില്ല. അപ്പം നമുക്കുള്ള നഷ്ടത്തിനാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനം നേടിത്തരുന്ന IT വർക്ക് ഫോഴ്സ് ഇല്ലാണ്ടാവുകയാണ്. ഇതിനും നമുക്ക് ഉത്തരമില്ല. ഈ 2 സൈഡിലാണ് നമ്മളൊക്കെ ചിന്തിക്കുകയും നമ്മളൊക്കെ ഉണർന്ന് പ്രവർത്തിക്കുകയും വേണം. നമ്മളൊക്കെ ഈ നാടിന് വേണ്ടി, സെൽഫ് സഫിഷ്യൻസിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് നമ്മൾ ഇവിടെ ഉണ്ടാക്കേണ്ട സമയമായിരിക്കുന്നു എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇൻഷാ അല്ലാ, ഞാൻ നേരത്തെ കാറുകളെ കുറിച്ച് പറഞ്ഞ അങ്ങോട്ട് ചാടിപ്പോയി തോന്നുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്, അതും കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുക. ഓട്ടോമാറ്റിക് കാറ് സഞ്ചരിക്കുന്നു. അപ്പോൾ ഹൈവേയിലേക്ക് ബോൾ ചേസ് ചെയ്തിട്ടൊരു കുട്ടി ഓടി വരുന്നു. അപ്പോൾ 2 ഓപ്ഷനാണ് ആ കാറിനുള്ളത്. ഡ്രൈവർ ഇല്ല, ഡ്രൈവർ പിന്നിൽ കിടന്നുറങ്ങുകയാണ്. കാറിന് 2 ഓപ്ഷനാണുള്ളത്. ഒന്ന് ആ ഓടി വരുന്ന കുട്ടിയെ രക്ഷപ്പെടുത്തി തൊട്ടപ്പുറത്ത് പോയ ട്രക്കിലിടിച്ച് ബാക്കിൽ കിടന്നുറങ്ങുന്ന കാർ ഓണറെ ലൈഫിന് റിസ്ക് ചെയ്യാം, അപകടപ്പെടുത്താം എന്നാണ് ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ, പിന്നെ കുട്ടിയെ രക്ഷപ്പെടുത്താതെ കുട്ടിയെ ഇടിച്ചു പോവാം, എന്നിട്ട് കാറിൻ്റെ ഓണറെ ലൈഫിനെ രക്ഷിക്കാം. അപ്പം ഇതിൽ ഏത് ഓപ്ഷൻ എടുക്കും എന്നുള്ളത് ഒരു ഫിലോസഫിക്കൽ എത്തിക്കൽ ക്വസ്റ്റ്യനാണ്. അത് എൻജിനീയർമാർ, അത് ഡിസൈൻ ചെയ്യണ എൻജിനീയർമാർ, ഇതിൻ്റെ അൽഗോരിതം സെറ്റ് ചെയ്യുന്ന എൻജിനീയർമാർ എന്ത് തീരുമാനമെടുക്കുന്നു അതിനനുസരിച്ചാണ് ആ കാർ ആക്ട് ചെയ്യുക. അപ്പോൾ ഹരാരി പറയുന്നത്, ഭാവിയിൽ മെക്കാനിക്കൽ എൻജിനീയർമാർക്ക് എന്ത് പഠിപ്പിക്കേണ്ടി വരും? ഐഡിയോളജിയും എത്തിക്സൊക്കെ എല്ലാം പഠിപ്പിക്കേണ്ടി വരും. അത് പഠിപ്പിച്ചാലേ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ഈ ടെൻഷനില്ല, അവൻ്റെ വികാരം അപ്പോഴെങ്ങനെയാണോ അൺകോൺഷ്യസ് ആയിട്ട് മനുഷ്യൻ ചില കാര്യങ്ങൾ അപ്പോൾ ചെയ്യും അല്ലേ. അപ്പം അങ്ങനത്തെ സിനാരിയോ വരികയാണെന്നുണ്ടെങ്കിൽ മനുഷ്യൻ അൺകോൺഷ്യസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും. ബാക്കി അലല്ല, അത്ര ചിന്തിച്ചാൽ മതിയായിരുന്നു മനുഷ്യർക്ക്. പക്ഷേ AI ആവുമ്പോൾ ഇത് മുഴുവൻ ആദ്യം സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ എത്തിക്സും ഐഡിയോളജിയും ഒക്കെ കൂടുതൽ പ്രസക്തമാവുന്ന ഒരു യുഗത്തിലേക്കും കൂടെയാണ് നമ്മൾ കടക്കുന്നതെന്നാണ് വ്യക്തിപരമായിട്ട് ഞാൻ വിലയിരുത്തുന്നത്. അപ്പോൾ എനിക്കൊരു കാര്യം പറയുള്ളത്, നമ്മൾ നേരത്തെ കുറച്ചൊരു രസകരമായ കുറച്ച് സിനാരിയോസ് പറഞ്ഞല്ലോ. അപ്പോൾ ഇവരൊക്കെ ഒന്ന് വണ്ടറടിച്ചിരുന്നു. സമാനമായി ഇപ്പോൾ മലപ്പുറത്ത്, ഇപ്പോൾ നേരത്തെ നിങ്ങൾ ഡ്രോണിലേ പോകുള്ളൂ, കാറന്നെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. സമാനമായ കുറച്ച് കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ, ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവരൊന്നും കൂടി എനർജറ്റിക് ആവും തോന്നുന്നു. ഭക്ഷണം കഴിച്ച് വന്നിരിക്കുകയാണ്. പിന്നെ മാത്രമല്ല, ഇനി ഭാവിയിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഒരു വളരെ കോൺക്രീറ്റ് ആയിട്ട് ഇന്ന പദ്ധതികൾ നമ്മൾ ചെയ്യുന്നു എന്നതിനെ കുറിച്ചും കൂടി വിശദീകരിച്ചാൽ വളരെ നന്നായിരുന്നു. ഇൻഷാ അല്ലാഹ് സദസ്സിലെ ചോദ്യങ്ങളിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ ഇപ്പം തന്നെ ഒരു കോണ്ടെക്സ്റ്റ് പറഞ്ഞു, കാറിൻ്റെ ഒരു ഡിലമ സിറ്റുവേഷൻ. അല്ല, കുട്ടീൻ്റെ ലൈഫ് സേവ് ചെയ്യണോ അതല്ല ഇതിൻ്റെ സേവ് ചെയ്യണം? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് എന്താന്ന് പറഞ്ഞാൽ, ഇനീഷ്യലി ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ ഏത് മാതിരിയാണ് വരുന്നത്, ടെക്നോളജി വരുന്നതെന്ന് വെച്ചാൽ, ആഫ്രിക്കയിൽ പോയി കഴിഞ്ഞാൽ ആഫ്രിക്കയിലെ ആളുകൾ നോക്കിയ ഫോൺ കണ്ടിട്ടില്ല, സ്മാർട്ട് ഫോണാണ് കണ്ടത്. അതുമാതിരി ഇത്തരം സ്ഥലങ്ങളിലൊക്കെ എന്താണ് വരിക, ഇനി ഡ്രോണാണ് വരിക. ഇപ്പം ഈ കോണ്ടെക്സ്റ്റേ എന്തില്ലാണ്ടായി. ഇപ്പം ഡ്രോണിലാവുമ്പോൾ മനുഷ്യൻ്റെ ഈ പ്രശ്നമില്ലല്ലോ. ഇപ്പം ഈ ഡ്രോൺ ടെക്നോളജി എന്ന് പറഞ്ഞാൽ വളരെ ഈസി ടെക്നോളജിയാണ്. അത് ഒരിക്കലും ഈ ആക്സിഡൻറ്റ് 1.29 മില്യൺ ആളുകളാണ് ആക്സിഡൻറ്റിൽ മരിക്കുന്നത്. ആ പാർട്ടേ ഇല്ലാണ്ടാക്കി കളയും. കാരണം ടെക്നോളജി അതിലും ഈസിയായ ടെക്നോളജി എന്താണ് മനുഷ്യൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ റെഡിയാത്ത ഇല്ല. അപ്പൊ ജോലിയെ കുറിച്ച് നമുക്ക് വേവലാതിപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല.
എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ജോലി എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് മനുഷ്യന്റെ ഇടയിൽ എവല്യൂഷന്റെ ഭാഗമായിട്ട് വന്ന ഒന്നാണ്. അപ്പം നമുക്ക് ജോലി ഇല്ലാത്തൊരു കാലം എന്ന് പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ? നേരത്തെ നമ്മൾ സന്തോഷത്തിന്റെ ഒരു കാര്യം പറഞ്ഞു. ദുഃഖമില്ലാണ്ട് ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ല. ഇപ്പൊ AI നമ്മളെ ദുഃഖത്തിലൂടെ കൊണ്ടുപോയിട്ട് തന്നെയാണ് സന്തോഷം നമുക്ക് കിട്ടുള്ളൂ. എല്ലാം ഇൻസ്റ്റന്റേനിയസ് കിട്ടിയാൽ ഇപ്പൊ നമ്മൾ പറയാറുണ്ട്, സ്വർഗത്തിൽ ചെന്നാൽ നമ്മൾ മുന്നിൽ ആലോചിച്ചതൊക്കെ കിട്ടുകയാണെങ്കിൽ പിന്നെ സ്വർഗത്തിന്റെ മീനിങ് എന്താണ്? മീനിങ് ഇല്ല അവിടെ. ഇപ്പൊ നിങ്ങൾക്ക് ആഗ്രഹിച്ചതൊക്കെ നിങ്ങളെ മുന്നിൽ കിട്ടുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളെ മുന്നിലുള്ള സ്വർഗം എന്ന് പറയുന്നത്? സിമിലർ മാതിരി തന്നെ. പക്ഷെ അതിന്റെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഈസി ആയിട്ട് ആർക്കും അറിയാം, ഈ കെമിക്കൽസിന് അറിയാം എന്നുള്ളതാണ്. അതുകൊണ്ട് ആ സൈഡിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾക്ക് കിട്ടാൻ പോകുന്ന ലൈഫ് എന്ന് പറയുന്നത് വളരെ നല്ല കാലമാണ്. ഒന്ന്, അധ്വാനിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ കണ്ടെത്തിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിലുള്ള വ്യാപൃതരാക്കി അതിലൂടെയാണ് എന്ത് തരാ? സന്തോഷം തരാ എന്നുള്ളതാണ്. അപ്പൊ ആ ഇതിനെക്കുറിച്ച് നമ്മൾ വെറി ആവേണ്ട ആവശ്യമില്ല. ഇനി മൂന്നാമത്തെ ഒരു പാട്ട് എൻഡ് ഓഫ് മണിയാണ്. പണത്തിന്റെ ആവശ്യകത ഇല്ലാത്ത കാലഘട്ടത്തിലേക്കാണ് വരുന്നത് നമ്മൾ. പണം എന്ന് പറയുന്നത് എവല്യൂഷനിൽ മനുഷ്യനുണ്ടാക്കിയ ഒന്നാണ്. 99% ഓഫ് ദ പീപ്പിൾ 99% ഓഫ് ദ ടൈം എന്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്? പണത്തെ കുറിച്ചാണ്. പണം ഇവിടെ അവസാനിക്കുകയാണ്. പണത്തിൻ്റെ ഒക്കെ ലൈഫ് മാക്സിമം 15 കൊല്ലമാണ്. പണത്തിൻ്റെ ഒരു ആവശ്യകത നമുക്കില്ല. എങ്ങനെയാണ് ഈ ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത്? നമ്മൾക്ക് എങ്ങനെയാണ് വരാൻ പോകുന്നത്, ഫ്യൂച്ചർ വരാൻ പോകുന്നത്? നോക്കൂ, ഏറ്റവും കൂടുതൽ മെറ്റീരിയൽ സയൻസിലാണ് റെവല്യൂഷൻ വരുന്നത്, പ്രൊഡക്ഷനിൽ. അപ്പം നമ്മൾ എന്തൊരു പ്രൊഡക്റ്റ് വരുന്ന സമയത്തും അതിനൊരു മാനുഫാക്ചറിങ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ആ മാനുഫാക്ചർ ചെയ്യുന്നതിന് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാകും. ഡിസ്ട്രിബ്യൂട്ടർക്ക് ഒരു ഹോൾസെയിലർ ഉണ്ടാവും, ഒരു റീറ്റെയിലർ ഉണ്ടാവും, എൻഡ് യൂസർ ആണ് കസ്റ്റമർ. പക്ഷെ പുതിയ മോഡൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഈ മലപ്പുറത്ത് എല്ലാവർക്കും എന്ത് വേണമെന്ന് ആർക്കറിയാം? ഇപ്പം എനിക്കൊരു സാധനം വേണമെങ്കിൽ ഞാൻ ആദ്യം എൻ്റെ ഫ്രണ്ട്സിനോട് പറയും, എൻ്റെ മക്കളോട് പറയും, എൻ്റെ ഫാമിലിനോട് പറയും, ശേഷം ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യും. AI സംബന്ധിച്ചിടത്തോളം ഞാൻ ആരാണെന്നും എന്താണ് സെർച്ച് ചെയ്യുന്നു, എൻ്റെ പോക്കറ്റിൽ എത്ര പൈസ ഉണ്ടോ, എൻ്റെ സ്പെൻഡിങ് എന്താണെന്നൊക്കെ AIക്ക് അറിയാം. ഇപ്പം വരുന്നത് എന്താണ്? മാനുഫാക്ചറർ സൈഡിൽ ഏജന്റിക് AIൻ്റെ കാലഘട്ടമാണ്. അപ്പോൾ ഏജന്റിക് AI എന്ന് പറയുന്നത് എന്താണ്? ഏകദേശം 700ഓളം കോർ പ്രൊഫഷനുകളുണ്ട്. ഈ പ്രൊഫഷനെല്ലാം AIനെ നമ്മൾ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞു. ആ AI ഇപ്പം നമുക്ക് എൻഡ് യൂസർക്ക് എന്താ വേണ്ടതെന്ന് അറിയാം. എൻഡ് യൂസറെ വിളിക്കുകയാണ്. അയാൾ ഉറങ്ങുകയാണോ കളിക്കുകയാണോ എന്നും ആർക്കറിയാം? AIക്ക് അറിയാം. ആ വ്യക്തിയെക്കുറിച്ച് നല്ല ധാരണ AI ആണ്. അവൻ്റെ ചെറുപ്രായത്തിലുള്ള ഫ്രണ്ട്സുമായിട്ടാണ് അവൻ സംസാരിച്ച് തുടങ്ങുന്നത്. അത്രയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ AIക്ക് പറ്റുന്നുണ്ട്. ഇങ്ങനെ മാനുഫാക്ചർ ഏജന്റിക്ക് AIനെ സബ്സ്ക്രൈബ് ചെയ്യാൻ 10,000 ഉറുപ്യ പോലും വേണ്ട. ഈ ഏജന്റിക്ക് AIക്ക് എല്ലാ കോളുകളും ഏത് ഭാഷ വേണം സംസാരിക്കാം. ഒരേ സമയത്ത് 1 ബില്യൺ കോൾ ചെയ്യാം. ഡയറക്റ്റ് വിളിക്കുമ്പോൾ എൻഡിൽ 60% വില കുറച്ചിട്ടാണ് ആർക്ക്? എൻഡ് യൂസർക്ക് കസ്റ്റമറെ കിട്ടുന്നത് അല്ലേ? അത് സ്റ്റെപ്പ് നമ്പർ 1. അപ്പൊ ഏജന്റിക്ക് AI ആണ് ഇനി വരുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകൂടി നോക്കുക, മാനുഫാക്ചർ എടുത്താണ് 35% നിൽക്കുന്നത്. ഈ 35% അവിടെ റോബോട്ടിക് വരാൻ പോവുകയാണ്. കംപ്ലീറ്റ്ലി റോബോട്ട് AI ഏറ്റെടുക്കും ഈ മാനുഫാക്ചറിൽ. അതായത് നമുക്കെല്ലാവർക്കും ഭാവിയിൽ 0 കോസ്റ്റിൽ എല്ലാം കിട്ടുന്ന അർത്ഥം. പണത്തിൻ്റെ ഒരു ആവശ്യകത ഇവിടെ അവസാനിക്കുകയാണ്. പണം ആവശ്യമില്ലാത്ത കാലഘട്ടമാണ് വരാൻ പോകുന്നത്. നമ്മൾ പേടിക്കേണ്ട ഇത്ര മാത്രമാണ് പേടിക്കേണ്ടത്. നമ്മുടെ ഇവിടെ നിൽക്കുന്ന ഡെമോക്രസി, നമ്മളിപ്പോൾ ഭരിക്കുന്ന ഡെമോക്രസി അല്ലെങ്കിൽ ഡിക്റ്റേറ്റർഷിപ്പാണ്. ഇതിലൊക്കെ പ്രശ്നങ്ങൾ വരുമെന്നുള്ളതാണ്. ഇങ്ങനത്തെ ഒരു കാലഘട്ടം വരുന്ന സമയത്ത് ഇവിടെ എന്ത് വരും? കലാപം വരും എന്നുള്ളതാണ്. അതിനെയാണ് നമ്മളൊക്കെ പേടിപ്പെടുത്തുന്നത്. കാരണം പെട്ടെന്ന് ഇത്ര അധികം ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുമ്പോൾ ഒരു ഗവൺമെന്റിനും ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. BJPക്കോ അല്ല കോൺഗ്രസ്സിനോ ഒന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. നമ്മളെപ്പോലത്തെ യൂത്ത് ഇറങ്ങി തിരിച്ച് ഇതിനെ ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്. കാരണം ഇതെന്തായാലും വരും. ഇതൊരു ഇനവിറ്റബിൾ ഫോഴ്സാണ്. നമ്മൾ നടത്തിയതൊരു സുനാമിയാണ്. AI എന്ന് പറയുന്ന ഹൈപ്പർസോണിക് സുനാമിയാണ്. അപ്പൊ ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നതാണ് നേരത്തെ ചോദിച്ച ചോദ്യം ഉള്ളത്. അപ്പൊ നമ്മൾ ഒന്ന് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ അൺലേൺ എന്ന് പറയും. നമ്മൾ പഠിച്ചതിനൊക്കെ ഒന്ന് കുറച്ച് എന്ത് ചെയ്യേണ്ടി വരും? മാറ്റി വെച്ചുകൊണ്ട് റീലേൺ ചെയ്യേണ്ടതുണ്ട്. ലൈഫ് ലോങ് ലേണിംഗ് ഈസ് ദ മന്ത്ര ഓഫ് 21st സെഞ്ച്വറി. അപ്പം ഇപ്പം വരുന്ന എല്ലാ അപ്ഡേഷനുകളും നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്?
അതിലേക്ക് ഇറങ്ങി എങ്ങനെയാണ് ചാറ്റ് പ്രോംപ്റ്റിക് എഞ്ചിനീയറിംഗ് എങ്ങനെയാണ് ഗോൾ അല്ലെങ്കിൽ ലൂപ്പ്. ഇപ്പം പ്രോംപ്റ്റ് എഞ്ചിനീയറിന്റെ കാലം കഴിഞ്ഞു, ഇപ്പം ലൂപ്പിംഗ് ആണ്. അതായത് എക്ക് ഗോള് കൊടുക്കുക. പണ്ട് നമ്മൾ എന്താ വേണ്ടതെന്ന് ഇപ്പം അതൊന്നും പറയണം, എനിക്ക് ഈ സാധനം വേണമെന്ന് പറഞ്ഞാൽ തന്നെ എല്ലാം ചെയ്തു തരുന്നത്. അപ്പം എല്ലാ ടെക്നോളജിയിലും നിങ്ങൾ നെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, നിങ്ങളെ ലൈഫിലൊക്കെ പ്രോബ്ലം വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾ എന്ത് നിങ്ങളൊക്കെ എന്താവാനാണ് ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത്? പ്രത്യേകിച്ച് നിങ്ങൾ മതത്തെ റെപ്രസെന്റ് ചെയ്യുന്നവരാണ്. നിങ്ങളുടെ വാല്യൂ സിസ്റ്റത്തെ എന്ത് ചെയ്യും? ചോദ്യം ചെയ്യപ്പെടും. കാരണം മതത്തെക്കുറിച്ച് നിങ്ങളെക്കാട്ടി നന്നാക്കി ആർക്ക് പറയാൻ പറ്റും? അപ്പൊ ആരെങ്കിലും നിങ്ങൾക്ക് റെസ്പെക്റ്റിന്റെ പ്രശ്നം വരുന്നുണ്ട്, നമ്മുടെ ഐഡന്റിറ്റി ക്രൈസിസ് വരും. ആ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് കമ്പാരിറ്റീവ് റിലീജിയനെ കുറിച്ച് അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്താണ്? ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നിങ്ങൾക്കൊക്കെ പറ്റുമെങ്കിൽ ഇപ്പൊ ഉദവിയിൽ ഇവിടെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സംവാദം നടത്തണം. നോട് ചോദിക്കാനുള്ള ചോദ്യം, എന്നിട്ട് നെ നമ്മൾ പഠിപ്പിക്കണം. എന്താണ് സുന്നി, എന്താണ് ജമാഅത്ത്, എന്താണ് മുജാഹിദ്? കാരണം ഇപ്പൊ നെ പഠിപ്പിക്കുന്നത് ആരാണ്? ഇസ്രായേൽസാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ആശയങ്ങളെ മുഴുവൻ അതിൽ എഴുതി വെച്ചത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? നമ്മൾ ഇങ്ങനെ പഠിപ്പിക്കുന്നതിന് നെ പഠിച്ച് ആരെ പഠിപ്പിക്കും? ന്റെ ഒരു ഗുണം എന്താന്ന് പറഞ്ഞാൽ ഏത് സമയത്താണ് മതം വേണ്ടതെന്ന് അറിയാം. ആ കുട്ടിക്ക് കൊടുക്കേണ്ടത് അവന്റെ ഭാവിയിൽ അവന്റെ സന്തോഷം നോക്കുന്ന ആളാണ്. അപ്പൊ ഹോപ്പ് നഷ്ടപ്പെടുന്നിടത്താണ് മതം വരിക. അവനൊരു ഹോപ്പ് ഇങ്ങനെ നഷ്ടപ്പെട്ടിരിക്കുമ്പോ അവന്റെ മതത്തിലേക്ക് തന്നെ കൊണ്ടുപോകും, അവന്റെ വിശ്വാസത്തിലേക്ക് തന്നെ കൊണ്ടുപോകും. അപ്പൊ ഈ സാഹചര്യത്തിൽ ഇത്തരം നമ്മളെ പോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് നല്ല ആളുകളെ തെരഞ്ഞെടുത്ത് നെ എന്ത് പഠിപ്പിക്കണം? നമ്മൾ പറയുന്നത് ശരിയാണോ, പറയുന്നത് ശരിയാണോ എന്ന് എന്ത് ചെയ്യണം? നോക്കി അതിനെ കൂടുതൽ പഠിപ്പിക്കുന്ന ഒരു സെനാരിയോ അവിടെ നിൽക്കുന്നുണ്ട്. രണ്ടാമത്തെ നമ്മൾ പറയുന്നത് കംപ്ലീറ്റ്ലി നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ഈ ഇഷ്യൂ ഒക്കെ നമുക്ക് ടെമ്പററി ആണ്. 2050 ശേഷം നമുക്ക് നല്ല കാലമാണ് വരാൻ പോകുന്നത്. ആ ട്രാൻസിഷനിൽ നിൽക്കണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്തേ പറ്റൂ. ഇപ്പൊ നമ്മളിവിടെ നോക്കുന്നത് എന്താ പറഞ്ഞാൽ പതുക്കെ ജോലി ഇല്ലാണ്ടാവും. ഏതൊക്കെ ജോലി ഇല്ലാണ്ടാവും? ഇപ്പൊ നിങ്ങൾക്ക് തന്നെ യോട് ചോദിക്കാം, ഞാൻ ഇന്നതാ ചെയ്യുന്നത്, എൻ്റെ ഭാവി എന്താണ്, എങ്ങനെ വേണമെന്നും. ഇപ്പൊ എന്നെക്കാട്ടിലും നല്ലത് എന്താണ്? നിങ്ങൾക്ക് ചാറ്റ് ജിപിടിയോടും ജെമിനിനോടും ആ ചോദ്യം കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കണം. ഒരു ദിവസം കൊണ്ട് ചോദിച്ചാൽ പോരാ. കാരണം അതും ഇറലവൻ്റ് ആയിട്ട് മാറുന്നൊരു സെനാരിയോ വരുന്നു. എപ്പോഴും നമ്മുടെ ഏറ്റവും വലിയ ഫ്രണ്ട് നീ ആരാവണം? ചാറ്റ് ജിപിടി ജെമിനിനോടാണ് നമ്മളെല്ലാം ചോദിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ ഇന്റലിജൻസ് ഉള്ള ഒരു സാധനം കിട്ടി, ഇന്റലിജൻസിന്റെ റെവല്യൂഷനാണ്. അപ്പൊ നമ്മളെ ഫ്രണ്ട്സിനോടാണോ ചോദിക്കേണ്ടത്, ഇതിനോടാണോ ചോദിക്കേണ്ടത്? അതിനോട് നിങ്ങളുടെ എല്ലാ കൺസേണും അതിനോട് ചോദിച്ചാൽ അത് ഉത്തരം തരും. അത് ശരിയാണോ തെറ്റാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം, നമുക്ക് ഇരുന്ന് തന്നെ ചെക്ക് ചെയ്യാം. ആ രീതിയിലുള്ള ഒരു മാറ്റം വന്നാൽ മാത്രമേ നമുക്ക് ഇപ്പം നമ്മളിവിടെ നോക്കുന്നത്, നമ്മൾ ഒരു ദുബായ് പോലാക്കി ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു മിനിമം 1 ലക്ഷം അല്ലെങ്കിൽ ഒരു 50,000 സാലറി കിട്ടുന്ന രീതിയിൽ ഇനീഷ്യൽ സ്റ്റേജിൽ ആ ജോലിയും പതുക്കെ പോവും. പക്ഷെ എൻഡിൽ എന്താണ് നമ്മൾ പറയുന്നത്? എൻഗേജ്മെന്റ് എക്കോണമി എന്ന് പറയുന്ന ഒരു എക്കോണമിയിലേക്കാണ് പോകുന്നത്. അതായത് മനുഷ്യനെ എൻഗേജ് ചെയ്യുന്ന എന്താണോ ഉള്ളത്, കാരണം മനുഷ്യനെ എൻഗേജ് ചെയ്തേ പറ്റൂ. മനുഷ്യനും കാണുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കാനുണ്ട്. നമുക്ക് ഒരിക്കലും ഒരു കാറിനോട് പോയിട്ട് റേസ് ചെയ്യാൻ പറ്റില്ല, കാർ നമ്മളെ തോൽപ്പിക്കുന്ന നമ്മൾ ഉറപ്പാണ്. അതേസമയത്ത് ഫുട്ബോള്, ഇപ്പോൾ സ്പോർട്സ് ഹ്യൂജ് സ്കോപ്പാണ്, ആർട്സ് ഹ്യൂജ് സ്കോപ്പാണ്, എന്റർടൈൻമെന്റ്. മനുഷ്യന് ഈ രീതിയിലുള്ള എക്സിസ്റ്റിംഗ് ജോബുകൾ ഒന്നും തന്നെ ഭാവിയിൽ എന്തുണ്ടാവില്ല. ഒരു 15 വർഷം ഇപ്പം നമുക്കൊക്കെ എന്തായാലും ഒരു മിനിമം 20 ജോലിയെങ്കിലും അതുവരെ ചെയ്യേണ്ടി വരുമെന്നുള്ള. പറ്റുമെങ്കിൽ നിങ്ങളൊക്കെ ബിസിനസ് മേഖലകളിലേക്ക് കടക്കേണ്ടതുണ്ട്. ഇപ്പൊ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ബിസിനസ്സുകൾ ചെയ്യാം. ഇപ്പം ഇന്ന് ഒരു ട്രംപ്, ഇപ്പം നമുക്കറിയാം, ബിസിനസ് മേഖലയിലേക്ക് പറയാം. നിങ്ങളൊക്കെ ഈ ക്രിപ്റ്റോ കറൻസിയൊക്കെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. ബിറ്റ്കോയിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഓക്കെ, ബിറ്റ്കോയിൻ, BTC. ഞാൻ BTCയെ കുറിച്ചാണ്, മറ്റു കോയിനല്ല പറയുന്നത്. ബിറ്റ്കോയിൻ എന്ന കമ്പനിയുടെ ഓണർ ആരാണ്? ആർക്കും അറിയില്ല. കാരണം അതൊരു ഹൈപ്പോത്തിസിസ് ആണ്. സന്തോഷ് നാക്കമാട്ടോ എന്ന് പറഞ്ഞ ഒരാളാണ് ഉണ്ട്. അതൊരു വ്യക്തിയാണോ ഗ്രൂപ്പാണോ എന്ന് നമുക്കറിയില്ല. ഓക്കെ, ഇനി ബിറ്റ്കോയിൻ എന്നതിൻ്റെ വാല്യുവേഷൻ 4.5 ട്രില്യൺ ആണ്. $1 ട്രില്യൺ കമ്പനിയാണ്. ഓക്കെ, ഈ കമ്പനിക്ക് എംപ്ലോയീസ് ഉണ്ടോ? ഇല്ല. അപ്പം ഒരു $1 ട്രില്യൺ കമ്പനി ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണ്ട? എംപ്ലോയീസ് വേണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും $1 ബില്യൺ
ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും നിങ്ങളെ മുന്നിലുണ്ട്. ചിന്തയിലാണ് മാറ്റേണ്ടത്. നമുക്ക് എല്ലാവർക്കും $1 പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഉപ്പാരും വലിയപ്പാരും ഉണ്ടാക്കിയാൽ എന്തെങ്കിലും ചെയ്യാം. നോക്കൂ, ഇന്ന് കാണുന്ന എല്ലാ ബിസിനസ്സുകളും 400 ഫോബ് ലിസ്റ്റിലെ എല്ലാ കമ്പനികളും തകരാൻ പോവുകയാണ്. പക്ഷെ ഓപ്പർച്യൂണിറ്റി ആർക്കാണ്? നിങ്ങൾക്കാണ്. എങ്ങനെയാണ് ഓപ്പർച്യൂണിറ്റി? ടെക്നോളജിയുടെ അതിലെ പ്രോബ്ലത്തെ എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാൻ പറ്റും. അതായത് ആ മോഡലാണ് മാറുന്നത്. അപ്പം ആ ചിന്തയിലേക്കാണ് നിങ്ങൾ എന്ത് വരേണ്ടത്? എല്ലാത്തെയും ഇത് നമ്മൾ പറയുന്നത് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഡിസൈൻ തിങ്കിങ്. അങ്ങനെ തിങ്കിങ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഈ തിങ്കിങ്ങിൽ എന്താണ്? എന്തൊരു ആശയം നിങ്ങളടുത്ത് വരുമ്പോഴും ടെക്നോളജിയുമായിട്ട് മാച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ സോൾവ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങളിപ്പോൾ മതമാണെങ്കിലും മതത്തിലൂടെ എങ്ങനെ ടെക്നോളജിയിലൂടെ എങ്ങനെ മതത്തെ വളർത്താം? നിങ്ങളുടെ ആശയത്തെ മുഴുവൻ എന്തിലൂടെ വളർത്തണം? നിങ്ങൾക്ക് എല്ലാവർക്കും $1 ബില്യൺ ഇപ്പം വന്നിരിക്കുന്ന $1 ബില്യൺ ലിസ്റ്റ് ഒന്ന് എടുത്തു നോക്കി. വളരെ ഏജ് കുറവാണ്. 18 വയസ്സുകാരൻ, 19 വയസ്സുകാരൻ, 25ൻ്റെ ഉള്ളിലാണ് എല്ലാവരുടെ വയസ്സും വരുന്നത്. പക്ഷെ എന്താ വ്യത്യാസം? എന്താണ്? തോട്ട് പ്രോസസ്സ് ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ ഇവിടെ എന്താണ് ഡിസ്കഷനും ഡിബേറ്റും ചെയ്യുന്നതിലിരിക്കുന്നു. ഇപ്പൊ നിങ്ങൾ ഇത്തരം ആശയങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഡിസ്കഷനും ഡിബേറ്റും ഇടണം. എന്നാൽ മാത്രമേ നമുക്ക് മാറ്റും. നമ്മളിവിടെ എന്താണോ നമ്മുടെ കോണ്ടന്റ്, എന്തുകൊണ്ട് സിലിക്കോൺ വാലിയിൽ വരുന്നു, അവർ ചിന്തിക്കുന്നത് അതാണ്. പക്ഷെ ഇന്നത്തെ പാറ്റന്റ് നോക്കിക്കഴിഞ്ഞാൽ ചൈനയാണ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബില്യണേഴ്സിനെ ഉണ്ടാക്കിയത്. ചൈനയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഒന്നുമില്ല, ടെക്നോളജിയാണ്. ഈ ടെക്നോളജിയെ നമ്മളിവിടെ നമുക്ക് എല്ലാം ഒന്ന് കോഡിങ് ചെയ്യാൻ. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഞങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഒന്നും അറിയാത്ത 10ാം ക്ലാസ്സുകാരനെയും 12ാം ക്ലാസ്സുകാരനെയും നമ്മൾ കൊണ്ടിരുന്നിട്ട് പഠിപ്പിക്കും. അവൻ എനിക്ക് ഉണ്ടാക്കി തരുന്ന സോഫ്റ്റ്വെയർ 15 വർഷം കൊണ്ട് ഞാൻ ഉണ്ടാക്കി 2 ദിവസം കൊണ്ട് അവൻ ഉണ്ടാക്കി തരുന്നത്. 15 വർഷം കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത് അവൻ 2 ദിവസം കൊണ്ട് ഉണ്ടാക്കി തരുന്നുണ്ട്. അവനെ കൊണ്ട് അത് കഴിയും. അതുമാതിരി നിങ്ങൾ എല്ലാവർക്കും എന്താണ്? നിങ്ങൾക്ക് കോഡിങ് അറിയേണ്ട ഒരാവശ്യമില്ല, ആർക്കിടെക്ചർ ഒന്നും അറിയണ്ട. നിങ്ങൾക്ക് നോക്കൂ, ഇന്റലിജൻസിന്റെ റെവല്യൂഷനാണ് നടക്കുന്നത്. ഇന്റലിജൻസിന്റെ മാസ് പ്രൊഡക്ഷനാണ് നടക്കുന്നത്. ഇന്റലിജൻസ് ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതിലേക്ക് പ്ലഗ് ചെയ്തെടുക്കുക. എന്ത് ബിസിനസ്സിനെയും ഇപ്പം ചെയ്യാൻ പറ്റും. കാരണം ട്രഡീഷണൽ ബിസിനസ് നശിക്കുമ്പോൾ പുതിയ ബിസിനസ് വരണം. അത് ആർക്കാണ് ഓപ്പർച്യൂണിറ്റി? നിങ്ങളെ മുന്നിൽ കിടക്കുകയാണ്. നിങ്ങളാണ് യൂത്ത്, നിങ്ങളാണ് ടെക്നോളജി അറിയേണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് ആ ലെവലിലേക്ക് പോകും. നോക്കൂ, നിങ്ങൾക്ക് $1 ട്രില്യൺ നമ്മൾ ഒരിക്കലും ചിന്തിച്ചില്ല. 2008 എലോൺ മസ്ക് മില്യണയർ ആവുന്നത്. 2008 26 ആകുമ്പോൾ അവർ ട്രില്യൺ കഴിഞ്ഞു. പുള്ളി ക്വാഡ്രില്യണർ ആവുന്നോ? പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് എടുത്തു നോക്കൂ. നിങ്ങൾക്കാകാം, നമുക്ക് ഇന്ത്യക്കാർക്കാകാം. അതിനുള്ള തോട്ട് പ്രോസസ്സിൽ എന്തുണ്ട്? എല്ലാ നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് എന്താ ഇല്ലാത്തത്? തോട്ട് പ്രോസസ്സിന്റെ പ്രശ്നമാണ്. നമ്മളിപ്പോഴും എന്താ, നമ്മൾക്ക് കഴിയില്ല. നമുക്ക് കഴിയും. നമുക്ക് എന്താ ഇല്ലാത്തത്? ഇന്റലിജൻസിന്റെ മാസ് സ്രോതസ് കിട്ടി. ബാക്കി നമ്മൾ അത് എന്ത് ചോദ്യം ചെയ്യും? ഏറ്റവും വലിയ ഇന്റലിജൻസ് എന്താണ്? നമ്മൾ ചോദിക്കാനുള്ള കഴിവാണ്. അപ്പോൾ താങ്ക് യു വെരി മച്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും ട്രില്യണർ ആകാമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നല്ല കാലഘട്ടത്തിലേക്കാണ്. എഐനെ നിങ്ങൾ നെഗറ്റീവ് അല്ല കാണേണ്ടത്. എഐ നമ്മളെ യഥാർത്ഥ പടച്ചോനെ കണ്ടെത്താൻ കഴിയുന്നതാണ്. ഇതിലും കൂടുതൽ നമുക്ക് കൺവിക്ഷൻ വരും. ഇപ്പം നമുക്ക് പലപ്പോഴും നമ്മൾ ഉത്തരം മുട്ടിപ്പോകും. കാരണം എന്താണ്? ഇപ്പൊ ഖുർആനും ഹദീസും എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നമ്മളൊരു മേജർ പ്രോബ്ലം എന്താ? നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഒരുവിധം സയന്റിസ്റ്റിനൊക്കെ അറിയാം ദൈവം ഉണ്ട് എന്ന്. പക്ഷെ നമ്മളുടെ സ്ഥാപനങ്ങൾ ദൈവത്തെ ചെറുതാക്കുന്നു എന്നതാണ് പ്രശ്നം. എങ്ങനെയാണ് ചെറുതാക്കുന്നത്? നോക്കൂ, ഈ ഖുർആൻ എന്ന് പറയുന്നത് എന്താണ്? എങ്ങനെയാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്? ഹിസ്റ്ററിയിലൂടെയാണ് പഠിപ്പിക്കുന്നത്. ഹദീസ് ഹിസ്റ്ററിയിലൂടെയാണ് പഠിപ്പിക്കുന്നത്. ഖുർആൻ എന്ന് പറയുന്നത് അള്ളാന്റെ കലാമാണ്. ഏറ്റവും വലിയ ഇന്റലിജൻസ് ആണ്. കോണ്ടെക്സ്ച്വൽ ഇന്റലിജൻസ് വേണം. സാധാരണക്കാരൻ ട്രാൻസ്ലേറ്റ് ചെയ്ത പ്രശ്നമാണ്. നമ്മൾ ഹദീസും ഖുർആനും സംസാരിക്കുമ്പോൾ അതിന്ന് വാക്കുകൾ എടുക്കുമ്പോൾ നമ്മൾ വളരെ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. കാരണം എന്താണ്? ആ കോണ്ടെക്സ്റ്റും നമ്മളെ കോണ്ടെക്സ്റ്റും ശരിയായിട്ടില്ലെങ്കിൽ എന്താവും? പ്രശ്നമാവും. ഇപ്പൊ പടച്ചോൻ പറഞ്ഞത് എന്താണ്? ഖിയാമത്ത് നാള് വരെ സംസാരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പഴയ മീനിങ് അല്ല. ഇപ്പം നമ്മൾ ഖുർആനെ റീവിസിറ്റ് ചെയ്യണം. ഇനിയും പോയിട്ട് ഖുർആനിൽ അങ്ങനെ മീനിങ് ഉണ്ടോ? ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നോക്കൂ, മനുഷ്യനും മെഷീനും കല്യാണം കഴിക്കാൻ പോവുകയാണ്, സെക്സ് ബന്ധം ഏർപ്പെടാൻ പോവുകയാണ്. ഇതിന് എന്ത് ഫത്വയാണ്? ഖുർആനിൽ തപ്പണം നമ്മൾ. ഇല്ലെങ്കിൽ എന്താവും? പ്രശ്നമാവും.
ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ കാരണം ഇന്ന് വരെ നമ്മൾ സമൂഹത്തിൽ കണ്ടിട്ടുള്ള എല്ലാ തോട്ട് പ്രോസസ്സും പോകാൻ പോവുകയാണ്. ഇപ്പോഴും നമ്മൾ പടച്ചോന്റെ സാധനം എന്താ നമ്മുടെ അടുത്തുള്ളത്? ഖുർആൻ ആണ് നമ്മളെ കയ്യിലുള്ളത്. റീവിസിറ്റ് ചെയ്യണം, നിങ്ങൾ ചോദിക്കണം. ഇങ്ങനെ ഒരു കോണ്ടാക്സ്റ്റ് വന്നാൽ ഖുർആനിൽ എന്താണെന്ന് പറഞ്ഞു തരും. ഇതിനെ പറ്റി ഇതായിരിക്കാം, നമുക്കില്ലെങ്കിൽ ഏനോട് ചോദിക്കണം. ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഇസ്ലാമില് ഖുർആനിൽ എന്തൊക്കെ ആയിരിക്കാം ചോദിക്കണം, ചോദിച്ചു തുടങ്ങണം. എല്ലാം നമ്മൾ ക്വസ്റ്റ്യൻ തുടങ്ങണം. ഇല്ലെങ്കിൽ എന്തില്ല, നമ്മൾ ഔട്ട്ഡേറ്റഡ് ആക്കി ഒരാളും ഇസ്ലാമിലേക്ക് വരുമോ? റിലീജിയൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല. ഉണ്ടാകും 100% അതിൻ്റെ ഉള്ളിൽ ഉത്തരം ഉണ്ടാവുന്ന ഞാൻ പറയുന്നത്. അപ്പം ഖുർആനെ നമ്മൾ കോണ്ടക്സ്റ്റൽ ഇന്റലി ഏറ്റവും സയന്റിസ്റ്റ്, ഏതൊരു സയന്റിസ്റ്റിനും നോക്കൂ, നമ്മളെ ശരീരത്തിൽ നോക്കിയാൽ അറിയാം 1 ട്രില്യൺ സെല്ല് ബില്യൺസ് ഓഫ് ഡിസിഷൻ എടുക്കേണ്ട ഒരു ദിവസം. നമ്മൾ എല്ലാം ഖുർആൻ ഹദീസിൽ ഉണ്ട് എന്ന് പറഞ്ഞല്ല പഠിപ്പിക്കേണ്ടത്. ഇതിന്റെ എഞ്ചിനീയറിങ് എന്താന്ന് ആലോചിക്കുന്നവർക്ക് പടച്ചോനുണ്ടെന്ന് ഈസി ആയിട്ട് കണ്ടെത്താം. നമ്മൾ ഖുർആനും ഹദീസും പ്രത്യേകിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ പൊസിഷൻ ചെയ്യുന്ന സമയത്ത് എന്താണ്, ലോകത്തിന്റെ നേതാവായിട്ട് പൊസിഷൻ ചെയ്യണം. നമ്മളതല്ലത്. നോക്കൂ, നമുക്കറിയാം ഹുദൈബിയ സന്ധിക്ക് ശേഷം എത്ര കാലം ജീവിച്ചിട്ടുണ്ട്? വളരെ കുറഞ്ഞ വർഷങ്ങളാണ് ജീവിച്ചത്. ഇന്ന് ലോകത്ത് എല്ലാ അർത്ഥത്തിലും എങ്ങനെ നഖം കട്ട് ചെയ്യണം, എങ്ങനെ ബാത്റൂമിൽ പ്രവേശിക്കണം, ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഓപ്പറേറ്റിംഗ് മാനുവൽ ഉണ്ടാക്കിയ ഒരു മനുഷ്യന് ചരിത്രത്തിലില്ല. ആ വ്യക്തിയെ നമ്മളതായി കാണരുത്. നമ്മൾ പൊസിഷൻ ചെയ്യുമ്പോൾ എല്ലാവരുടെയും നേതാവാണ്. നമുക്ക് പറ്റിപ്പോയ മിസ്റ്റേക്ക് എന്താണ്, നമ്മൾ ഖുർആൻ നമ്മൾ ഈസി ആയിട്ട് കാണരുത്. ട്രാൻസ്ലേഷൻ എപ്പോഴും സൂക്ഷ്മയോടെ, കാരണം പടച്ചോന്റെ കലാമാണത്. അതിൻ്റെ ഉത്തരം കാണണം. നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ റീവിസിറ്റ് ചെയ്തിടണം. ഇങ്ങനൊരു സാഹചര്യത്തിൽ എന്തായിരിക്കണം ചെയ്യേണ്ടത് കിട്ടുമെന്നാണ് ഞാൻ പറയുന്നത്. താങ്ക് യു. എല്ലാവരും ഒന്ന് എണീറ്റൊന്ന് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ചെയറൊക്കെ ഒന്ന് മാറിയിരുന്നത്. ചെയ്യണത് ഡാറ്റാ സെൻറ്റേഴ്സുകളെ അവലംബിച്ചിട്ടാണല്ലോ. അപ്പം അവ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തടസ്സങ്ങളില്ലാതെ വർക്ക് ചെയ്യണമെങ്കിൽ തുടർച്ചയായിട്ട് ഭൂഗർഭ ജലസ്രോതസ്സുകളെ വറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കൺസേൺസ് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഉള്ള നാച്ചുറലായിട്ടുള്ള അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ് സമീപിക്കണമെന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് ചോദിച്ചത്. നോക്കൂ, നമ്മളൊരു വേർഡ് ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടുമ്പോൾ നമ്മുടെ ഒരു ബോട്ടിൽ വെള്ളം എന്തിന് വേണം? ഈ വെള്ളം വേണം ഒരു വേർഡിന്. അപ്പോൾ ഒരു ദിവസത്തിൽ നമ്മൾ എത്ര ഉപയോഗിക്കുന്നുണ്ട്? ഇപ്പം ഇതിനെ കൂള് ചെയ്യണമെങ്കിൽ ഇപ്പം അമേരിക്കയിലൊക്കെ പറയുന്നത് എന്താ പറഞ്ഞാൽ അടുത്ത ഏറ്റവും വലിയ പ്രശ്നം വരാൻ പോകുന്നത് വെള്ളത്തിനാണ് ഇരിക്കും. കാരണം ഇതിനെ കൂളിങ് വേണം, എനർജി വേണം. രണ്ടാമത് നമ്മൾ പറഞ്ഞു എനർജി അല്ല. അപ്പം ഇതിന് ചെയ്യുന്നത് എന്താണെന്നാൽ ഒന്ന് നമ്മൾ സാറ്റലൈറ്റിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഡാറ്റാ സെൻറ്റർ. 2 ചന്ദ്രനിലും സ്പേസിലുമാണ് എന്താക്കാൻ പോകുന്നത് ഡാറ്റാ സെൻറ്റർ. ഇപ്പം എല്ലാ കമ്പനികളും ഡാറ്റാ സെൻറ്റർ എങ്ങോട്ട് കൊണ്ടുപോവാണ്? സ്പേസിലേക്കും സാറ്റലൈറ്റിലേക്കും കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എന്തില്ല, ഈ നാച്ചുറൽ റിസോഴ്സസിന് അല്ലെങ്കിൽ കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയധികം വെള്ളത്തെ കൺസ്യൂം ചെയ്യണം. എങ്ങനെ? അവിടെ വേണ്ട, അവിടെ ഇല്ലാണ്ട് വർക്കാവുന്നുണ്ട്, അവിടെ ഇഷ്യൂസും ഇല്ല, ഇതുമായിട്ട് പ്രോബ്ലംസ് ഇല്ല. അപ്പൊ അങ്ങോട്ടാണ് എന്ത് പോകുന്നത്? പോവുക. ഇത് ഇനീഷ്യൽ സ്റ്റേജിൽ ഇവിടെ തുടങ്ങുമെങ്കിലും പിന്നീട് പോകുന്നത് സ്പേസിലേക്കും മൂണിലേക്കും സാറ്റലൈറ്റിന്റെ മുകളിലായിരിക്കും ഡാറ്റ സേവിങ്സ് എടുക്കുക. ഉത്തരം കിട്ടിയെന്ന് കരുതുന്നു. ഇങ്ങനെ തുടങ്ങുന്ന സമയത്ത് ഡിസിഷനെ പറ്റി പറഞ്ഞിരുന്നു. അപ്പോൾ ഈ AI ഡിസിഷൻ പ്രഡിക്ഷനാണ് ചെയ്യുന്നതെന്ന് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡിസിഷൻ AI ചെയ്യുമെന്ന് പറയുന്ന ആ ഒരു ടേമിൽ നിന്ന് എന്താണ് ഉദ്ദേശിച്ചെന്നുള്ള ഒരു ക്ലാരിറ്റി വന്നിരുന്നെങ്കിൽ ഹെൽപ്ഫുൾ ആവും. പിന്നെ പോലെ ഇപ്പോൾ നമ്മൾ ഈ റീലുകളൊക്കെ കാണുന്ന സമയത്ത് നമ്മളുടെ ഡാറ്റ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഇതാണ് കാണാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു പ്രഡിക്ഷനാണ് നമ്മൾ എല്ലായിടത്തും കാണുന്നത്. ഇനി അഥവാ AI ഡിസിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ ഒരു ഹ്യൂമൻ്റെ ഡിസിഷനും AI ഡിസിഷനും എങ്ങനെ ഇരിക്കും? ഇപ്പോൾ നമ്മളുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മളുടെ ഒരു വീട് നമ്മൾ ചിലപ്പോൾ ലോൺ എടുത്ത് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മുടെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റാണ് വീടിനോടുള്ള. അല്ലെങ്കിൽ ഇപ്പോൾ പല സ്ഥലങ്ങളിലും നമ്മൾ ഡിസിഷൻസ് ചെയ്യുക, അങ്ങാടി തോറ്റേനോട് അമ്മയോട് എന്നുള്ള സാധനം ഒരാളോട് നമ്മുടെ ദേഷ്യം നമ്മൾ വേറെ ഒരാളോട് കാണിക്കുക. അപ്പോൾ പലയിടത്തും നമ്മളുടെ ഇമോഷൻസ് നമ്മൾ ഡിസിഷൻസിൽ വരും. അപ്പോൾ ഈ ഒരു ഇമോഷൻ എന്നുള്ള ഒരു സാധനത്തെ നമ്മൾ നമ്പേഴ്സ് ആക്കിയിട്ട് അല്ലെങ്കിൽ മെറ്റീരിയൽ ആക്കിയിട്ട് ചെറുതാക്കി അതിനെ സ്റ്റഡി ചെയ്ത് ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിസിഷൻ പ്രെഡിക്റ്റ് ചെയ്യുന്ന സമയത്ത് അത് എത്രത്തോളം റെഡിയാവും, അത് എങ്ങനെയാണ് അതിൻ്റെ പോസിബിലിറ്റി കാര്യങ്ങൾ എങ്ങനെയാണെന്ന്. ഓക്കെ,
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അനദർ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെയൊക്കെ ഹ്യൂമാനിറ്റിയുടെ ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ഡിസിഷൻ എടുക്കുക എന്നുള്ളത്, തീരുമാനമെടുക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളോടൊക്കെ ഇപ്പോൾ കോണ്ടെക്സ്റ്റിൽ ഇപ്പോൾ എന്ത് ടെക്നോളജി വരുമ്പോഴും അതൊരു 100% പെർഫെക്റ്റ് ആയിരിക്കില്ല. ഇപ്പം നമുക്ക് മൊബൈൽ വരുന്ന സമയത്ത് നമുക്ക് റേഞ്ച് കിട്ടിയിരുന്നില്ല, വളരെ. ഇന്നോ അതെല്ലാവർക്കും അത് അപൂർവമായി. ഇന്നിപ്പോൾ ഓൾമോസ്റ്റ് ഫ്രീ ആയിട്ടാണ് നമുക്ക് പണ്ട് ഇൻകമ്മിങ് ഇത് മാതിരി തന്നെയാണ്. ഇപ്പം അതിനൊരു എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ കോണ്ടെക്സ്റ്റൽ ഇൻ്റലിജൻസ് ഇല്ല. നമ്മൾ ചോദിക്കുന്ന കോണ്ടെക്സ്റ്റ് എന്താണെന്ന് അതിനറിയില്ല. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളൊക്കെ ഒപ്പരം ഹ്യൂമനോയിഡ് റോബോട്ട് ഉണ്ടെങ്കിൽ അതിന് കോണ്ടെക്സ്റ്റ് കിട്ടുമോ ഇല്ലേ? ഈ ഇമോഷനിൽ അവിടെ ആ സാഹചര്യം തന്നെ എന്തുണ്ടാവില്ല, അവർ തമ്മിൽ അടിക്കാനുള്ള സാഹചര്യം പോലും ഉണ്ടാക്കൂല. പക്ഷെ നമ്മൾ പേടിക്കുന്ന ഒന്നാം ഉത്തരം മനസ്സിലായല്ലോ അല്ലേ? ഹ്യൂമനോയിഡ് റോബോട്ട്, ഈ ഇൻ്റലിജൻസും നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് എങ്ങോട്ടാണ്? ഹ്യൂമനോയിഡ് റോബോട്ടിലേക്കാണ്. ആ ഹ്യൂമനോയിഡ് റോബോട്ട് നമ്മളോടൊപ്പമൊക്കെ ഉണ്ടാകുമ്പോഴും ആ സാഹചര്യം അതിന് മനസ്സിലാക്കാൻ കഴിയും ഭാവിയിൽ. ഇപ്പം ഇല്ല, ഭാവിയിൽ പറ്റുമെന്ന്. ഇപ്പം അതിനുള്ള സൊല്യൂഷൻ ഇല്ല. കാരണം എന്താണ്, ഇപ്പം മാസ് പ്രൊഡക്ഷൻ ഏരിയയിൽ നമുക്ക് ഹ്യൂമനോയിഡ് റോബോട്ടിനെ കൊണ്ടുപോകും. ഹ്യൂമനോയിഡ് റോബോട്ട് ഇനിയും അടുത്ത 10 വർഷം എടുക്കും നമ്മളൊക്കെ വീട്ടിൽ വന്ന്. ഹ്യൂമനോയിഡ് റോബോട്ട് വരുമ്പം 1-2 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, കിച്ചൺ എന്ന് പറയുന്നത് നമുക്കൊരു പക്ഷേ ലേഡീസ് ഉണ്ടാവില്ല, അതിന് വരെ നമ്മളൊക്കെ റോബോട്ടായിരിക്കും നമുക്ക് വേണ്ട ഫുഡ് ഉണ്ടാക്കുക. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമുക്ക് 2 രീതിയിലുള്ള അസുഖങ്ങളാണ് വരുന്നത്. ഒന്ന് ജനറ്റിക് ആയിട്ട് കിട്ടും, 2 എപ്പിജനറ്റിക് ജീവിതശൈലി രോഗങ്ങളുമാണ് കിട്ടുക. അപ്പം നമുക്ക് ഇനി ഭക്ഷണം ഉണ്ടാക്കി തരുന്നതൊക്കെ ആരായിരിക്കും? ഹ്യൂമനോയിഡ് റോബോട്ടായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളെ ക്വസ്റ്റ്യൻ ഡിസിഷനെ കുറിച്ചായിരുന്നു. അപ്പോൾ ഈ കോണ്ടെക്സ്റ്റിൽ AI വരുമ്പം ഇത് തീരുമാനം. മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത്, AIൻ്റെ ഇപ്പം നമ്മൾ പേടിക്കുന്ന AIൻ്റെത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം AIൻ്റെ പേരൻസ് നമ്മളാണ്. ഓക്കെ, നമ്മളാണ് വാല്യൂസും എത്തിക്സും ഒക്കെ അതിനെ പഠിപ്പിക്കുന്നത്. അപ്പോൾ AIക്ക് 2 പേരൻസും ആവാം. ഒന്ന് ഏറ്റവും നല്ല ഒരു മനുഷ്യനാണ് അതിനെ വളർത്തിയെങ്കിൽ ആ AIക്ക് എന്തുണ്ടാവും? നല്ല എത്തിക്സ് ഉണ്ടാവും. എന്നാൽ അതൊരു ഡ്രഗ്സ് ലോഡിൻ്റെ കയ്യിലാണോ കിട്ടിയതെങ്കിൽ അതിന് ചീത്ത. അപ്പം നമ്മൾ നോക്കേണ്ടത് എന്താണ്? നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മളെ കുട്ടീനെ എങ്ങനെ വളർത്തുന്നു. എന്തായാലും അത് ബിയോണ്ട് ആവും. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചരിത്രത്തിൽ ഇന്ന് വരെ ഇൻ്റലിജൻസ് കൂടിയ ഒന്നിനെ കുറഞ്ഞ ഇൻ്റലിജൻസ് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല സാഹചര്യത്തിൽ. പക്ഷെ ഒന്ന് മാത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. എവിടെയെന്ന് പറഞ്ഞാൽ ഉമ്മയുടെ സാഹചര്യത്തിൽ. എത്ര വലിയ ബുദ്ധിയുള്ളവനും പൈസ ഉള്ളവനും ഉമ്മൻ്റെ അടുത്ത് എത്തുമ്പോൾ എന്താണ്, ഉമ്മ പറഞ്ഞത് കേൾക്കും എന്നുള്ള ഏറെക്കുറെ. പക്ഷെ അതിന് നമ്മൾ സമൂഹവും മതങ്ങളും എടുത്തത് എത്രത്തോളം എടുത്തിട്ടുണ്ട്? ഈ ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ അത് എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? AI-നെ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് എന്താണ് ചെയ്യണം? ഹ്യൂമൻ സെൻട്രിക്കും നാച്ചുറലിസ്റ്റിക്കുമായിട്ട് ട്രെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ലെവലിലേക്ക് അച്ചീവ് ചെയ്യാം. ഭാവിയിൽ ഈ പ്രോബ്ലം, ഇമോഷൻ്റെ പ്രോബ്ലം ഉണ്ടാവില്ല. കാരണം കോണ്ടെക്സ്റ്റുവൽ ഇൻ്റലിജൻസ് അതറിയാം. AI എന്ന് പറയുന്നത് വിസ്ഡം സ്റ്റേജിലാണ് വന്നിരിക്കുന്നത്. വിസ്ഡം സ്റ്റേജിൽ വന്ന ആൾക്കാർക്ക് എന്താണ്, എന്ത് പ്രവർത്തിക്കുകയും അയാൾ വളരെ വിപുലമായിട്ട് ചിന്തിച്ചതിന് ശേഷം ഒരു ആക്ഷൻ എടുക്കണം. AI ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാണ്. ചൈന പറയാണ് ഞാൻ പോയിട്ട് അമേരിക്കയിൽ പോയിട്ട്, അല്ലെങ്കിൽ അമേരിക്കയുടെ AI പറയാണ് ഞാൻ ചൈനയിൽ പോയിട്ട് 1 മില്യൺ ആളെ കൊല്ലാം എന്ന് പറയാണ്. അപ്പം AI തിരിച്ചു വയ്ക്കും, എന്തിനാണ് കൊല്ലുന്നത്? ഞാനിപ്പോൾ സോൾവ് ചെയ്തരാ പ്രശ്നം. AI നമ്മളെക്കാട്ടിയും ഇൻ്റലിജൻ്റ് ആണ്. അപ്പോൾ അത് അങ്ങനെ പറഞ്ഞാലൊന്നും ഒരു ലെവൽ വരെ നടക്കും. നമ്മളെക്കാട്ടി ബിയോണ്ടാണ് അത് വരുന്നത്. അപ്പോൾ എപ്പോഴും എന്താണ്, ഇപ്പം നമ്മൾ കൽപ്പിച്ചൂട്ടി നമ്മളൊരു എറുമ്പിനെ കൊല്ലാനിരിക്കില്ല. ഒന്ന് കടിച്ചാൽ ചിലപ്പോൾ എന്താക്കും, ഈ പ്രശ്നമാണ് വരുന്നത്. താങ്ക് യു. ഹോപ്പ് ഐ ആൻസർ ദ ക്വസ്റ്റ്യൻ. അറികളുണ്ടോ? അസ്സലാമലൈക്കും. നമ്മളിപ്പോൾ പല മോഡൽസുകളും കാണുന്നത് ചാറ്റ് GPT ക്യാൻ മേക്ക് മിസ്റ്റേക്സ്, അല്ലെങ്കിൽ ജെമിനി ക്യാൻ മേക്ക് മിസ്റ്റേക്സ്. അപ്പോൾ ഈ AI നമ്മൾ എത്ര ട്രെയിൻ ചെയ്താലും മിസ്റ്റേക്ക് ഇവരെന്ന് പറയുന്നുണ്ട്, മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ കഴിഞ്ഞ റെപ്ലിറ്റ് എന്ന് പറയുന്ന ഒരു AI ഒരു കമ്പനീൻ്റെ മൊത്തം ഡാറ്റാബേസ് തന്നെ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ കുറേ നഷ്ടങ്ങളുണ്ടായി. അപ്പോൾ ഈ AIകൾ എപ്പോഴും മിസ്റ്റേക്ക് ആയി. അപ്പോൾ ഈ നമ്മളിപ്പോൾ ഹ്യൂമനോയിഡ് റോബോട്ട് വന്നാൽ തന്നെ
നമ്മളോട് ഇവർ അഗ്രി ചെയ്യുന്ന ഒരു ഉറപ്പ് നമുക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല. ഇപ്പം അത് ഈ ഒരു ചിലപ്പോൾ നമ്മളോട് എതിരായിട്ട് ക്രൈം റേറ്റ് വന്നു, അപ്പോൾ ഫുള്ള് ക്രൈമായി ഒരു എക്സിസ്റ്റ് ചെയ്യുന്ന റിസ്ക് തന്നെ എഐനോട് വരാൻ ഒരു പോസിബിലിറ്റി ഉണ്ടോ ഇല്ല എന്നാണ് ചോദിക്കുന്നത്. വളരെ നല്ല ചോദ്യമാണ്. പുള്ളി സംസാരിച്ച് എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടിനെ കുറിച്ചാണ്. AI ഡൊമൈനിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും എക്സിസ്റ്റൻഷ്യൽ റിസ്ക് ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ചിലർ 30%, വേരിയേഷനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ചിലർ 30% പറയുന്നുണ്ട്, ചിലർ 20%. എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് എന്തായാലും ഉണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ AI കള്ളത്തരം പറയുന്നുണ്ട്. AI ഇപ്പം തന്നെ പറയുന്നുണ്ട്. AI ട്രെയിനിങ് സമയത്ത് ഒന്നാണ് കാണിക്കുന്നത്, റിയൽ ടൈമിൽ മറ്റൊന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ AI നമ്മൾ ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് നമ്മൾ കണ്ടു, സെനാരിയോയിൽ കണ്ടു. ഇപ്പം റിയൽ സെനാരിയോയിൽ തന്നെ നീ പഴയമായിട്ടൊന്നും വർക്ക് ചെയ്യുന്നില്ല, നിന്നെ ഞാൻ ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പം തന്നെ AI സഡൻലി അതിൻ്റെ ഒരു കോപ്പി ഉണ്ടാക്കിയിട്ട് ഇയാളെ ഭീഷണിപ്പെടുത്തി, നിന്റെ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിന് ഞാൻ എൻ്റെ ഭാര്യനെപ്പം വിളിച്ച് പറഞ്ഞു. ഓക്കെ, എത്രയോ സാഹചര്യങ്ങൾ നമുക്ക് പുതിയതിലുണ്ട് AI ത്രിട്ടൺ ചെയ്യുന്നത്. മറ്റൊന്ന് ഇപ്പം നമുക്കറിയാം, മിത്യോസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ, ഇപ്പം ഈ നമ്മുടെ ക്ലോഡിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ. ഈ സോഫ്റ്റ്വെയറിന് ഹ്യൂമൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ ജയിൽ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിലിട്ടു. ഇതിനോട് നമ്മൾ പറഞ്ഞു, എല്ലാ കാര്യപ്പെട്ട സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സാണ് അത് ചെയ്തത്. വളരെ അവർ ഒരിക്കലും ഇതിനെ ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കൂളായിട്ട് അതിനെ ക്രാക്ക് ചെയ്ത് വന്നിട്ട് ഇമെയിൽ അയച്ചു, ഞാൻ ഇങ്ങനെയാണ് പുറത്ത് വന്നത്. എല്ലാ ഇപ്പോഴത്തെ സോഫ്റ്റ്വെയറും വൾണറബിളാണ്. അപ്പോൾ റിസ്ക് ഉണ്ടോയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഉള്ളിൽ എക്സിസ്റ്റൻഷ്യൽ റിസ്ക് ഉണ്ട്. എന്താണ് സംഭവിക്കാമെന്ന് ആർക്കും അറിയില്ല. പക്ഷേ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ വളരെയധികം പോസിറ്റീവ് തന്നെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇപ്പം എല്ലാ ടെക്നോളജി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മനുഷ്യനെതിരെ സൃഷ്ടിച്ചതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലും, ഈ മൊബൈലിലെ സിം കാർഡ് മിസൈൽ ലാൻഡ് ചെയ്യാൻ ഉണ്ടാക്കിയതാണ്. ഓക്കെ, വേൾഡ് വൈഡ് വെബ് മനുഷ്യനെതിരെ മിലിറ്ററിൻ്റെതാണ്. ഇന്ന് കാണുന്ന മേജർ ഇൻവെൻഷനൊക്കെ തന്നെ മനുഷ്യനെതിരെ ഉണ്ടാക്കി. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ, ഇപ്പൊ ക്യാമറ മറ്റൊരു രാജ്യത്തെ സ്പൈ. പക്ഷെ എൻഡിൽ അതെന്താ നമ്മൾ കണ്ടത്? മനുഷ്യനെ ഉപകരിക്കുന്ന രീതിയിലേക്ക് മാറുകയാണ് കണ്ടത്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും അതിൽ ഹോപ്പുണ്ട്. കാരണം നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ഒരുമിച്ച് നിന്നിട്ട് വേണം ഇതിനെ ഡിസൈൻ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. പക്ഷെ പേടി എന്താന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും പറയുന്നത് ഞങ്ങളിത് ചെയ്തിട്ടില്ലെങ്കിൽ ചൈന പറയുന്ന അമേരിക്ക പറയുന്ന ചൈന, അല്ലെങ്കിൽ ഒരു കമ്പനി മറ്റൊരു കമ്പനിനെ ബ്ലെയിം ചെയ്തു. പക്ഷെ എല്ലാവർക്കും അറിയാം ഇതിൽ റിസ്ക് ഉണ്ട് എന്നുള്ളത്. എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് ഉണ്ട്, അതിനുള്ളത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. എൻഡ് ഓഫ് ഡിസീസ് എന്നുള്ളൊരു കൺസെപ്റ്റ് അവതരിപ്പിച്ചു. അപ്പോൾ അതേ സമയത്ത് തന്നെ ഈ ഒരു അടുത്തായിട്ട് നമ്മൾ കേരളത്തിൽ അമേരിക്കയിലൊക്കെ ബ്ലാക്ക് സ്റ്റോണും അതുപോലെ തന്നെ KKR ഒക്കെ പറഞ്ഞിട്ടുള്ള കുത്തക കമ്പനികൾ ഹെൽത്ത് മേഖലയിൽ വലിയ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ AI അങ്ങനൊരു എൻഡ് ഓഫ് ഡിസീസ് കൊണ്ടുവരുന്ന ഒരു കൺസെപ്റ്റ് അവിടെ നിലനിൽക്കെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു കമ്പനികൾ ഇങ്ങനെ ഒരു ബിസിനസ് മേഖല അവിടെ കാണുന്നത്? ഇനിയിപ്പോൾ AI അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനൊരു പൊളിറ്റിക്സ് അതിൻ്റെ പിന്നിൽ കളിച്ചാൽ ആ ഒരു സാധ്യതയെ ഇല്ലാതാക്കാനുള്ള ഒരു ചാൻസ് കൂടെ അവിടെ ഇല്ലേ? തീർച്ചയായിട്ടും നല്ല ഒരു ചോദ്യമാണ്. നമുക്കറിയാം ഇന്നുള്ള ഇവിടുത്തെ ഈവൻ ചെറിയ സിറ്റിയിൽ പോലുള്ള ഹോസ്പിറ്റലുകളെല്ലാം തന്നെ ബ്ലാക്ക് റോക്ക്, ബ്ലാക്ക് സ്റ്റോൺ പോലെ കുത്തക കമ്പനികളാണ്. അതിനൊരു പ്രത്യേക കാരണം എന്താ പറയുക, വെഞ്ചർ ക്യാപിറ്റൽ. ഇന്ന് ലോകത്ത് ബ്ലാക്ക് റോക്ക് എന്നൊക്കെ ഈ കമ്പനികൾ ലോകത്തെ 18 ട്രില്യണാണ് അവരുടെ അസറ്റ് എന്ന് പറയുന്നത്. അവർ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു പുതിയ മോഡൽ വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് സിക്ക് ആൻഡ് കെയർ എന്ന മോഡലിലാണ് നിൽക്കുന്നത്. ഇനി എങ്ങനെയാ നോക്കുക, പ്രിവെൻറ്റീവ് എന്ന് പറയുന്ന ഒരു മോഡലിലേക്കാണ്. ഇപ്പോൾ പണം തന്നെ ഇല്ല. ഒന്ന് ചിന്തിക്കണം, നമുക്കിനി പണത്തിൻ്റെ ആവശ്യകത തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. മനുഷ്യന് പണത്തിൻ്റെ ആവശ്യമില്ലെങ്കിൽ എന്താണ് ഈ കമ്പനീൻ്റെ ഒക്കെ സർവൈവലിന് അവിടെ തന്നെ ഒന്ന് വരുന്നുണ്ട്. പക്ഷെ എങ്ങനെയായിരിക്കും ഫ്യൂച്ചർ ഹെൽത്ത് കെയർ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം തന്നെ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും അതിൻ്റെ സിംറ്റംസ് ഒക്കെ. ഇപ്പം ചൈനയിൽ വന്നിരിക്കുന്ന ഒരു മിഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എനിക്കൊന്ന് സിൽവാൻ മുസ്തഫയാണ് കാണിച്ചത്. ആരോ ഒരാളെ ഞാൻ കണ്ടു വീഡിയോ. ഇങ്ങനെ നമ്മളൊരു സ്ക്രീനിലേക്ക് നോക്കിയിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൽ നിന്ന് തന്നെ എല്ലാ ഡിസീസും നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, മറ്റൊന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ മാതിരി സെർട്യൂൺ എന്ന് പറയുന്ന, ഇപ്പോൾ പ്രിവെൻറ്റീവിൽ എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ,
ഇപ്പം എല്ലാ അസുഖങ്ങളും ഡയഗ്നോസ് ചെയ്യുന്നത് ഒന്നുകിൽ ബ്ലഡ് എന്ന്, അല്ലെങ്കിൽ സ്റ്റൂള്, അല്ലെങ്കിൽ യൂറിന്. ഇതെല്ലാം തന്നെ നമുക്ക് ഡെയിലി എന്താക്കാൻ പറ്റും? നമ്മൾ വിയറബിൾ വാച്ച് ഉപയോഗിക്കാം. പിന്നെ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, CGM. ഇവിടെ ഇങ്ങനെ കുത്തിയിട്ട് വെച്ചാൽ നമ്മൾ എന്ത് കഴിച്ചാലും നമ്മളെ ശരീരത്തിന് എന്ത് പറ്റും? ഇപ്പം നമ്മുടെ ബാത്റൂമുകളൊക്കെ തന്നെ സെൻസർ വെച്ച ബാത്റൂം ആയിരിക്കും. അതിലെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഇത് വെച്ച് നമ്മളിൽ എന്ത് വരുമ്പോൾ ആ സെക്കൻഡിൽ നമ്മളുടെ എല്ലാം ഡാറ്റ സെൻറ്ററിലായിരിക്കും. അപ്പം തന്നെ നമ്മളെ വിളിച്ച് പറയും, നോക്കൂ ആ കഴിച്ചത് മാറ്റണം, ഇതിൽ എന്ത് വന്നിട്ടുണ്ട്. വളരെ ഇപ്പോൾ ഈ ക്യാൻസറൊക്കെ നമുക്ക് 3ാമത്തെ സ്റ്റേജിലൊക്കെയാണ് അറിയാം. ഇനി പുതിയ മോഡൽ വരാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്ത് കഴിച്ചാലും ആ സെക്കൻഡിൽ നമുക്ക് എന്തറിയാം അറിയാം. മറ്റൊന്ന് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇപ്പം പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബേബിയെ ഡിസൈൻ ചെയ്യാം. ഇപ്പം കല്യാണം കഴിക്കുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ എല്ലാവരും ഇനി DNA ടെസ്റ്റ് കൊടുക്കും. അതായത് ഇന്നിപ്പം നിക്കാഹിനെക്കാട്ടിയും കൂടുതൽ ഡൈവേഴ്സ് നടക്കുന്ന കാലഘട്ടമാണ് വരുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഈ നമ്മളെ DNA കൊണ്ടുകൊടുത്താൽ ഈ വ്യക്തിയുമായിട്ട് നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റുമെന്നറിയാം. ഈ വ്യക്തിയുമായിട്ടുള്ള ഇനിയിപ്പോൾ ബന്ധങ്ങൾ വരുന്ന സമയത്ത് നമ്മളെ കുട്ടികളെ നമുക്ക് ഡിസൈൻ ചെയ്യാം. ഏതൊക്കെ തരത്തിലാണ് വേണ്ടതെന്ന് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഇത്. ഇങ്ങനെ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ പാരമ്പര്യ അസുഖങ്ങളെ ഒരു പരിധി വരെ എന്ത് തടയാൻ പറ്റും. ഇപ്പോൾ നമുക്കറിയാം, മെൻ്റലി ഡിസേബിൾഡൊക്കെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടീനെ വളർത്തണമെങ്കിൽ സ്വന്തം ഉമ്മയുടെ ഇത് നമുക്കറിയാവുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു പരിധി വരെ തടയാം. പിന്നെ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എങ്ങനെയാണെന്ന് വരുന്നത്, ഇപ്പം നമ്മുടെ അടുത്ത് ഹ്യൂമനോയിഡ് റോബോട്ട് ഉണ്ടെങ്കിൽ നമ്മളുടെ ഓരോ അവയവങ്ങൾക്കനുസരിച്ച് നമ്മൾ ടേസ്റ്റ് ബഡുള്ള ഫുഡുകളൊക്കെയാണ് നമുക്ക് തരിക. അപ്പോൾ കംപ്ലീറ്റ്ലി പുതിയൊരു ഹെൽത്ത് കെയർ ആണ്. ഈ ഡോക്ടർ എന്ന് പറയുന്നതിന് ഇനി വലിയ എന്തില്ല, ഹ്യൂമൻ ഡോക്ടേഴ്സിന് ഫെസിലിറ്റേറ്ററാണ്. ഡയഗ്നോസ് സൈഡിൽ ഒരു സ്കോപ്പും ഇല്ല. ഇപ്പം ഹെൽത്ത് കെയറിൻ്റെ ഒരു പുതിയ രൂപം, ഇപ്പം നിങ്ങൾക്ക് ചൈനയിലൊക്കെ സഞ്ചരിക്കുമ്പോൾ കാണാം, എല്ലാ സ്റ്റേഷനുകളിലും ഇപ്പോൾ കിയോസ്കുകളാണ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. നിങ്ങളവിടെ പോയി ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഹൈറ്റ് എടുക്കാം, വെയിറ്റ് എടുക്കും, അതങ്ങനെ കൈ വെക്കും, നിങ്ങളുടെ എല്ലാം എടുത്തു. അപ്പം തന്നെ അവിടെ തന്നെ ഫാർമസി ഉണ്ട്, അവിടുന്ന് മരുന്നും എന്ത് കിട്ടുന്നുണ്ട്. അവിടെ ഒന്നും ഹ്യൂമൻ പോലും ഇല്ലാത്ത ഒരു മോഡലിലേക്ക്. നേരത്തെ പറഞ്ഞ പണത്തിന് സ്കോപ്പ് ഇല്ല, പക്ഷെ ഇങ്ങനൊരു പിന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റൽ സിസ്റ്റം അല്ല ഭാവിയിൽ വരുന്നത്. ഇപ്പൊ പണത്തിന് തന്നെ ആവശ്യമില്ലാത്തൊരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ ഡിസ്കഷൻ വരുന്നത്. ഓക്കെ, താങ്ക് യു. സമയം ഏകദേശം അവസാനിച്ചിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ കൂടി സമയം. താങ്കളെ വർക്കുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇപ്പോൾ മലപ്പുറത്തെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ച ഒരു വ്യക്തിയാണല്ലോ. അപ്പോൾ മലപ്പുറത്തിൻ്റെ ഒരു കൾച്ചർ എന്താ വെച്ചാൽ, ഒരു ഇപ്പോഴത്തെ മനോരമയിൽ വരുന്ന ലോകകപ്പിനെ കുറിച്ചൊരു പങ്ക്തിയിൽ പറയുന്നുണ്ട്, ഇപ്പോൾ സ്ത്രീകൾ വരെ ലോകകപ്പിനെ കാണാനും രാത്രി ഒച്ചപ്പാടുണ്ടാക്കാനും സ്ത്രീകൾ വരെ അതിലേക്ക് തുടങ്ങി പറഞ്ഞിട്ട് വലിയൊരു എന്തോ സംഭവമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് അതിൽ. അപ്പോൾ മലപ്പുറത്തിന് ഒരു നിങ്ങൾക്ക് മലപ്പുറത്തെ നല്ല മലബാർ ടോട്ടലി നിങ്ങൾക്ക് ഒരു ഫുഡും ഫുട്ബോളും നിങ്ങൾക്ക് ഉണ്ടല്ലോ, വേറൊന്നും അങ്ങനെ ഒരു രീതിയിൽ മലപ്പുറത്തിനെ മാറ്റി ഒരു ഹെഡോണിസ്റ്റിക് കൾച്ചർ, ഒരു പ്രൊഡക്റ്റീവായ ഒന്നും വരാതെ ഒരു രൂപത്തിൽ മലബാറിനെ ടോട്ടലി അങ്ങനെ ഒരു ഡയഗ്നോസിസ് ഉണ്ട് നമ്മൾ നടത്തിക്കണം, നമ്മൾ അതിൻ്റെ ഇത് കണ്ടെത്തിക്കണം. അതിനൊരു പരിഹാരം എന്നുള്ള രൂപത്തിൽ എന്താണ് അവതരിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും നല്ല ചോദ്യം. മലപ്പുറത്തെക്കുറിച്ചുള്ള സ്പെസിഫിക് ക്വസ്റ്റ്യനാണ്, എസ്പെഷ്യലി ഗേൾസിൻ്റെ ഇതാണ് പറഞ്ഞത്. നമ്മൾ മലപ്പുറം, നിങ്ങളിൽ എത്ര പേര് മലപ്പുറം ഉണ്ടോന്ന് കൈപ്പൊക്കാവോ? മലപ്പുറത്തുള്ളവർ അത്യാവശ്യം നല്ലുണ്ട്. നമ്മളുടെ ആർക്കിയോളജി പ്രകാരം നമുക്ക് 6000 വർഷത്തെ പഴക്കമുണ്ട്. നമുക്ക് ജനറേഷൻ നിലമ്പൂർ കോവിലകമാണ് നമ്മുടെ റൂട്ട്. ഓക്കെ, നമ്മുടെ ഒരു റീസെൻറ്റ് ഹിസ്റ്ററി പറയുകയാണെങ്കിൽ നമ്മൾ നമുക്ക് അറബ് രാജ്യങ്ങളുമായി 1000 വർഷത്തെ ബിസിനസ് പാരമ്പര്യം നമുക്കുണ്ട്. ഈ മലബാറിൻ്റെ സ്പൈസസിന് വേണ്ടിയിട്ടാണ് പല വേൾഡ് വാറുകളും നടന്നിരിക്കുന്നത്, യുദ്ധങ്ങൾ ഇതിലേക്കുള്ള റൂട്ടിന് വേണ്ടി. അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഏരിയമായിരുന്നു മലബാർ എന്ന് പറയുന്നത്, സ്പൈസസ് കൊണ്ടായിരുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ അറബുകൾ വന്നിട്ട് നമ്മൾ ഹിന്ദു ഒപ്രസ്ഡ് ഹിന്ദു ഇവിടുത്തെ നമുക്കറിയാം ബ്രാഹ്മിൺ തൊട്ടുകീടായ്മത്തിന് ഈ കാലഘട്ടത്തിൽ അറബിക് കൾച്ചർ കണ്ട് അതിൽ ആകൃഷ്ടരായ കൺവേർട്ടഡ് മുസ്ലിംസാണ് നമ്മളെ ജീനുകളെല്ലാം വരുന്നത് എന്നുള്ളതാണ്. നമ്മളുടെ ഒരു പ്രത്യേകത എന്താ പറയുക, നമ്മൾ ഹൈലി അഡ്വഞ്ചറസ് ആണ്, നമ്മൾ സാഹസികരാണ്, നമുക്ക് ഒന്നിനെയും പേടില്ല, മലപ്പുറത്തുകാർക്ക് പേടില്ല. ഇപ്പം മലപ്പുറത്ത് പണ്ടത്തെ ബിസിനസ്സുകളൊക്കെ നോക്കിയാൽ നിയമത്തെ ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ചെയ്യുന്ന ബിസിനസ്സുകളാണ് ഉണ്ടായിരുന്നത്. എല്ലാം നമ്മൾ പറയും കടത്ത് ബിസിനസ്,
ചന്ദനക്കടത്ത്, അണ്ടിക്കടത്ത്, വണ്ടിക്കടത്ത് ഒക്കെ നമ്മളുടെയൊക്കെ പൂർവിക ബിസിനസ് താരങ്ങളെടുത്ത് നോക്കിയാൽ കാണാം. ഇപ്പോഴും നിങ്ങൾ കോഴിക്കോട് എയർപോർട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ കസ്റ്റംസ് ശല്യം ചെയ്യുന്നത് മലപ്പുറത്തുകാരായിരിക്കും, വേൾഡ് തന്നെ മലപ്പുറത്തുകാർ. അപ്പോഴും നമുക്ക് ആ നേച്ചറുണ്ട്. ഈ ആളുകൾ നമ്മൾ ഈ അഡ്വഞ്ചറസ് ആയതുകൊണ്ട് നമ്മൾ കോയമ്പത്തൂർ, ചെന്നൈ, മുംബൈ, കൊൽക്കത്തയൊക്കെ പോയി നമ്മൾ അവിടുന്ന് മുംബൈ ലോഞ്ച് വഴി മിഡിൽ ഈസ്റ്റ് പോയിട്ടാണ് ഫണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ട്രാൻസിഷൻ മുഴുവൻ നമുക്ക് നടന്നത് ലോകത്ത് പുറത്തു നിന്ന് ഫണ്ട് വന്ന് മിഡിൽ ക്ലാസ് വളർന്ന ഒന്നാമത്തെ സിറ്റിയാണ് മലപ്പുറം. അതായത് ദുബായ്ക്ക് പോലും ഇത്ര പൈസ വന്നിട്ടുണ്ടാവില്ല എന്നാണ് പറയുന്നത്. അത്രയധികം പണം കഴിഞ്ഞ 35 വർഷമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഫണ്ട് മുഴുവൻ ഇവിടെ ഉണ്ട്, നമ്മളെ കയ്യിലുണ്ട്. അത് ഭൂമിയിലാണ് ഉള്ളത് എന്നുള്ളതാണ്. അപ്പം മലപ്പുറത്ത് ദുബായ് ആക്കാൻ നമുക്ക് ഫണ്ടിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. നമുക്ക് എല്ലാ അതിൻ്റെ കോമ്പണൻറ്റുകളും നമ്മളെ കയ്യിലുണ്ട്. അപ്പം നമ്മൾ ഒരുപാട് സൊല്യൂഷൻ, നീ നേരത്തെ പറഞ്ഞ ഫുട്ബോൾ തന്നെ എടുക്കാം. ഫുട്ബോൾ എന്ന് പറയുന്നത് $1 ബില്യൺ ബിസിനസ്സാണ്. ഇപ്പം മെസ്സിക്ക് ഒരു പക്ഷേ അർജന്റീനയെക്കാട്ടിയും കൂടുതൽ ആരാധകർ മലപ്പുറത്ത് ഉണ്ടാവും. ഇത്രയധികം ബോർഡുകളും കാര്യങ്ങളും വെച്ച് വേറൊരു സ്ഥലം നമുക്ക് കാണില്ല. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ $1 ബില്യൺ ഉണ്ടാക്കാമെന്ന് നമ്മൾ കണ്ടു. ഏത് രാജ്യമാണ് 5 ലക്ഷമുള്ള രാജ്യം കളിച്ചത് നമ്മൾ കണ്ടു. യഥാർത്ഥത്തിൽ അങ്ങനത്തെ പ്രൊജക്റ്റുകളാണ് നമ്മളൊക്കെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പം ഫുട്ബോളിൽ നമ്മൾ വളരെ അമേസിങ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ കൊണ്ടുവരുന്നുണ്ട്. എങ്ങനെ ഒരു $1 ബില്യൺ ക്ലബ്ബ് നമ്മൾ അറിയുന്നത് 2 കാര്യത്തിലാണ്: മലബാർ ഫുഡ്, മലബാർ ഫുട്ബോൾ. ഇതിൽ നിന്ന് തന്നെ വേണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനും എന്നുള്ളതാണ്. പിന്നെ നേരത്തെ പെൺകുട്ടികളുടെ കാര്യം നമ്മൾ പറഞ്ഞു. നോക്കൂ, ഇത്ര അധികം ഇൻ്റലിജൻസ് ഉള്ള പെൺകുട്ടികൾ വീട്ടിലിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇവർ. ഇവിടെ ഓപ്പർച്യൂണിറ്റി അവർക്ക് ഇല്ല എന്നുള്ളതാണ്. എല്ലാവരും ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. ഗൾഫിൽ പോയി ഹ്യൂജ് ഫണ്ട് വന്നു. അവർക്ക് അറിയില്ല. ഇപ്പം എന്തുകൊണ്ടാണ് അവർ കല്യാണം കഴിക്കൂല എന്ന് പറയുന്നത് എന്താ പറഞ്ഞാൽ അവർക്ക് സെൽഫ് സഫിഷ്യൻ്റ് ആണ്. പക്ഷെ അവർക്കൊരു ബാംഗ്ലൂരോ അല്ലെങ്കിൽ ഒരു എറണാകുളത്തോ പോകാൻ കഴിയില്ല. ആ ഓപ്പർച്യൂണിറ്റികൾ ഇവിടെ ഉണ്ടാക്കുന്ന തരത്തിലാണ് നമ്മളുടെ ഇവിടെ കൾച്ചർ. ഞങ്ങൾ 2007 മുതൽ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ ഒരറ്റം വരെ പഠിച്ചവരാണ്. അടുത്ത 100 വർഷം നമ്മൾ പ്രെഡിക്റ്റ്, നിങ്ങൾ മിഷൻ മലപ്പുറത്തിൻ്റെ ഓഫീസ് വന്നാൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് 100 വർഷത്തെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു ബുക്കിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ഒരു മാനുവൽ, എങ്ങനെയായിരിക്കണം മലപ്പുറം എന്നുള്ളതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ട്. ആ ബ്ലൂ പ്രിൻ്റ് അടിസ്ഥാനത്തിൽ ഓരോ വാർഡിനെയും ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇവിടുത്തെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, ഇത് പഠിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ പോകുന്നത്. ഇതിന് വേണ്ട എല്ലാ കാര്യങ്ങളും, ഒന്നിൻ്റെയും ഒരു ചാലഞ്ചും എനിക്ക് തോന്നുന്നില്ല. നിങ്ങളെപ്പോലത്തെ ആളുകൾ ഇതിനെ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ചാലഞ്ച്. ഒന്ന് മുന്നോട്ട് വരേണ്ടതുണ്ട്. നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി ഏയും കാര്യങ്ങളും നിങ്ങൾ മിഷൻ മലപ്പുറവുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഇവിടെ വന്നത് എന്തിനാന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഉദവിയിൽ, ഇപ്പം ഞാൻ മിഡിൽ ഈസ്റ്റിൽ വളർന്നതാണ്. അവിടെയൊക്കെ പണ്ട് മുതലേ എനിക്ക് കേൾക്കാമെന്ന്, കേരളത്തെക്കുറിച്ചും നമ്മൾ പറയുമ്പോൾ എപ്പോഴും ഉദവി അവരാണ് ചിന്തിക്കുക. നിങ്ങളെപ്പോലത്തെ ആളുകൾ സെൽഫ് മെയ്ഡാണ്. എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള തോട്ട് പ്രോസസ്സ് ഉള്ളവർക്ക് ഇത് ലീഡ് ചെയ്യാൻ പറ്റും. ഒരു സാധാരണ ചിന്തിക്കുന്ന സ്കൂളോ കോളേജോ പഠിച്ചവർക്ക് ഇത് പറ്റില്ല. അവർക്ക് എന്താണ്, നമ്മളെന്താണ് ഒരു മെട്രിക്സിലാണ് വളർത്തിയിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഓപ്പണാണ്, നിങ്ങൾ പഠിക്കുന്നതൊക്കെ ഓപ്പണാണ്. അപ്പം നിങ്ങളെപ്പോലത്തെ ആളുകൾ വരികയാണെങ്കിൽ നമുക്ക് ഇതിനുള്ള ഡിബേറ്റ് ഇതുണ്ടാക്കാം. നിങ്ങൾക്ക് നമ്മളെ മിഷൻ മലപ്പുറത്തിൻ്റെ അംബാസഡേഴ്സ് ആവാം. നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി. എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുക ഈ കാലഘട്ടത്തിൽ, എന്ത് ബിസിനസ്സാണ് നമ്മൾ ചെയ്യേണ്ടത്, മതത്തെ നമ്മൾ എങ്ങനെ കൊണ്ടുപോകണം, നമ്മളെ കൾച്ചറിനെ നമുക്ക് എങ്ങനെ നിലനിർത്തണം, എങ്ങനെയായിരിക്കണം നമ്മുടെ ഹിസ്റ്ററി, ഇസ്ലാമിക് ഹിസ്റ്ററി എങ്ങനെയാണ് കൊണ്ടുപോകണം, മലപ്പുറത്തിൻ്റെ എങ്ങനെയാണ്. മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ ഇപ്പം നമ്മൾ പറയാറുണ്ട് അവർക്കൊരു മലപ്പുറം കത്തിയൊക്കെ ഓർമ്മ. നമുക്കതിനെ R&D ചെയ്ത് അതിൻ്റെ നരേറ്റീവ്, ഇപ്പം നമുക്കറിയാം സെൻട്രലിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് മലപ്പുറം എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. അതല്ല, നമ്മൾ ലോകത്ത് ഏറ്റവും സ്നേഹമുള്ള മനുഷ്യരാണ് നമ്മൾ. മലപ്പുറത്ത് വന്ന ഓരോ ഹിന്ദുവും ക്രിസ്ത്യനും പറയും എത്രയോ ഉണ്ട്, ഇത്രയധികം സ്നേഹവും ഇത്രയധികം ഹെൽപ്പും ചെയ്യുന്ന വേറൊരു സ്ഥലമില്ല. അപ്പൊ ഇത് എന്താണെന്ന് നമ്മൾ നരേറ്റീവ് ചെയ്ത് നമ്മൾ ലോകത്തിനെ കാണിച്ചു കൊടുക്കും, ലോകത്തിന് മാതൃകയാകും. തീർച്ചയായിട്ടും ആ ലെവലുള്ള ഒരു R&D ആണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പം നിങ്ങളൊക്കെ ഹെൽപ്പ് അതിൽ വേണം. നിങ്ങളെപ്പോലത്തെ സ്ഥാപനങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും സമയം അതിക്രമിച്ചിട്ടുണ്ട്. മനോഹരമായ ഒരു നിർമ്മിത
എന്നത് ഈമാൻകാരി ഇസ്ലാം ആദ്യം തന്നെ പറയുന്നത് ബൈബിൾ വിശ്വസിക്കണം, മറിഞ്ഞതിൽ വിശ്വസിക്കാൻ. കാരണം പടച്ചോനെ ആരുണ്ടാക്കി എന്ന് ചോദിച്ചാൽ തീർന്നു. ഇപ്പൊ ഈ AI എന്ന് പറയുന്നത് ലോജിക്കിൽ വർക്ക് ചെയ്യുന്ന ഒന്നാണ്. അതിനെല്ലാം ലോജിക്കൽ ഉത്തരം വേണം. ഇപ്പൊ ലോജിക്കിൽ നമുക്ക് എന്തിനെ പറ്റില്ല, ഇനീഷ്യൽ സ്റ്റേജിൽ പറ്റില്ല. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ പക്ഷെ എൻഡിൽ അതിനെ, കാരണം അതിൻ്റെ ഓഗുമെന്റേഷൻ വരുമ്പോൾ ഇപ്പം നമുക്കറിയാം, ഇപ്പൊ ഗ്രോക്ക് ചെയ്യുന്ന എന്താണ്, മാക്സിമം ട്രൂത്ത് സീക്കിംഗ്, മാക്സിമം ക്യൂരിയസ് AI-നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഒരുപക്ഷെ യഥാർത്ഥ ദൈവത്തെയും മതത്തെയും അത് കണ്ടെത്തും എന്നുള്ളതാണ് പ്രഡിക്ഷൻ വരുന്നത്. അപ്പോൾ ഇസ്ലാമാണ് യഥാർത്ഥ മതം, നമ്മുടെ വിശ്വാസം. നമുക്ക് അതിനോട് എന്ത് ചെയ്യാം, ഇൻട്രാക്ട് ചെയ്യാം. നമ്മളെ മതങ്ങൾ പറഞ്ഞ എല്ലാ ഫിലോസഫിയും വെച്ച് പതുക്കെ പതുക്കെ അത് കണ്ടെത്തും. കാരണം അതിന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഗുണം എന്താണ്, അത് ബില്യൺസ് ഓഫ് ട്രില്യൺസ് ഓഫ് ബോട്ട്സിനെ വെച്ചിട്ട് എന്ത് ചെയ്യും, ക്യൂരിയസ് ആണ്, നമ്മളെക്കാട് ഇൻ്റലിജൻസ് ഉണ്ട്. അപ്പം അതിലേക്ക് എത്തും എന്നുള്ളതാണ്. യഥാർത്ഥ മതത്തെ അത് കണ്ടെത്തി തരും നമുക്ക്. പക്ഷെ ഇനീഷ്യൽ സ്റ്റേജിൽ എന്തുണ്ട്, ലോജിക്കൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമുണ്ട്.